நாமத்தினால் தேர்ந்தெடுக்கப்பட்டவர்கள், இயேசுவின் இரத்தத்தினால் கழுவப்பட்டவர்கள். சாத்தான கிரிமேல் உங்கள் மேல் உரிமை இல்லை. எல்லாமே இயேசு, எல்லாமே இயேசு, எனக்கு எல்லாமே இயேசு. ഇപ്പോൾ ദേശത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും 100 വീതം സ്തോത്രം ചെയ്യുവാൻ പോകുന്നു. കാരണം ദേശമാനത് കർത്തരുടെ വരികെ നാൾ മറ്റും നിലയ്ത്തിരിക്ക വേണ്ടി. എന്തുകൊണ്ടെന്നാൽ ദേശം കർത്താവിന്റെ വരവുവരെയും നിലനിൽക്കണം. എസെക്കിയേൽ 22:30 വസനത്തിൽ വാസിക്കുമ്പോൾ, എസെക്കിയേൽ 22:30 വായിക്കുമ്പോൾ, ഞാൻ ദേശത്തെ അഴിക്കാതെപടി തിറപ്പിൽ നിൽക്കവും സുവരെ അടയ്ക്കവും തക്കതാക ഒരു മനുഷ്യനെ തേടിനേൻ ഒരുവനെയും കാണേൻ എന്ന് നാം വാസിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല എന്ന് വായിക്കുന്നു. അനപടിനാൽ ദേശമാനത് അഴിഞ്ഞു പോകാതെ പടിക്ക് കർത്തരുടെ വരിക നാൾ മറ്റും ദേശം നിലയ്ത്തിരിക്ക വേണ്ടും. ആകയാൽ ദേശം നശിക്കാതെ കർത്താവിന്റെ വരവ് വരെ അത് നിലനിൽക്കണം. അടുത്ത സഭയ്ക്കാകെ, തുടർന്ന് സഭയ്ക്ക് വേണ്ടി കർത്തരുടെ വരിക നാൾ മറ്റും സഭയിൽ ദൈവിക സമാധാനം കാണപ്പെട വേണം. കർത്താവിന്റെ വരവരെയും സഭയിൽ ദൈവിക സമാധാനം നിലനിൽക്കണം. സഭയാനതും അഴിഞ്ഞു പോകലാകാം, സഭയും നശിക്കുവാൻ പാടുള്ളതല്ല. 122 സംഗീതം 6 വസനത്തെ വാസിക്കുമ്പോൾ, 122 സങ്കീർത്തനത്തിലെ 6 വചനം വായിച്ചാൽ, യെരുശലേമിൻ സമാധാനത്തുക്കാക വേണ്ടിക്കൊള്ളുങ്ങൾ, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പി. அந்த இடத்தில் எருசலேம் என்பது புதிய ஏற்பாட்டு சபையை வெளிப்படுத்துகிறது. അവിടെ പരാമർശിച്ചിരിക്കുന്ന യെരൂശലേം എന്നത് അത് പുതിയ നിയമസഭയെ കാണിക്കുന്നു. കാരണം അതേ അധികാരം 3 വസനത്തെ വാസിക്കുമ്പോൾ, കാരണം അതേ സങ്കീർത്തനത്തിലെ 3 വചനം പറയുന്നത്, ഇസവിണൈപ്പാക കെട്ടിന നഗരം എന്ന് വാസിക്കുന്നു. തമ്മിലിണക്കി പണിതിരിക്കുന്ന നഗരം. ഉലകത്തിൽ 232 രാജ്യങ്ങൾ ഇരുന്നാലും കൂടെ, ലോകത്തിൽ ഏറെക്കുറെ 232 രാജ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരയ്ക്കും എന്ത് രാജ്യവും ഇസവിണൈപ്പാക കട്ടവില്ല. ഒരു രാജ്യവും ഇങ്ങനെ തമ്മിൽ ഇണക്കി പണിതതല്ല. എന്നാൽ ഒരേ ഒരു രാജ്യം അവിധமாக കട്ടപ്പെട പോകുന്നത്. എന്നാൽ അങ്ങനെ നിർമ്മിക്കപ്പെടുവാൻ പോകുന്ന ഒരേ ഒരു രാജ്യം ഇസവിണൈപ്പാക കെട്ടിന നഗരം എന്ന് വാസിക്കുന്നു. അതിനെയാണ് തമ്മിലിണക്കി പണിതിരിക്കുന്ന നഗരം. ആ നഗരം താൻ പുതിയ യെരൂശലേം. ആ നഗരം പുതിയ യെരൂശലേമാണ്. അതുതാൻ ഇപ്പോൾ നാം കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യർ 2 അധികാരം 19-20 വസനത്തിൻപടി, എഫേസ്യ ലേഖനം 2 അധ്യായം 19-20 വചന പ്രകാരം, യേശു ക്രിസ്തുവെ മൂലക്കല്ലായിരിക്കെ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, ദീർഘദർശികൾ എന്ന അസ്ഥിവാരത്തിന്മേൽ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന് മീതെ ജീവനുള്ള കർക്കലാക ദേവൻ നമ്മെ കട്ടുകിற. ദൈവം നമ്മെ ജീവനുള്ള കല്ലുകളായി ചേർത്ത് പണിയുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இந்த സഭയാനത് പുതു സഭയ അല്ലെങ്കിൽ പുതു യെരൂശലേമാ മാറ്റപ്പെടും. ആകയാൽ ഈ സഭ തന്നെയാണ് പുതിയ യെരൂശലേമായി പരിണമിക്കുക. ஆனால் നമുക്ക് യാവർക്കും അറിയുന്നതുപോലെ എല്ലാവരും കർത്തരുടെ വരികയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെട പോകുന്നതില്ല. നമുക്കറിയാവുന്നതുപോലെ എല്ലാവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ പോകുന്നില്ല. അതിനാൽதான் സഭയിൽ ചില പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, കഷ്ടങ്ങൾ, തൊല്ലകൾ, തുன்பങ്ങൾ, പാപങ്ങൾ എല്ലാം കാണപ്പെടുகிறது. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ പലവിധമായ കഷ്ടങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും പാപങ്ങളും ക്ലേശങ്ങളെല്ലാം വരുന്നത്. ചെയ്യാതെ എന്ന് சொன்னா ഉടനെ ചെയ്യുവാങ്ക, ചെയ്യരുതെന്ന് പറഞ്ഞാലും ഉടനെ അത് തന്നെ ചെയ്യും. കാരണം എന്ത്? സഭയിൽ അപ്പടിപ്പെട്ടതാൻ ഒരു കൂട്ടരുണ്ട്. സഭയിൽ അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അതുതാൻ 50 സംഗീതം 50 സങ്കീർത്തനം 7 വസനവും 16 വസനത്തിലും വാസിക്കണം. 7 വചനത്തിലും 16 വചനത്തിലും ആ കൂട്ടരെ 50 സംഗീതം പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു സംഗീതം എന്താ? 50 സങ്കീർത്തനം പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ളത് തന്നെയാണ്. അതിൽ 5 വസനം, അതിലെ 5 വചനം, എടുത്തുകൊള്ളപ്പെടുന്ന സഭ, അത് എടുക്കപ്പെടുന്ന സഭ. ബലിയിനാൽ എന്നിടത്തിൽ ഉടമ്പടിക്ക് ചെയ്ത എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ എന്ന് നാം വാസിക്കും. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ. ഇതിൽ ഒരു ഗ്രൂപ്പ് ജനങ്ങൾ എടുത്തുകൊള്ളപ്പെടുവാர்கள். ഇതിൽ ഒരു കൂട്ടം ജനം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. അവർക്ക് താൻ എ ഗ്രൂപ്പ്, അവരാണ് ഇതിൽ എ ഗ്രൂപ്പ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആൺപിള്ള, അല്ലെങ്കിൽ ആൺകുട്ടി. വെളിപ്പെടുത്തൽ 12 അധികാരം 5 വസനത്തിലെ ആൺപിള്ള, വെളിപ്പാട് പുസ്തകം 12:5 കാണുന്ന ആൺകുട്ടി. വെളിപ്പെടുത്തൽ 12 അധികാരത്തിൽ സൂര്യനെ അണിந்த സ്ത്രീ പുതിയ ഏർപ്പാട്ട് സഭ എന്ന് നമുക്ക് യാവർക്കും തെരിയും. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ കാണുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നത് പുതിയ നിയമസഭയിൽ നിന്നും. സ്ത്രീയിൽ 3 ഗ്രൂപ്പെ പാർക്കുണ്ടോ. ആ സ്ത്രീയിൽ നമുക്ക് 3 വിഭാഗം. முதலாவது ഗ്രൂപ്പ് എടുത്തുകൊള്ളപ്പെടുന്ന ഗ്രൂപ്പ്. ഒന്നാമത്തെ വിഭാഗം എടുത്തുകൊള്ളപ്പെടുന്നവർ. അതിന് എ ഗ്രൂപ്പ് എന്ന് சொல்லலாம். അതിനെ നമുക്ക് എ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അതുതാൻ 12 അധികാരം 5 വസനത്തിലെ ആൺപിള്ള. അതാണ് 12 അധ്യായം 5 വചനത്തിലെ ആൺകുട്ടി.
ഇനി അതിൽ ബിയും സിയും നാം പാർക്കിன்றோம். ഇനി നമുക്ക് അതിൽ ബി സി വിഭാഗങ്ങൾ 12-ാം അധികാരം 7-ാം വസനത്തിന്റെ മുതൽ പകുതി 12:7 ആദ്യ ഭാഗം മറ്റവർകൾ എന്റെ ഒരു കൂട്ടരെ പാർക്കിன்றோம். സന്തതിയിൽ ശേഷിപ്പ് എന്ന് കാണാം. അവர்தான் ബി ഗ്രൂപ്പ്. അതാണ് ബി ഗ്രൂപ്പ്. അവർ കൈവിടപ്പെട്ട് ഉപദ്രവ കാലത്തിൽ പീഡാകാലത്തിൽ രക്തസാക്ഷികളാക മരിപ്പാர்கள். അവർ രക്തസാക്ഷിത്വം മരിച്ചു. അവർ താൻ മത്തേയു 25-ാം അധികാരത്തിൽ ബുദ്ധിയുള്ള കന്യക എന്ന് നാം വാസിക്കും. മത്തായി 25-ാം അധ്യായത്തിൽ അവരെ തന്നെയാണ് ബുദ്ധിയുള്ള കന്യകമാർ എന്ന് വായിക്കുന്നത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ട്, സി ഗ്രൂപ്പ്. ശേഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അതാണ് സി ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം. സി ഗ്രൂപ്പ് എന്ന് ചൊല്ലുമ്പോൾ ആ സി ഗ്രൂപ്പ് എന്നത് അവർ അന്ത്യക്രിസ്തുവിനോട് ചേർന്ന് വിടുവാர்கள். അവർ എതിർ ക്രിസ്തുവിന്റെ പക്ഷം 666 മുദ്രയെ ധരിത്തുകൊള്ളുവാர்கள். 666 എന്ന മുദ്ര ധരിക്കും. 3 ഗ്രൂപ്പുക്കും ദേവൻ 3 പേര് വൈത്തിരിക്കാർ. ഈ 3 വിഭാഗത്തിനും ദൈവം വച്ചിരിക്കുന്ന 3 പേരുണ്ട്. 50-ാം സംഗീതം 5-ാം വസനത്തിൽ 50-ാം സങ്കീർത്തനത്തിലെ 5-ാമത്തെ ഗ്രൂപ്പിനുടെ പേര് എൻ പരിശുദ്ധവാൻകൾ. ഈ ഗ്രൂപ്പിന്റെ പേര് എന്റെ വിശുദ്ധന്മാർ. എൻ പരിശുദ്ധവാൻകൾ, എന്റെ വിശുദ്ധന്മാർ. അവരെ തൊട പിശാചുക്ക് അധികാരമില്ല. അവരെ തൊടുവാൻ പിശാചിന് അധികാരമില്ല. ഇനി ബി ഗ്രൂപ്പിനുടെ പേര് താൻ 7-ാം വസനത്തിൽ എൻ ജനങ്ങൾ. ബി ഗ്രൂപ്പിന്റെ പേര് 7-ാം വചനത്തിൽ കാണാം, എന്റെ ജനം. അത് എൻ ജനങ്ങൾ, അതിന് എന്റെ ജനം എന്ന് വിളിക്കും. നീ എനക്ക് വിരോധமாக പാപം ചെയ്താൽ ഞാൻ ഉനക്ക് വിരോധமாக സാക്ഷിയിടുവേ. നീ എനിക്ക് വിരോധമായി പാപം ചെയ്തു എന്നാൽ ഞാൻ നിന്നെ കുറിച്ച് സാക്ഷീകരിക്കും. ചെറിയ ചെറിയ രഹസ്യ പാപങ്ങൾ, ചെറിയ ചെറിയ രഹസ്യ പാപങ്ങൾ, അതായത് കോപങ്ങൾ, കോപം, മൂർഖങ്ങൾ, നീരസം, കസപ്പുകൾ, കയ്പ്, വൈരാഗ്യങ്ങൾ, വിദ്വേഷം, അവന്റെ മരണത്തിക്ക് ഏതുവല്ലാത്ത പാപങ്ങൾ ചെയ്തവർ, മരണകരമല്ലാത്ത ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തവർ, അവർ രക്തസാക്ഷിയായി മരിപ്പാர்கள். അവർ രക്തസാക്ഷിത്വം വരിക്കും. അവർ എൻ ജനങ്ങൾ, അവരെയാണ് എന്റെ ജനം. മണവാട്ടിയാക മാറ മുടിയാതെ, മണവാട്ടിയായി മാറാൻ കഴിയില്ല. രഹസ്യ വരികയിലും എടുത്തുകൊള്ളപ്പെട മുടിയാതെ, കർത്താവിന്റെ രഹസ്യത്തിൽ എടുക്കപ്പെടുവാൻ കഴിയുന്നില്ല. ഇനി സി ഗ്രൂപ്പ് താൻ 16-ാം വസനത്തിലിരുന്ന് വാസിக்கிறோம். സി ഗ്രൂപ്പിനെ കുറിച്ച് 16-ാം വചനം മുതൽ വായിക്കുന്നു. അവർക്ക് ദേവൻ കൊടുത്ത പേര് ഭയങ്കരമായ പേര്. അവർക്ക് ദൈവം വച്ചിരിക്കുന്നത് ഒരു ഭയങ്കരമായ പേരാണ്. അവരുടെ പേര് താൻ ദുന്മാർഗൻ. അവരുടെ പേരാണ് ദുഷ്ടൻ. കർത്തൻ ദുന്മാർഗനെ നോക്കി, യഹോവ ദുഷ്ടനോട്, നീ എന്നിടത്തിൽ പ്രമാണങ്ങളെ എടുത്ത് ഉരയ്ക്കവും നീ എന്റെ പ്രമാണങ്ങൾ നിന്റെ വായിലെടുക്കുവാൻ, ഉടൻപടിക്ക ചെയ്യവും, എന്നോട് നിയമം ചെയ്യുവാൻ ഉനക്ക് എന്ന ന്യായമുണ്ട്. നിനക്ക് എന്ത് കാര്യം? ഇവൻ കൊണപ്പെടാത്തവനല്ല, ഇവൻ മാനസാന്തരപ്പെടാത്തവനല്ല, ഇവൻ കൊണപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടതാണ്, സ്നാനം എടുത്തവൻ, ജ്ഞാനപ്പെട്ടതാണ്, അഭിഷേകം പെറ്റവൻ, അഭിഷേകം പ്രാപിച്ചതാണ്. അതാ നീ എന്നുடைய വസനങ്ങളെ എടുത്ത് ചൊല്ലവും, എന്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാനും, എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്യവും, എന്നോട് നിയമം ചെയ്യുവാനും, ഉനക്ക് എന്ന ന്യായമുണ്ട്. നിനക്കെന്ത് കാര്യം? അവന്റെ ജീവിതത്തിലെ 10 കുറവുകളെ നാം അങ്ങേ വാസിക്കും. അവന്റെ ജീവിതത്തിലെ 10 കുറവുകൾ നമുക്ക് കാണാം. അവൻ തിരുടനെ കാണുമ്പോൾ ഒരുമിച്ച് പോകുക, അവനെ കണ്ടാൽ അനുകൂലപ്പെടുന്നു, என்னுடைய வார்த்தைகளை அவனுக்கு பின்னால எரிந்து போடுகிறான், വചനങ്ങളെ പുറകിൽ എറിഞ്ഞു കളയുന്നു, வேசிய பாபத்துக்கு இடம் கொடுக்கிறான், വ്യഭിചാരത്തിന് ഇടം കൊടുക്കുന്നു. இப்படி 10 കാര്യങ്ങൾ കീഴെ വാസിக்கிறோம். ഇങ്ങനെ 10 കാര്യങ്ങൾ താഴെ വായിക്കാൻ കഴിയും. സി ഗ്രൂപ്പ്, അതാണ് സി ഗ്രൂപ്പ്. അവർ എന്ത വിധത്തിലും കൊണപ്പെട മാട്ടാர்கள், ഒരിക്കലും ഒരു വിധത്തിലും മാനസാന്തരപ്പെടില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இப்படி 3 ഗ്രൂപ്പ് ദേവസഭയിൽ ഉണ്ട്. ദൈവസഭയിൽ ഇങ്ങനെ 3 വിഭാഗമുണ്ട്. സഭയിൽ ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വരുகிறது. അതുകൊണ്ടാണ് സഭകളിൽ ചിലയിടങ്ങളിൽ ചില സംഘർഷങ്ങൾ വരുന്നത്. ആനാ പാസ്റ്റർ എസി തോമസ് അവർകൾ, എന്നാൽ പാസ്റ്റർ എസി തോമസ് അപ്പച്ചൻ എപ്പോഴും മഹിമയുള്ള സഭ എന്ന് ചൊല്ലുവാർ. താൻ എല്ലായ്പ്പോഴും മഹത്വമുള്ള ഒരു സഭ, തേജസ്സുള്ള സഭ എന്ന് പറയും. അപ്പൊ പാസ്റ്റർ ഡോൺ നമ്മോട് ഐക്യപ്പെട്ടതാണ് തുവക്ക നാൾക്കൾ. പാസ്റ്റർ ഡോൺ നമ്മളോട് കൂട്ടായ്മ പുലർത്തുന്ന ആരംഭ നാളുകൾ പാസ്റ്റർ ഡോൺ കേട്ടാർ. പാസ്റ്റർ ഡോൺ ചോദിച്ചു, എന്നാ പാസ്റ്റർ നിങ്ങൾ എപ്പോഴും ഗ്ലോറിയസ് ചർച്ച് എന്ന് சொல்றீங்க? പാസ്റ്റർ താങ്കൾ എപ്പോഴും ഇങ്ങനെ തേജസ്സുള്ള സഭയെന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ സഭയിൽ എത്ര കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, പാപങ്ങൾ, രഹസ്യ പാപങ്ങളെല്ലാം കാണപ്പെടുகிறது. പക്ഷെ നമ്മുടെ സഭയിലും എത്രവിധമായ കുറ്റങ്ങളും കുറവുകളും രഹസ്യ പാപങ്ങളും പോരായ്മകളൊക്കെ കാണുന്നുണ്ടല്ലോ. യേശുപ്പച്ചൻ சொன்னார். അപ്പോൾ യേശുപ്പച്ചൻ കൊടുത്ത മറുപടി, இந்த സഭയെ കുറിച്ചല്ല சொன்னேன், ഞാൻ ഈ കാണുന്ന സഭയെ കുറിച്ചല്ല പറയുന്നത്, കൊള്ളപ്പെട്ടതാണ് அந்த എ ഗ്രൂപ്പെ കുറിച്ച് താൻ പേസുகிறேன். ആ എടുക്കപ്പെടുന്ന എ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഹിമയുള്ള സഭ, അതാണ് തേജസ്സുള്ള സഭ, அதுதான்
ദേവനുടെ എടുത്തുകൊള്ളപ്പെട്ട സഭ, അതാണ് കർത്താവിന്റെ അടുക്കൽ എടുക്കപ്പെട്ട സഭ, മണവാട്ടി, അതാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. അതേക്കുറിച്ച് പേശിനാത്താൻ അത് നമുക്കുൾ ഉരുവാകും. അതിനെക്കുറിച്ച് സംസാരിക്കും തോറുമാണ് നമ്മളിൽ ഉരുവാകുന്നത്. അതിനാൽ തന്നെ മഹിമയുള്ള സഭ, മഹിമയുള്ള സഭ എന്ന് എപ്പോഴും ചൊല്ലുകിற. അതുകൊണ്ടാണ് തേജസ്സുള്ള സഭയെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് എടുത്തുകൊള്ളപ്പെട്ട സഭ, അത് എടുക്കപ്പെടുന്ന സഭ. அதற்காக അതിനായി இயேசு கிறிஸ்து கல்வாரியில் இவ்வளவும் பயங்கரமான வேதனைகளை சகித்து പാടുകൾ പെട്ട് മരിത്താർ. കർത്താവായ യേശു ഘോരമായ യാതനകൾ, വേദനകൾ, കഷ്ടങ്ങൾ സഹിച്ച് അതിനുവേണ്ടി 5-ാം അധികാരം 27-ാം വസനത്തെ വാസിക്കുമ്പോൾ, ലേഖനം 5:27 വായിക്കുമ്പോൾ, തീരെ മുതലാനത് ഒന്നുമില്ലാമൽ പരിശുദ്ധവും പിഴയറ്റതുமான മഹിമയുള്ള സഭയ്ക്കാക തമ്മേ താമേ അവർ നിർത്തിനാർ. കറാച്ചൊളുക്ക് മുതലായതൊന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ സഭയ്ക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ഒപ്പുകൊടുത്താർ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദേവനുക്ക് മഹിമയുള്ള സഭയ്ക്കാക, ദൈവത്തിനെ മഹിമയുള്ള அந்த മഹിമയുള്ള സഭയാകെ നാം എല്ലാവരും മാറ്റപ്പെട வேண்டும். നമ്മളെല്ലാവരും തന്നെ ആ തേജസ്സുള്ള സഭയായി മാറണം. അതற்காக ദേശத்துக்காக സഭയ്ക്കാக എല്ലാവരും കരങ്ങളെ ഉയർത്തി 500 സ്തോത്രം പണ്ണുങ്ക. ദേശത്തിനായി സഭയ്ക്കായി എല്ലാവരും കരങ്ങളെ ഉയർത്തി 500 സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഉക്കാറുണ്ട്. എല്ലാവർക്കും ഇരിക്കാം. പാസ്റ്റർ എംടിക്ക് എസി എന്ന് ചൊല്ലാവിട്ട തൂക്കം വരാതെ. പാസ്റ്റർ എംടിക്ക് എസി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല പോലും. അത് കറക്റ്റ് താ, ശരി തന്നെ. 1976-ാം ആണ്ട് ജൂൺ മാസം 20-ാം തീയതി എസി അപ്പച്ചൻ ഇത് തിരുവല്ല ഫൈത്തോമിൽ എന്നെ ആശീർവദിത്താർ. 1976 ജൂൺ മാസം 20-ാം തീയതി പാസ്റ്റർ എസി അപ്പച്ചൻ എന്റെ തലയിൽ കൈവച്ച് ഇതെനിക്ക് അനുഗ്രഹിച്ചതാണ്. കൂപ്പിടുവാങ്ങ കൊച്ചെ, എന്നെ കൊച്ചെ എന്നാ വിളിക്കാറ്. കൊച്ചെ ഇങ്ങ് വാ, കൊച്ചെ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ ആശീർവദിക്കപ്പോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആശീർവദിത്താർ, അനുഗ്രഹിച്ചു. അനേക കാര്യങ്ങൾ ചൊന്നാർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 15-20 നിമിഷം പല കാര്യങ്ങളെ ചൊല്ലി 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 ആവിയിൽ നിറമ്പി എന്നെ ആശീർവദിത്താർ. ഏറെക്കുറെ 15-20 മിനിറ്റ് പല കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ അവർ വിഷയം ചൊന്നാർ. അപ്പോൾ താനൊരു കാര്യം പറഞ്ഞു, നീ എന്നിൽ ഇരുന്ന് കറ്റുകൊണ്ടതാന കാര്യങ്ങളെ നീ വെളിപ്പെടുത്ത വേണ്ടി സഭയിൽക്ക് അറിയിക്ക വേണ്ടി. നീ എന്നോട് കണ്ടു പഠിച്ച കാര്യങ്ങളെല്ലാം നീ സഭയെ അറിയിക്കണം. അത് എപ്പടി അറിയിക്കും എനിക്ക് தெரியாது. അത് അന്ന് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതുതാൻ അപ്പോത് എനിക്ക് ஞாபகത്തിൽ വരുகிறது ഞാൻ ചൊല്ലുക. അതാണ് അതാത് സന്ദർഭങ്ങളിൽ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഏസി ചൊല്ലാവട്ടെ തൂക്കം വരാതെ, അത് ഉണ്മതാൻ. ഏസി എന്ന് പറഞ്ഞാൽ ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. എനക്ക് മറ്റുമല്ല ജനങ്ങൾക്കും എന്നാ ഉത്സാഹം. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ജനങ്ങൾക്കും അതൊരു ഉത്തേജനമാണ്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധവാനുകളെ കുറിച്ച് നാം പേശ വേണ്ടും. നാം വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എബ്രായർ 13-ാം അധികാരം 7-ാം വസനം. എബ്രായർ 13:7. അവരുടെ പടം വെച്ച് നാം പൂജിക്ക വേണമെന്റെ അർത്ഥമല്ല, അവരുടെ ചിത്രം വെച്ച് വണങ്ങണമെന്നല്ല പറയുന്നത്. മാല പോട വേണ്ടുമെന്റെ അർത്ഥമല്ല, അതിൽ പൂമാല ഇടണമെന്നും പറഞ്ഞില്ല. അവർ ചൊല്ലിത്തന്നതാണ് കാര്യങ്ങളും അവരുടെ ജീവിതത്തിൻ മുടിവ് നന്നാക നിனைத்து അത് നീ ചൊല്ല വേണ്ടും, ധ്യാനിക്ക വേണ്ടും. അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, അവർ നന്നായി ഓടി അവരുടെ ജീവിതം അവസാനിപ്പിച്ചത്, ഇതെല്ലാം ധ്യാനിക്കണം. അതിനായിട്ട് പരിശുദ്ധ പൗൽ சொன்னார். അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധികാരം 1-ാം വസനത്തിൻപടി, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ ക്രിസ്തുവെ പിൻപറ്റുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ പിൻപറ്റുങ്ങൾ. നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവെ പിൻപറ്റുക, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. സ്വഭാവത്തെ പിൻപറ്റുക, തന്റെ സ്വഭാവങ്ങളെ അനുഗമിക്കുന്നു. പാടുകളെ പിൻപറ്റുക, തന്റെ കഷ്ടങ്ങളെ അനുഗമിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്നെ പിൻപറ്റുങ്ങൾ, നിങ്ങളും എന്നെ അനുഗമിക്കുവിൻ. പരിശുദ്ധവാൻകളെ പിൻപറ്റ വേണ്ടും, വിശുദ്ധന്മാരെ അനുഗമിക്കണം. പരിശുദ്ധവാനുടെ പേര് ചൊല്ല വേണ്ടും, വിശുദ്ധന്മാരുടെ പേരുകൾ അവർ ചൊല്ലിത്തന്ന നല്ല നല്ല കാര്യങ്ങളെ നാം പേശ വേണ്ടും, പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ ഏറ്റു പറയണം. പക്ഷേ ഏസി തോമസ് അടിക്കടി ഉങ്ങൾക്കും തെരിയും മഹിമയുള്ള സഭ എന്ന് ചൊല്ലുവാർ. യേശപ്പച്ചൻ കൂടെ കൂടെ തേജസ്സുള്ള സഭ എന്ന് പറയും. നിങ്ങളിൽ പലർക്കും അതറിയാം. നിങ്ങൾ വേണേ പാരുങ്ക. പാസ്റ്റർ ഡോണിന്റെ ജീവചരിത്രം എന്റെ ഒരു പുസ്തകം ഇറങ്ങിയിരിക്കും. പാസ്റ്റർ ഡോണിന്റെ ജീവചരിത്ര പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് മലയാളത്തിലുണ്ട്, ആംഗലത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുമുണ്ട്. വാങ്ങി പഠിയുക, വാങ്ങി വായിക്കൂ. അതിന്റെ ഒരു പകുതിയിലെ പാസ്റ്റർ ഡോൺ പക്ഷേ ഏസിയോട് പേസുകിற ഒരു പേസ്റ്റ് ഉണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണം ആ പുസ്തകത്തിൽ ഒരു ഭാഗത്തുണ്ട്. അങ്ങ് അവർ എഴുതിയിരിക്കുന്നത്, അവിടെ അത് എഴുതിയിട്ടുണ്ട്.
போன வாரத்தில் நான் அது படித்தேன். കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് വായിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. നമ്മുടെ പരിശുദ്ധവാങ്ങൾ പോന്നതാണ് വഴികൾ, പാടുകൾ, അതെല്ലാം നാം ചിന്തിക്ക വേണ്ടും, சொல்ல வேண்டும், அப்படியே നാമും പോക വേണ്ടും. നമ്മുടെ വിശുദ്ധന്മാർ കടന്നുപോയ പാടുകളും പാതകളും നമ്മളും അറിയണം, നമ്മളത് ചിന്തിക്കണം, നമ്മളത് പറയണം. 1941 ആണ്ടിൽ പാസ്റ്റർ എ.സി. തോമസ് സിലോണിലിരുന്ന് തിരുവല്ലാവുക്ക് മാറ്റപ്പെട്ടവർ വந்தார். 1941 താൻ സിലോണിൽ നിന്ന് തിരുവല്ലയ്ക്ക് സ്ഥലം മാറ്റപ്പെട്ട് യേശുപ്പച്ചൻ. അപ്പോൾ ഇങ്ങനെ ഒരു പാസ്റ്റർ இருந்தார், അവർ നമ്മെ വിട്ട് വിലകുന്ന പാസ്റ്റർ പി.എം. ജോർജ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ പി.എം. ജോർജ് താൻ നമ്മെ വിട്ടുപോയി. വിലകില്ല, നമ്മെ വിട്ടുപോയി. എവ്വളവും പാടുപെട്ട, എത്രയോ കഷ്ടപ്പെട്ടു, എവ്വളവും കഷ്ടപ്പെട്ടു, എത്രയോ പ്രയാസമായിരുന്നു. എന്നാൽ அந்த കഷ്ടത്തില് അവരെല്ലാം കഷ്ടപ്പെട്ട് സഹിച്ച് 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 തിരുവല്ല വേലയെ കെട്ടി എഴുപ്പിനാർ. എന്നാൽ യേശുപ്പച്ചൻ ഈ കഷ്ടതകളും പ്രയാസങ്ങളെല്ലാം താൻ അനുഭവിച്ച ഉടനെ വേലയെ പടുത്തുയർത്തി. ആ പാടുകളെ നാം മറന്നു പോകക്കൂടാതെ. താൻ അനുഭവിച്ച കഷ്ടതകൾ அந்த நேரத்திலே പാസ്റ്റർ പോൾ കോഴഞ്ചേരിയിൽ വந்தாർ. ആ കാലയളവിൽ പാസ്റ്റർ പോൾ താൻ കോഴഞ്ചേരിയിൽ വന്നു. അപ്പൊ പാസ്റ്റർ എ.സി. തോമസ് കോഴഞ്ചേരിയിൽ അവരെ പാർക്ക പോന്നു. യേശുപ്പച്ചൻ തന്നെ കാണാൻ കോഴഞ്ചേരിയിൽ പോയി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് சொன்னா പാസ്റ്റർ വാടക കൊടുത്തിട്ട് ഇത്താന മാസം മാച്ചു. പാസ്റ്റർ വാടക കുടിശ്ശിക ഇത്ര മാസത്തെയുണ്ട്. ഏതാവതും വിധത്തിൽ ഉദവി ചെയ്യണമെന്ന് சொன்னார். എന്തെങ്കിലും സഹായം ചെയ്യണം. சொன்னா நான் உனக்காக ஜெபிக்கிறேன், நீ போ என்று சொன்னார். പ്രാർത്ഥിച്ചോളാം, നീ പോയിക്കോ എന്ന് പറഞ്ഞു. 10 പൈസ കൊടുക്ക പാസ്റ്റർ പോൾക്കും കയ്യിൽ പണമില്ല. 10 പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ദുഃഖപ്പെട്ട് വരവില്ല. എങ്കിലും സങ്കടപ്പെട്ടല്ല വന്നത്, സന്തോഷത്തോടെ വന്ന താൻ സന്തോഷത്തോടെയാണ് വന്നത്. വരുകിற വഴിയിലെ അവർക്ക് ഏതോ ഓഫറിങ് കടിച്ച് വാടകയെല്ലാം കൊടുത്ത, വരുന്ന വഴിയിൽ തന്നെ കാണിക്ക കിട്ടി, താൻ വാടക കൊടുത്തു. അപ്പടി നമ്മുടെ ഊഴിയം മികവും മികവും കഷ്ടത്തിൽ ഉരുവാക്കപ്പെട്ട ഒരു സഭതാണ്. ഇങ്ങനെ നമ്മുടെ വേല വളരെ ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ഉരുവാക്കുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ കണ്ടാൽ എല്ലാം ഉണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആയാൽ പാടുകളെ കുറിച്ച് നാം മറന്നു പോകക്കൂടാതെ, പരിശുദ്ധവാങ്ങളുടെ കഷ്ടങ്ങൾ നാം മറക്കക്കൂടാതെ. ആകയാൽ വിശുദ്ധന്മാരനുഭവിച്ച കഷ്ടതകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. കഷ്ടം എന്നത് അപ്പോസ്തലിക ഉപദേശത്തിൽ ഒരു ഉപദേശം താൻ. കഷ്ടത എന്നത് അപ്പോസ്തലികമായ ഉപദേശങ്ങളിൽ ഒന്ന് തന്നെ. ഫിലിപ്പിയർ 1-ാം 27-28 വചനങ്ങൾ. ഫിലിപ്പിയർ 1:27-28 വചനങ്ങൾ. ഇനി ഒരു വസനത്തെ വാസിത്ത് ചറ്റു ധ്യാനിക്കും. ഒരു തിരുവചനം വായിച്ച് അല്പസമയം. ഇപ്പോൾ മധുര കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കും. ഇതോടൊപ്പം മധുരയിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നയുമില്ല, അവിടെ ഒന്നും തടസ്സങ്ങളൊന്നുമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ ദേവനുടെ ഊഴിയം ദേവൻ ചെയ്യുവാർ. ദൈവം തന്റെ വേലയെ നടത്തിക്കൊണ്ടുപോകും. മധുര കൺവെൻഷനും ദേവൻ പുറപ്പെടുത്ത ആശീർവദിക്കപ്പെട്ടതിനാൽ സ്തോത്രം. മധുര കൺവെൻഷനെയും ദൈവം ഏറ്റെടുത്ത് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇനി ഒരു വസനത്തെ വാസിത്തെ സെറ്റ് ധ്യാനിക്കും. ഒരു വചനം വായിച്ച് നമുക്കത് ധ്യാനിക്കാം. യാവർക്കും തെരിഞ്ഞ ഒരു വസനം, നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ, എന്നാൽ അത് അപ്പോസ്തലിക ഉപദേശത്തിലെ മേന്മയോൻ ഉപദേശം. എന്നാൽ അപ്പോസ്തലിക ഉപദേശങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയത്തുക്കാക നമ്മുടെ സഭ പോരാടുகிறது, നിലയ്ത്തിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് സഭ നിൽക്കുന്നതും പോരാടുന്നതും. വെളിപ്പെടുത്തുന്നൽ 3-ാം അധികാരം 21-ാം വചനം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വചനം. അത് പാരാമൽ നിങ്ങൾക്ക് യാവർക്കും ചൊല്ല മുടി. നിങ്ങൾക്കെല്ലാം ഹൃദിസ്ഥമായ വചനമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. நான் ஜெயம் கொண்டு என் பிதாவின் நான் ஜெயம் கொண்டு என் பிதாவினோட சிங்காசனத்தில் இருந்தது போல ஜெயம் கொள்ளுகிறவன் எவனோ அவனும் என்னுடைய சிங்காசனத்தில் என்னோடு கூட இருக்க அருள் செய்வேன். தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. இங்கே இயேசு கிறிஸ்து മനുഷ്യാവതാരം എടുത്ത് യേശു എന്ന നാമത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ട കർത്താവ് മനുഷ്യാവതാരമെടുത്ത യേശു എന്ന പേരിൽ ഭൂമിയിൽ വെളിപ്പെട്ടു. അവനും ഒരു ജയജീവിയം ചെയ്ത, താൻ ജയജീവിതം നയിച്ചു. 4 വിഷയത്തിൽ അവർ ജയിത്ത. താൻ 4 കാര്യങ്ങളിൽ ജയമെടുത്തു. ഉലകത്തെ ജയിത്ത, ലോകത്തെ ജയിച്ചു. 2ാമത് പിശാചെ ജയിത്ത, പിശാചിനെ ജയിച്ചു. 3ാമത് മരണത്തെ ജയിത്ത, 3ാമതായി മരണത്തെ ജയിച്ചു. 4ാമത് പാതാളത്തെ ജയിത്ത. 4ാമത് പാതാളത്തെ ജയിച്ചു. നാം
5 വിഷയത്തെ ജയിക്ക വേണം. പക്ഷെ നാം 5 കാര്യങ്ങളിൽ ജയമെടുക്കണം. യേശുവിന് 4, യേശുവിന് 4 ആണെങ്കിലും നമുക്ക് 5. നമുക്ക് 5. അഞ്ചാമത്തേത് മാംസത്തെ ജയിക്ക വേണം. നാം ജഡത്തെ ജയിക്കണം. ഉലകം, മാംസം, പിശാച്, മരണം, പാതാളം. ലോകം, ജഡം, സാത്താൻ, മരണം, പാതാളം. യേശുവുക്കുൾ മാംസമില്ല, എന്നാൽ യേശുവിൽ ജഡമില്ലായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആனா சிலர் சொல்லுகிறார்கள் அவர் மாம்சத்தில் பிறந்தார் என்று எழுதியிருக்க, ஆனபடினால் அவருக்குள் ஒரு மாംസം ഉണ്ട്. ചിലർ പറയുന്നുണ്ട് യേശു ജഡത്തിൽ ജനിച്ചു, അതുകൊണ്ട് തന്നിൽ ജഡം ഉണ്ടായത്. യോവാൻ എഴുതിന സുവിശേഷം 1-ാം അധികാരം 14-ാം വചനത്തെ വാസിക്കുമ്പോൾ, യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വചനം വായിച്ചാൽ, അവർ കൃപയും സത്യവും നിറഞ്ഞവരാക മാംസത്തിൽ വെളിപ്പെട്ടാർ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. அந்த வார்த்தை மாம்சமாகி, அந்த வார்த்தை மாம்சமாகி கிருபையினாலும் சத்தியத்தினாலும் நிறைந்தவராக நமக்குள்ளே வாசம் பண்ணினார். அப்ப அந்த இடத்தில் மாம்சம் என்ற ஒரு வார்த்தையை பார்க்கிறோம். അവിടെ നമുക്ക് ജഡം എന്ന ഒരു പദം കാണാം. இந்த மாம்சம் என்பது எதை வெளிப்படுத்துகிறது? ഈ ജഡം എന്തിനെ കാണിക്കുന്നു? ഇത് ശരീരത്തെ വെളിപ്പെടുത്തുക. ഇത് ശരീരത്തെയാണ് കാണിക്കുന്നത്. എബ്രായർ 10-ാം അധികാരം 5-6 വചനങ്ങളെ വാസിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ന്റെ 5-6 വചനങ്ങൾ, ഉമ്മത് സിത്തം ചെയ്യ ഇതോ വരുകിற നീർ എനക്കൊരു ശരീരത്തെ ആയത്തം പണിനീർ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ശരീരം ഇരാവിട്ടാൽ ദേവസിത്തം ചെയ്യ മുടിയും. ശരീരം കൂടാതെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ കഴിയില്ല. ദേവസിത്തം ചെയ്യുമ്പടിയാക യേശു ഭൂമിയിൽ വെളിപ്പെട്ട. യേശു ഭൂമിയിൽ വന്നത് ദൈവ ഇഷ്ടം ചെയ്യുവാനാണ്. അതற்காக യേശുവിക്ക് ഒരു ശരീരത്തെ തന്ന. അതിനുവേണ്ടി യേശുവിന് ഒരു ശരീരം നൽകപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്തടത്തെ മാംസം എന്ന് എഴുതിനാലും കൂടെ, അവിടെ ജഡമെന്ന് എഴുതിയെങ്കിൽ തന്നെയും മാംസം അവരുടെ ശരീരത്തെ വെളിപ്പെടുത്തുക. അവിടെ ആ പറഞ്ഞിരിക്കുന്ന ജഡമെന്നത് തന്റെ ശരീരത്തെ കാണിക്കുന്നു. മാംസമില്ല എന്ന് നാം ചൊല്ലുന്നതിനോട് അർത്ഥം എന്നെ? എന്നാൽ ജഡമില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം, ഗലാത്യർ 5-ാം അധികാരം 17-ാം വചനത്തെ വാസിക്കുമ്പോൾ, ഗലാത്യർ 5:17 വായിക്കുമ്പോൾ, മാംസത്തിൻ ക്രിയകൾ വെളിയരംഗമായിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. അവയാവന് അത് എന്ന് ചൊല്ലി 17 കാര്യങ്ങളെ നാം അങ്ങ് വാസിക്കും. അതെന്തൊക്കെയാണെന്ന് 17 കാര്യങ്ങൾ തുടർന്ന് കാണാം. 17 പാപസ്വഭാവം, 17 പാപസ്വഭാവം, പാപക്രിയകൾ, പാപത്തിന്റെ പ്രവൃത്തി, മനതിലെ എണ്ണങ്ങൾ, മനസ്സിലെ വിചാരങ്ങൾ, ആവി ആത്മ ശരീരത്തിൽ വരപ്പോകുന്ന 17 കാര്യങ്ങൾ. നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ വരാവുന്ന 17 കാര്യം. കോപങ്ങൾ, എരിച്ചിലുകൾ, കസപ്പുകൾ, വൈരാഗ്യങ്ങൾ എന്നെല്ലാം വാസിക്കും. കോപം, ക്രോധം, നീരസം എന്നൊക്കെ നമുക്ക് തുടർന്ന് കാണാം. മാംസം 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 എന്ന് ചൊല്ലുക. ഇതിനെയൊക്കെയാണ് നാം ജഡം ജഡം എന്ന് പറയുന്നത്. പാപം, ഇതാണ് പാപം. യേശുവിൽ പാപമില്ല. യേശുവിൽ പാപമില്ല. നമുക്ക് യാവർക്കും തെരിയും, നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിനുടെ മനതിൽ പാപമില്ല. യേശുവിന്റെ മനസ്സിൽ പാപമില്ല. 2 കൊരിന്ത്യർ 5-ാം അധികാരം 21-ാം വചനത്തിൽ വാസിക്കും. 2 കൊരിന്ത്യർ 5:21 നമുക്കത് കാണാം. പാപമറിയാത്ത അവരെ നമുക്കാക നാം ദേവനീതിയാകുമ്പടിക്ക് അവർ പാപബലിയാക ഒപ്പുകൊടുത്താർ എന്ന് വാസിക്കും. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ നമുക്കായി ദൈവം യാഗമായി സമർപ്പിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ ശരീരത്തിലും പാപമില്ല. യേശുവിന്റെ ശരീരത്തിലും പാപമില്ല. ഹൃദയത്തുക്കുൾ പാപമില്ല. യേശുവിന്റെ ഹൃദയത്തിനുള്ളിലും പാപമില്ല. യേശു പാപം അറിയാത്തവർ, യേശു പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, യേശുവുക്കുൾ പാപമില്ല, അവനിൽ പാപമില്ല. അതിനാണ് അവരിൽ മാംസമില്ല. അതുകൊണ്ടാണ് അവനിൽ ജഡമില്ല. അവർ മാംസത്തെ ജയിക്ക വേണ്ടി ആവശ്യമില്ല. ആകയാൽ ജഡത്തെ ജയിക്കേണ്ടതില്ല. ഉലകത്തെ ജയിക്ക വേണ്ടും. ലോകത്തെ ജയിക്കണം. പിശാചെ ജയിക്കണം. പിശാചിനെ ജയിക്കണം. മരണത്തെ ജയിക്കണം. പാതാളത്തെ ജയിക്കണം. ഈ 4 വിഷയത്തെ അവർ ജയിത്താർ. താൻ ഈ 4 കാര്യങ്ങളെ ജയിച്ചു. മരണത്തെയും പാതാളത്തെയും ജയിച്ച വേളയിൽ, മരണത്തെയും പാതാളത്തെയും ജയിച്ചപ്പോൾ എന്നെ சொன்னார், താൻ എന്ത് പറഞ്ഞു? ഏ മരണമേ ഉൻ കൂർ എങ്കെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ, പാതാളമേ ഉൻ ജയം എങ്കെ, പാതാളമേ നിന്റെ ജയം എവിടെ? മരണത്തിൻ കൂർ പാപം, പാപത്തിൻ ഫലം ന്യായപ്രമാണം. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യേശു മരണത്തെ ജയിത്താർ. യേശു മരണത്തെ ജയിച്ചു. യേശു പാതാളത്തെ ജയിച്ചു. യേശു പാതാളത്തെ ജയിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഈ 5 വിഷയത്തിൽ നാമും ജയമെടുക്ക വേണ്ടും. നാം ഈ 5 കാര്യങ്ങളിലും ജയമെടുക്കണം. എപ്പടി ജയത്തെ എടുക്ക മുടിയും? എങ്ങനെ നമുക്ക് ജയം പ്രാപിക്കാം?
முதலாம் கொரிந்தியர் 15ஆம் அதிகாரம் 57ஆம் வசனத்தை வாசிக்கும்போது 1 கொரிந்தியர் 15:57 இயேசு கிறிஸ்து மூலமாக ஜெயத்தை கொடுக்கிற தேவாதி தேவனுக்கு ஸ்தோத்திரம் என்று வாசிக்கிறோம். ആകയാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് വായിക്കുന്നു. യേശുവിലൂടെ നാം ജയത്തെ പെற்றுകൊള്ളുന്നു. നാം യേശു മുഖാന്തരം ജയമെടുക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ നാം ജയത്തെ പെറ്റ് ജീവിക്കണം. അതുകൊണ്ട് ജയം പ്രാപിച്ച് ജീവിക്കാം. இந்த യേശു இந்த ஜெயத்தை பெறும்படிக்கு ഈ ജയമെടുക്കുവാനായി നമ്മുടെ കർത്താവ് അവർ ഭൂമിയിൽ വരുகிறதுக்கு മുന്തി താൻ ഭൂമിയിൽ വരും മുമ്പേ പിതാവാം ദൈവം അവരെ അഭിഷേകിത്താർ എന്ന് നാം വാസിക്കുന്നു. പിതാവായ ദൈവം തന്നെ അഭിഷേകം ചെയ്തു എന്ന് വായിക്കുന്നു. എപ്പോത് അഭിഷേകത്തെ പെറ്റുകൊണ്ടാർ, നമ്മുടെ കർത്താവ് എപ്പോഴാണ് അഭിഷിക്തനായത്? ചിലർ ചൊല്ലുവാர்கள், ചിലർ പറയും യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം എടുത്ത് வெளியே வரும்போது பரிசுத்தாவியானவர் பிராவே போல அவர் மேல் இறங்கினார், அதுதான் அவர் பெற்ற அபிஷேகம் என்று சொல்லுகிறார். താൻ യോർദാൻ നദിയിൽ മുങ്ങി താൻ കരകയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തന്റെ മേൽ വന്നപ്പോഴാണ് താൻ അഭിഷിക്തനായതെന്ന് ചിലർ പറയും. അതല്ല പക്ഷേ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യേശു എപ്പോഴേ അഭിഷേകം പണ്ണപ്പെട്ട എപ്പോഴാണ് നമ്മുടെ കർത്താവ് അഭിഷിക്തനായത്? മലകൾ പർവ്വതങ്ങൾ ഉരുവാകുന്നതിനു മുന്തി നീർ എന്നെ അഭിഷേകിത്താർ എന്റെ നീതിമൊഴികൾ 8ആം അധികാരം 23ആം വചനത്തിൽ വായിക്കുന്നു. സദൃശവാക്യം 8:23 വായിക്കുമ്പോൾ പർവ്വതങ്ങളെല്ലാം ഉളവാകും മുമ്പേ അവൻ എന്നെ ഞാൻ അഭിഷിക്തനായി എന്നവിടെ കാണുന്നു. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതൽക്കൊണ്ട് അനാദിയായി ഞാൻ അഭിഷേകം പണ്ണപ്പെട്ട നിയമിതനായി അഥവാ അഭിഷിക്തനായി എല്ലാം ഉരുവാകുന്നതിനു മുന്തി എല്ലാം ഉളവാകും മുമ്പേ ഞാൻ അഭിഷേകം പണ്ണപ്പെട്ട ഞാൻ അഭിഷിക്തനായി. അതിനാൽ താൻ പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ ആകയാൽ വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ എഫേസ്യർ 1-ാം അധികാരം 4-ാം വചനത്തിൻപടി എഫേസ്യർ 1:4 പ്രകാരം അൻപിൽ പരിശുദ്ധമുള്ളവരും കുറ്റമറ്റവരുമായി ഇരുപ്പതற்கு ഉലക തോற்றத்துக்கு മുന്നമേ യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്താറുണ്ട് നാം വാസിക്കണം. നാം സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുന്നമേ ക്രിസ്തു യേശുവിൽ നമ്മെ തെരഞ്ഞെടുത്ത പ്രകാരം തെരഞ്ഞെടുത്തു. ക്രിസ്തു യേശു എന്ന് വാസിക്കണം. ആകയാൽ ക്രിസ്തു യേശുവിൽ എന്ന് വായിക്കുന്നു. ക്രിസ്തു എന്ന് சொன்னால் അർത്ഥം എന്നെ, ക്രിസ്തു എന്നാൽ അർത്ഥം എന്താണ്? അഭിഷക്തൻ. അഭിഷിക്തൻ. അപ്പൊ അവര് അപ്പോഴേ അഭിഷക്തരാക കാണപ്പെട്ട താൻ അന്നു മുതലേ അഭിഷിക്തനായിരുന്നു. ഉലക തോற்றத்துக்கு മുന്നമേ ലോകസ്ഥാപനത്തിനും എല്ലാം സൃഷ്ടിക്കുന്നതിനു മുന്നമേ എല്ലാം സൃഷ്ടിക്കപ്പെടും അഭിഷക്തരാക കാണപ്പെട്ട താൻ അഭിഷിക്തനായിരുന്നു. അന്ത യേശു മൂലமாக എല്ലാവற்றையும் സൃഷ്ടിത്താർ. ആ ക്രിസ്തേശു മുഖാന്തരം എല്ലാം സൃഷ്ടിച്ചു. അത് മാത്രവുമല്ല 1 പേതുരു 1-ാം അധികാരം 20-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 പത്രോസ് 1:20 വചനം ഉലക തോற்றத்துக்கு മുന്നമേ അവർ കുറിക്കപ്പെട്ടാർ എന്ന് വാസിക്കും. താൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുൻനിയമിക്കപ്പെട്ടവനുമായിരുന്നു. അടുത്ത അവർ ഉലക തോറ്റം മുതൽ അടിക്കപ്പെട്ടാർ എന്ന് വാസിക്കും. അടുത്തതായി ലോകസ്ഥാപനം മുതൽക്ക് അറുക്കപ്പെട്ടു എന്ന് കാണുന്നു. മൂന്നാമത് കടേസി നാളുകളിൽ വെളിപ്പെട്ടാർ. മൂന്നാമതായി ഈ അന്ത്യനാളുകളിൽ വെളിപ്പെട്ടവനുമാകുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യേശു ഭൂമിയിൽ വരുகிறதுக்கு മുന്തി കർത്താവ് ഭൂമിയിൽ വരും മുമ്പേ അവർ പിതാവാം ദേവൻ ചെയ്ത കാര്യങ്ങൾ, പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. 1 പേതുരു 1-ാം അധികാരം 20-ാം വചനത്തിൽ 1 പത്രോസ് 1:20 ഉലക തോറ്റத்துக்கு മുന്നമേ അവർ കുറിക്കപ്പെട്ട ലോകസ്ഥാപനത്തിന് മുൻപേ മുൻനിയമിക്കപ്പെട്ടവനായിരുന്നു. അടുത്ത വെളിപ്പെടുത്തൽ 13-ാം അധികാരം 8-ാം വചനത്തിൻപടി വെളിപ്പാട് 13:8 പ്രകാരം ഉലക തോറ്റം മുതൽ അടിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അടുത്ത മൂന്നാമത് 1 പേതുരു 1-ാം അധികാരം 20-ാം വചനത്തിനുടെ കടേസി പകുതിയിൽ കടേസി നാൾക്കളിൽ വെളിപ്പെട്ട 1 പത്രോസ് 1:20 അവസാന ഭാഗങ്ങളിൽ കാണുന്നു ഈ അന്ത്യനാളുകളിൽ വെളിപ്പെട്ടവനുമാകുന്നു. അത് താൻ കന്യക മറിയാമിൻ മൂലെ അവർ ഉലകത്തിൽ വെളിപ്പെട്ട കന്യകാമറിയിലൂടെ താൻ ഭൂജാതനായത്. അതുക്ക് മുന്തി കുറിക്കപ്പെട്ടാർ, അതിനു മുൻപേ മുൻനിയമിക്കപ്പെട്ടു. ഉലകത്തോറ്റം മുതൽ അടിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽക്ക് അറുക്കപ്പെട്ടു. ദേവൻ അവരെ അഭിഷേകം പണ്ണപ്പെട്ട താൻ അഭിഷിക്തനായി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വിവിധமாக അവർ ഉലകത്തിൽ വെളിപ്പെട്ട്
താൻ ഇങ്ങനെ ലോകത്തിൽ പ്രത്യക്ഷനായി പിതാവിനുടെ ചിത്തം പൂർണ്ണമാക ചെയ്താർ. പിതാവിന്റെ തിരുഹിതം സമ്പൂർണമായി ചെയ്തു. യോവാൻ 5-ാം അധികാരം 19-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 5:19 പിതാവാനവർ ചെയ്கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അன்றி താമാക ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്ത് പുത്രൻ കാണുന്നതൊഴികെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. അവർ പൂർണ്ണമാക ദേവചിത്തം ചെയ്താർ. താൻ സമ്പൂർണമായും ദൈവഹിതം ചെയ്തു. പിതാവാനവർ ചെയ്கிறது എതുവോ അതേ അன்றി കുമാരൻ താമാക ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്യുന്നതായി പുത്രൻ കാണുന്നതല്ലാതെ പുത്രൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. അവരും ദേവാദി ദേവൻ താൻ. താനും ദൈവാധിദൈവം അവർ തന്നെയാണ്. സർവവ്യാപിതാൻ. താൻ സർവവ്യാപി, സർവജ്ഞാനിതാൻ. സർവജ്ഞാനിയാണ്, സർവവല്ലമയുള്ള സർവശക്തനാണ്, സൃഷ്ടിക്കപ്പെടാത്ത ദൈവമാണ്. പിതാവും അവരും തുല്യ ദൈവം. പിതാവും താനും സമന്മാരായ ദൈവം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ஆனால் இப்போது பிதாவுக்கு கீழ்ப்படிந்து பிதாவினுடைய சித்தம் செய்யும்படிக்கு உலகத்தில் வெளிப்பட்டார். എന്നാൽ ഇപ്പോൾ പിതാവിന് വിധേയപ്പെട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ലോകത്തിൽ വെളിപ്പെട്ടു. அதனால தான் யோவான் 5-ാം അധികാരം 30-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 5:30 നമ്മൾ വായിക്കുമ്പോൾ സ്വയമാക ഒന്നും ചെയ്വതില്ല. താൻ സ്വയമേ ഒന്നും ചെയ്തില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർക്കൊരു സ്വയം കാണപ്പെട്ടത്. തന്നിൽ ഒരു സ്വയം ഉണ്ടായിരുന്നു. സ്വയമാക ഏതും ചെയ്യലാം, എന്നാലും സ്വയമായി എന്തും ചെയ്യാം. അവർ ചെയ്യവില്ല. പക്ഷെ ചെയ്തില്ല. ഞാൻ സ്വയമാക ഒന്നും ചെയ്യവില്ല. ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല. എല്ലാം പിതാവിനിടത്തിൽ കേട്ട് 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 ഞാൻ ചെയ്ത. എല്ലാം പിതാവിനോട് ആലോചന ചോദിച്ചു മാത്രം ചെയ്തു. അത് സുവിശേഷത്തിൽ നാം വിളങ്ങിക്കൊള്ളല. അത് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. இந்த 5 அப்பத்தை அவர் எடுத்து 5000 പേരെ പോഷിത്താർ. 5 അപ്പം എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചു. 5 அப்பத்தை കയ്യിൽ ഏന്തിന ഉടനെ 5 അപ്പം കയ്യിൽ എടുത്ത ഉടൻ അങ്ങ് എന്നെ ചെയ്ത അവിടെ എന്ത് ചെയ്തു? ഉടനെ പിട്ടൊന്നും കൊടുക്കവില്ല. അത് ഉടനെ അങ്ങ് എല്ലാവർക്കും നുറുക്കി കൊടുത്തില്ല. കയ്യിൽ ഏന്തിന ഉടനെ കയ്യിലേന്തിയ ഉടൻ അവർ പരലോകത്തേക്ക് നോക്കി പാർത്താർ. താൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, പിതാവേ ഞാൻ എന്നെ ചെയ്യ വേണ്ടും. പിതാവേ ഞാൻ എന്ത് ചെയ്യണം? 5 അപ്പം എൻ കയ്യിൽ ഇരിക്കുന്നത്. എന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടല്ലോ. 5000 പേര് ഉட்கார்ந்து ഇവിടെ 5000 പേരിൽ പരമുണ്ടല്ലോ. இப்போது நான் என்ன செய்ய? ഞാൻ എന്ത് ചെയ്യും? പിതാവ് അങ്ങ് சொன்னார், പിട്ട് 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 കൊടുക്ക சொன்னார். പിതാവ് പറഞ്ഞു നുറുക്കി കൊടുക്കുക. അവർ പിട്ട് കൊടുത്ത. താൻ നുറുക്കി കൊടുത്തു. യോവാൻ 11-ാം അധികാരത്തിൽ വരുമ്പോൾ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ലാസർ കല്ലറയിൽ, ലാസറിന്റെ കല്ലറയ്ക്കൽ, കല്ലറയിൽ യേശു വന്ന് നിൽക്കുന്നു. യേശു കല്ലറയ്ക്കൽ വന്ന് നിൽക്കുന്നു. അങ്ങ് മാർത്താളുമുണ്ട്, മറിയാളുമുണ്ട്. അവിടെ മാർത്തയുണ്ട്, മറിയയുണ്ട്. മാർത്താൾ പല അവിശ്വാസത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മാർത്ത അവിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 4 നാളായി വിട്ടു. 4 ദിവസമായല്ലോ. നാറുമേ നാറ്റം വെച്ചല്ലോ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് നീ വിശ്വാസിത്താൽ ദേവനുടെ മഹിമയെ കാൺപാൻ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കല്ല് മാറ്റ சொன்னார். ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ഉടനെ കല്ല് മാറ്റിന. കല്ലുരുട്ടി മാറ്റി. യേശു ലാസറെ പാർത്താർ. യേശു ലാസറിനെ നോക്കി. കട്ടപ്പെട്ടവനാക ഉള്ളുക്കുള്ള പടുത്ത് അവൻ അവിടെ കെട്ടപ്പെട്ടവനായി ഉള്ളിൽ കിടക്കുന്നു. ഉടനെ ലാസറെ വെളിയെ വാ എന്ന് சொல்லவில்லை. ലാസറെ പുറത്തു വരിക എന്ന് ഉടനെ പറഞ്ഞില്ല. അന്റെ അടുത്ത് നാം എന്നെ വാസിക്കും. അവിടെ എന്ത് വായിക്കുന്നു? യേശു പരലോകത്തേക്ക് നോക്കി പാർത്താർ. യേശു സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, പിതാവേ ഞാൻ എന്നെ ചെയ്യ വേണ്ടും. പിതാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പിതാ சொன்னார். പിതാവ് പറഞ്ഞു, ലാസറെ വെളിയെ വാ എന്ന് ചൊല്ല്. ലാസറെ പുറത്തു വരിക എന്ന് പറയുക. ഉടനെ യേശു சொன்னார். ഉടനെ യേശു പറഞ്ഞു, അത പിതാവാനവർ ചെയ്கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അன்றി താമാക ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്യുന്നതായി പുത്രൻ കാണുന്നതൊഴികെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. അപ്പടി ദേവസിത്തം ചെയ്തതായ ഒരു ദൈവം അല്ലെങ്കിൽ മനുഷ്യൻ. അങ്ങനെ ദൈവ ഇഷ്ടം ചെയ്തതായ നമ്മുടെ കർത്താവ് മനുഷ്യൻ. മേലും യോവാൻ 8-ാം അധികാരം 29-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 8:29 തുടർന്ന് കാണാം. നാം എന്നെ വാസിക്കണം. എന്താണ് വായിക്കുന്നത്? എന്നെ അനുപ്പിനവർ എന്നുടൻ ഇരിക്கிறார். എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട്. അവർക്ക് സിദ്ധമാനത് എപ്പോഴും ഞാൻ ചെയ്യുകപടിയാൽ അവർ എന്നെ തനിമയായി ഇരിക്ക വിടവില്ല. ഞാനില്ല ഇപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നെ അനുപ്പിനവർ എന്നുടൻ ഇരിക്கிறார். എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട്.
நான் எப்போதும் அவருக்கு சித்தமானதை செய்கிறபடியினால் ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് മാത്രം அவர் என்னை ചെയ്യുന്നുണ്ട്. தனிமையாயிருக்க விடவில்லை. താൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. தேவன் நம்மை தனிமையாக விடமாட்டார். ദൈവം നമ്മെ തനിയെ വിടുകയില്ല. நான் உன்னோடு இருப்பேன் என்று தேவன் சொன்னார். ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ദൈവം പറഞ്ഞു. உலகத்தின் முடிவு பரியந்தம் உன்னோடு இருப்பேன் என்று சொன்னார். ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെ நான் ഉണ്ടെന്ന് உன்னை പറഞ്ഞു. விட்டு விலகுவதுமில்லை, கைவிடுவதுமில்லை. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. யாருக்காக? ഇതാർക്കു വേണ്ടി? யாருக்காக இந்த வாக்குத்தத்த வசனம்? ആർക്കാണ് ഈ വാഗ്ദത്തങ്ങളെല്ലാം? சுய சித்தம் செய்யாமல் தேவ சித்தம் செய்கிற தேவ மனுஷனுக்காக. സ്വയഷ്ടം ചെയ്യാതെ ദൈവ ഇഷ്ടം മാത്രം ചെയ്യുന്ന ദൈവമക്കൾക്ക് நீ വേണ്ടി. சுய சித்தம் செய்து கொண்டிருந்தால், നിങ്ങൾ സ്വയഷ്ടമാണ് ചെയ്തതെങ്കിൽ, மனசும் மாம்சமும் விரும்பி காரியங்கள் செய்த, ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്താൽ, அப்ப இந்த வசனம் உனக்கு ஏற்காது. ഈ വചനം നിനക്ക് ബാധകമല്ല, நான் உன்னை ഫലിക്കില്ല. கைவிடுவதும் இல்லை, விட்டு விலகுவதும் இல்லை. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. இயேசு நிரூபித்தார். യേശു അത് തെളിയിച്ചു. என்னை அனுப்பினவர் என்னுடன் இருக்கிறார். എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട്. அவருக்கு சித்தமானது எப்போதும் செய்கிறபடியினால் ഞാൻ എല്ലായ്പ്പോഴും തനിക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് அவர் என்னை தனிமையாயிருக்க விடவில்லை. താൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவ சித்தம் பூர்ணமாக செய்தவர் தான் இயேசு கிறிஸ்து. നമ്മുടെ കർത്താവായ യേശു ദൈവഹിതം സമ്പൂർണമായി ചെയ്ത വ്യക്തിയാണ്. ஆனபடியினால் இயேசு உலகத்தையும் பாவத்தையும் മരണത്തെയും പാതാളത്തെയും ജയിച്ചു. ആകയാൽ യേശു ലോകത്തെ, പിശാചിനെ, മരണത്തെ, പാതാളത്തെ ജയിച്ചു. ഞാൻ ജയിച്ച എൻ പിതാവിനുടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ, ഞാൻ ജയിച്ചെന്റെ പിതാവിനോടുകൂടി തന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ, ജയിக்கிறവൻ യവനോ, ജയിക്കുന്നവൻ യവനോ, അവൻ ആരായിരുന്നാലും അവൻ എന്നുടനൂടെ എൻ സിംഹാസനത്തിൽ இருக்க അരുൾ ചെയ്യുവാൻ, അവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതിന്റെ അർത്ഥം இந்த മാംസ ശരീരത്തിൽ വെളിപ്പെട്ട നാം എല്ലാവരും ദേവസിത്തം അല്ലെങ്കിൽ ജയജീവിയം ചെയ്ത് ജയാളിയാക മാറില്ല. അതിന്റെ അർത്ഥം എന്നാൽ ഈ ജഡശരീരത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും ദൈവ ഇഷ്ടം ചെയ്ത് ജയാളികളായി മാറണം. ചിലർ சொல்லுவாங்க നാം ഭൂമിയിൽ ജീവിக்கிறோം. ചിലർ പറയുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്, പാപം, ചുറ്റിലും പാപമല്ലേ. எப்படி ஜெயஜீவியம் செய்ய முடியும்? എങ്ങനെ ഒരു ജയജീവിതം ചെയ്യാൻ പറ്റും? ഞാൻ ജയിച്ചത് പോലെ, ഞാൻ ജയിച്ചതുപോലെ. യേശു എപ്പടി ജയിത്താർ? യേശു അങ്ങനെ ജയിച്ചു. പിതാവിൻ ചിത്തം ചെയ്ത് ജയിത്താർ. പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജയിച്ചു. അഭിഷേകം പണ്ണപ്പെട്ട അഭിഷേകത്തിന് നിറവിൽ ജീവിച്ച് ജയിത്താർ. താൻ പ്രാപിച്ച അഭിഷേകത്തിന്റെ നിറവിൽ ജീവിച്ച് ജയിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതേപോലെ നാമും ദേവസിത്തം ചെയ്യുമ്പോമാക്കി, അതുപോലെ നാമും ദൈവ ഇഷ്ടം ചെയ്യുമെങ്കിൽ നാമും ജയിക്കലാം, നമുക്കും ജയിക്കാം, ജയാളിയാക മാറലാം, ജയാളികളായി മാറാം. ചിലർ சொல்லுவாங்க, ചിലർ പറയും, പാസ്റ്റർ ഞാൻ എല്ലാം ചെയ്യുകേൻ, പാസ്റ്ററെ ഞാനൊക്കെ ചെയ്യുന്നുണ്ട്, ആവിലെല്ലാം നിറമ്പ്, ആത്മാവിൽ നിറയുന്നു, രാത്രി പകലാക ജപിக்கிறேன், രാവും പകലും പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വാസിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈബിൾ തുടർച്ചയായി വായിക്കുന്നു, എനിക്ക് ജയജീവിയം, പക്ഷേ എനിക്ക് ജയജീവിതമില്ല. കോപത്തിന്മേൽ ജയമില്ല, കോപത്തിന്റെ മേൽ ജയമില്ല. വെളിയിൽ ജയമുണ്ട്, വീട്ടുക്കുള്ള ജയമില്ല. പുറത്തൊക്കെ ജയമായിട്ടൊക്കെ കാണുന്നു, പക്ഷെ വീട്ടിനകത്ത് വന്നാൽ ജയമില്ല. അപ്പടിപ്പെട്ട നിലമയിൽ നിങ്ങൾ വന്നിരിക്കണം. നിങ്ങളൊരു പക്ഷേ ഈ അവസ്ഥയിലായിരിക്കാം. നീ അഭിഷേകം പറ്റവൻ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു, ദേവസിത്തം ചെയ്യുക, ദൈവേഷ്ടം ചെയ്യുന്നു, വേദത്തെ വാസിக்கிறீங்க, ബൈബിൾ വായിക്കുന്നു, വാരം 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 കൂട്ടത്തൊക്കെ പോറീங்க, ആഴ്ചതോറും മീറ്റിംഗിന് വരുന്നു, ഹല്ലേലൂയ சொல்றீங்க, ഹല്ലേലൂയ ഒക്കെ പറയും, ഒരു കുറയില്ല, ഒരു കുറവുമില്ല. ആനാ ജയജീവിയമില്ല, എന്നാൽ ജയജീവിതമില്ല. എത്ര പേർ അന്ത നിലമയിൽ ദേവ സമൂഹത്തിൽ ദേവനുടെ വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര പേർ ഇപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നു? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊക്കെ കാരണം എന്താണ് ഇതിന്റെ കാരണം? നീ പെറ്റ അഭിഷേകം ഉണ്മയാണ് അഭിഷേകം, നീ പ്രാപിച്ച അഭിഷേകം യഥാർത്ഥമാണ്. യേശും അഭിഷേകം പെണ്ണപ്പെട്ട, യേശു അഭിഷേകം പ്രാപിച്ചു. നിങ്ങളും ദേവസിത്തം ചെയ്യുക, നിങ്ങളും ദൈവേഷ്ടം ചെയ്യുന്നു. പിന്നെ ഞാൻ ജയജീവിയം ചെയ്യ മുടികരുതില്ല. പിന്നെയും എന്തുകൊണ്ട് ജയജീവിതം സാധിക്കുന്നില്ല? നമുക്ക് ഒരു ഊഴിയക്കാരൻ ഇരുന്ന, നമുക്കൊരു ശുശ്രൂഷകനുണ്ട്. പോളിൻ കാലത്ത്, പാസ്റ്റർ പോളിന്റെ കാലത്ത്, പാസ്റ്റർ ആൽവിനും ഇരുന്ന, അന്ന് പാസ്റ്റർ ആൽവിനും ഉണ്ടായിരുന്നു. അവർ ജയജീവിയത്തെ കുറിച്ചും പരിശുദ്ധത്തെ കുറിച്ചും ആഴமாக പ്രസംഗം പണ്ണുക. താൻ ജയജീവിതത്തെ കുറിച്ച്, വിശുദ്ധ ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ ആഴമായി പ്രസംഗിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം.
അവരുടെ പ്രസംഗം കേൾക്ക എല്ലാ ജനങ്ങളും വരുവാർ. തന്റെ പ്രസംഗം കേൾക്കുവാൻ ധാരാളം ആളുകൾ ജയജീവിതത്തെക്കുറിച്ച് ആംഗലത്തിൽ താൻ പേസുവാർ. താൻ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. സിമ്പിൾ ഇംഗ്ലീഷ്, വളരെ ലളിതമായ ഇംഗ്ലീഷ്, എല്ലാവർക്കും വിളങ്ങக்கூடிய ഇംഗ്ലീഷ്, എല്ലാവർക്കും പിടികിട്ടുന്ന ഇംഗ്ലീഷിൽ നിർത്തി 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 പേസുവാർ. വളരെ നിർത്തി അവധാനതയോടെ സംസാരിക്കും. ஆனால் அந்த பிரசங்கம் கேட்ட அநேகர் தோல்விகளெல்லாம் விட்டு ജയാളികളാക മാറ്റപ്പെട്ട് അടുത്ത വാരത്തിൽ സാക്ഷി ചൊല്ലുവാർ. ആ പ്രസംഗം കേൾക്കുന്നവർ തങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി അടുത്ത ആഴ്ചയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് സാക്ഷി പറയും. പോന വാരത്തെ പ്രസംഗം ഞാൻ കേട്ടെ, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടു, ഞാൻ ഒപ്പുകൊടുത്ത്, ഞാൻ സമർപ്പിച്ചു, അതിൻപടി ജീവിക്കാൻ പ്രയാസപ്പെട്ടു, അതിൻ പ്രകാരം ജീവിക്കാൻ പരിശ്രമിച്ചു. ഇപ്പോൾ എനിക്ക് കോപമില്ല, ഇപ്പോൾ എങ്കിൽ കോപമില്ല, അല്ലെ ബലവീനമില്ല, ദൗർബല്യങ്ങളില്ല. എത്രയോ വിഷയത്തിൽ, എത്രയോ വിഷയങ്ങളിൽ എനിക്ക് ദേവൻ ജയത്തെ ദൈവം എനിക്ക് ജയം തന്നു, ഇന്നും ജയം തര വേണ്ടും, ഇനിയും ജയം നൽകണം, എനക്കാകെ ജോമുണ്ടെങ്കിൽ ചൊല്ലി അവർ ഉക്കാറുവാർ, എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ മുഴു സഭയാരും എളുമ്പി സാക്ഷി ചൊല്ലുവാർ. ഇങ്ങനെ സഭ മുഴുവനും സാക്ഷി പറയും. ഈ സാക്ഷി കേൾക്കുമ്പോൾ എന്നാൽ ഈ സാക്ഷികൾ ഇവർക്ക് പെരിയ വേദന, ഹൃദയത്തിൽ തനിക്ക് വലിയ കുറ്റബോധം. പ്രസംഗം പണിന തനക്ക് ഒരു ജയജീവിയം ചെയ്യ മുടികരുതില്ല, പ്രസംഗിച്ച തനിക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല, ജയാളിയാക മാറ മുടികരുതില്ല, ജയാളിയായി മാറുവാൻ പല വിഷയത്തിൽ തോൽവി തോൽവി തോൽവി, പല വിഷയങ്ങളും തനിക്ക് പരാജയം. പ്രസംഗം പണ്ണുക, എന്നാലും പ്രസംഗിക്കും, ജനങ്ങളെ ഉത്സാഹപ്പെടുത്തും, ജനങ്ങളെ ഉത്തേജിപ്പിക്കും. ഇവർക്ക് വലിയ വേദന, തനിക്ക് വലിയ സങ്കടം. അപ്പൊ അവർ ചൊല്ലുക, താൻ പറയുന്നു, ഞാനൊരു മായമാലത്തിൽ ജീവിക്കും, ഞാനൊരു കാപട്യമുള്ള ജീവിതം. ജയജീവിതത്തെ കുറിച്ച് പ്രസംഗം പண்றேன், ഞാൻ ജയജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. അനേകർക്ക് அந்த പ്രസംഗത്തിനാൽ ജയജീവിതം ചെയ്യ മുടികൾ, അനേകർക്ക് ആ പ്രസംഗം കേട്ട് ജയജീവിതം നയിക്കാൻ കഴിയും. വാർത്തയിൽ ജീവനുണ്ട്, ആ വാക്കുകളിൽ ജീവൻ, വാർത്തയിൽ വല്ലമയുണ്ട്, ആ വാക്കുകളിൽ ശക്തി, அந்த വാർത്ത അവരെ തൊട്ടത്, ആ വാക്കുകൾ അവരെ സ്പർശിക്കുന്നു, അവർക്ക് ജയത്തെ കൊടുത്ത, അവർക്ക് ജയം ദൈവം. പ്രസംഗം പണിന എനക്കോ ജയമില്ല, എന്നാൽ പ്രസംഗിക്കുന്ന എനിക്ക് പക്ഷെ ജയമില്ലല്ലോ, ഞാൻ മായമാല ജീവിയം, അയ്യോ എന്റെ ജീവിതം വെറും കപടമാണ്. എപ്പടി ഞാൻ പോന്നാൽ, അങ്ങനെ പോയാൽ എന്റെ നിലമ എന്നെ, എന്റെ അവസ്ഥ എന്താകും, എന്നെ ചെയ്യ മുടിയും, ഞാൻ എന്ത് ചെയ്യും എന്ന് യോസിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ താൻ വളരെ ചിന്തിച്ചു. ഒരു തീരുമാനത്തേക്ക് വന്ന താൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. എന്ന തീരുമാനം എന്തായിരുന്നു? ഊഴിയം വിട്ടു വിലകുവോ, വേല വിട്ട് മാറി നിൽക്കാം. കാരണം അവർ യാழ்പ്പാണത്തെ ചേർന്നവർ, താൻ ജാഫ്ന സ്വദേശി, നല്ല ഒരു കുടുംബത്തിൽ പിറന്നവർ, നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട് അവർ അവിധമാക വേല വിട്ട് വിലകിനാൽ, ഇങ്ങനെ വേല വിട്ടു പോയാൽ നമ്മുടെ വേലയ്ക്ക് പെരിയ ഒരു ക്ഷീണമുണ്ട്, നമ്മുടെ വേലയെ അത് പ്രതികൂലമായി ബാധിക്കും. കുടുംബക്കാർ മികവും ദുഃഖപ്പെടുവാർ, ആ വീട്ടുകാരൊക്കെ വളരെ പോൾക്ക് വലിയ ദുഃഖമുണ്ടാകും, പാസപ്പോളിന് വലിയ വിഷമമാണ്. എന്നാൽ ദുഃഖപ്പെടുത്തുന്നവർക്ക് ഇവർക്ക് വിരുപ്പമില്ല, അവരെ ഒന്നും വിഷമിപ്പിക്കാനും മനസ്സില്ല. ஆனால் നാൾക്കൾ പോക 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 ഇവർക്ക് ജയജീവിയം ചെയ്യ മുടികരുതില്ല. നാളുകൾ കടന്നുപോയിട്ടും തനിക്ക് ജയജീവിതം സാധിക്കില്ല. ജയജീവിതത്തെ കുറിച്ചും പരിശുദ്ധത്തെ കുറിച്ചും താൻ ഭയങ്കരമായ പ്രസംഗം, എന്നാലും താൻ വളരെ നന്നായി ജയജീവിതം വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. തന്റെ ജീവിതത്തിൽ ജയമില്ല, എന്നാൽ സ്വജീവിതത്തിൽ ജയമില്ല. അവർ ഒരു നാൾ പാസ് പോൾ കിട്ട പോനാർ, ഒരിക്കൽ പാസ് പോളിന്റെ അടുക്കൽ മികവും കഷ്ടപ്പെട്ട് താൻ പോനാർ, വളരെ വിഷമിച്ചാണ്. ഞാൻ ജയജീവിതത്തെ കുറിച്ച് പ്രസംഗം പണ്ണു, ഞാൻ ജയജീവിതത്തെ കുറിച്ച്, എന്നുடைய സഭയിലെ വിശ്വാസികൾ എല്ലാവരും പ്രസംഗത്തെ കേട്ട് ഞാൻ ജയാളിയാക മാറ്റപ്പെട്ടേൻ എന്ന് സാക്ഷി ചൊല്ലുക. എന്റെ സഭയിലെ വിശ്വാസികൾ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ജയജീവിതം ചെയ്യാൻ കഴിഞ്ഞു, ഞാൻ ജയാളിയായെന്ന് സാക്ഷി പറയുന്നു. അങ്ങനെ എന്റെ നിലമ ജയമില്ല, പക്ഷെ എന്റെ അവസ്ഥയോ എനിക്ക് ജയമില്ല. ഞാനൊരു മായമാല ജീവിതത്തിൽ ജീവിക്കാം, ഞാനൊരു കപടഭക്തനായി ജീവിക്കുന്നു. ഇവിടെ പോന്ന എന്റെ നിലമ എന്നെ, ഇങ്ങനെ പോയാൽ എന്റെ അവസാനം എന്താകും? അതിനാൽ ഊഴിയം വിട്ട് വിലകി ഞാൻ വേല വിട്ട് മാറി നിൽക്കാം. സഭ വിട്ട് വെളിയെ പോകരുത്, സഭ വിട്ടു പോവുകയില്ല. ஊழியம் விட்டு விலகி ഈ വേലയിൽ നിന്ന് മാറി இந்த சபையிலே வாலிப ஊழியங்கள், சண்டே ஸ்கூல் ஊழியங்கள், மற்ற ஊழியங்கள் நான் செய்து உதவி செய்கிறேன். സഭയിലെ യൂത്ത് മിനിസ്ട്രി, സൺഡേ സ്കൂൾ മിനിസ്ട്രി ഒക്കെ ചെയ്ത് ഞാൻ സഹായിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ പോൾ சொன்னார், നീ അവസരപ്പെട്ട് ഒന്നും ചെയ്യാതെ, ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. ഞാൻ ഇന്ന് രാത്രിയിൽ ഉനക്കാക ജപിக்கிறேன். ഞാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവൻ എന്നെ എനിക്ക് சொல்றாரு, ദൈവം എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ ഉനക്ക് சொல்றேன். അത് ഞാൻ നിന്നോട് പറയും. നീ അവസരപ്പെട്ട് ഊഴിയം വിട്ട് വിലകാതെ, നീ ധൃതി പിടിച്ചൊന്നും വേല വിട്ടു പോകരുത്. ഒരു തീരുമാനവും എടുക്കാതെ, തീരുമാനമൊന്നും ആർക്കും ചൊല്ലാതെ, ആരോടും പറയണ്ട. പാസ്റ്റർ പോൾ ജപിത്ത, പാസ്റ്റർ പോൾ പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾ അവർക്ക് വെളിപ്പെട്ടത്, പല വിഷയങ്ങൾ തനിക്ക് വെളിപ്പെട്ടു.
അടുത്ത നാൾ അവരെ കൂപ്പിട്ട പിറ്റേ ദിവസം തന്നെ വിളിച്ചു ഞാൻ ജപിത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ചില ആലോചനയെ ചൊല്ലിക്കൊടുത്ത ചില ആലോചനകൾ പറഞ്ഞു കൊടുത്തു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കടസിയാക അവിടെ തലമേൽ കൈവച്ച് ജപിക്കുമ്പോൾ ഒടുവിൽ തന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു വല്ലമീൻ അഭിഷേകം. തനിക്കൊരു ശക്തിയുടെ അഭിഷേകം കിട്ടി. അഭിഷേകത്തില് ആ അഭിഷേകത്തിൽ ഏതോ ഒരു വല്ലമേ അവരുടെ ശരീരത്തെ വിട്ട് വിലകൃതാക. ഏതോ ഒരു വിചിത്ര ശക്തി തന്റെ ശരീരത്തെ വിട്ടുപോകുന്നതായി. ഏതോ ഒരു വല്ലമേ അവരുടെ ശരീരത്തെ വിട്ട് വിലകിപ്പോയി. ഏതോ ഒരു ശക്തി തന്റെ ശരീരം വിട്ടുപോയി. அந்த வல்லமை தான் அவருடைய சரீரத்தில் குடியிருந்து அவருக்கு ஜெயஜீவமில்லாமல் வியாதிக்காரனாக மாற்றிவிட்டது. ആ ശക്തിയാണ് തന്റെ ശരീരത്തിൽ വസിച്ച് തനിക്ക് ജയജീവിതമില്ലാത്തവനായി തന്നെ ബലഹീനനായി മാറ്റിയത്. അവർ ജപിച്ച ഉടനെ, താൻ പ്രാർത്ഥിച്ച ഉടൻ, നല്ല ആവിയിൽ നിറമ്പി ജപിച്ച ഉടനെ, നന്നായി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച ഉടൻ ആവി ഇവരെ വിട്ട് വിലകിയിട്ട് ഈ ആത്മാവ് തന്നെ വിട്ടു മാറിപ്പോയി. ഉടനെ അവർ சொன்னார், ഉടനെ താൻ நீங்க ஜெபித்த போது പാസ്റ്റർ, ഏതോ ഒരു ആവി എന്നെ വിട്ട് വിലകൃതാക ഞാൻ ഉണർന്നു. ഏതോ ഒരു ആത്മാവ് എന്നെ വിട്ടു പോകുന്നതായി എനിക്ക് മനസ്സിലായി. அதுக்கு பிறகு அவர் ஜெயாளியாக மாற்றப்பட்டார். പിന്നീട് താൻ ജയാളിയായി ജീവിച്ചു. பிறகு கன்வென்ஷனில் எல்லாம் പിന്നീട് കൺവെൻഷനുകളിൽ ஜெயத்தை குறித்து பிரசங்கம் பண்ணுகிறது மட்டுமல்ல, താൻ ജയത്തെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, ஜெயாளி அல்லாமல் இருந்த வேளையில் நான் ஜெயத்தை குறித்து பிரசங்கம் பண்ணினேன். ജയാളി അല്ലാതിരുന്നപ്പോഴും ഞാൻ ജയത്തെക്കുറിച്ച് ஒரு மாயமான ஜீவியத்தில் நான் ஜீவித்து வந்தேன். കപടഭക്തനായി ജീവിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா பாஸ்டர் போல் கிட்ட நான் சொன்னேன், എന്നാൽ പാസ്റ്റർ പോളപ്പച്ചനോട് പറഞ്ഞു, அறிக்கை பண்ணி விட்டு விட்டேன். ഞാൻ ഏറ്റു പറഞ്ഞു, எனக்காக ஜெபித்தார். താൻ എനിക്കായി எனக்கு ஒரு அபிஷேகம் இறங்கினது. എന്നിൽ അഭിഷേകം ഇറങ്ങി. அந்த அபிஷேகத்தினால் எனக்கு விடுதலை. ആ അഭിഷേകത്താൽ എനിക്ക് വിടുതൽ. அபிஷேகத்தினால் அடிம நுகத்தை முறியடிப்பேன் சொன்ன வசனத்தின் பிரகாரம், അഭിഷേകത്താൽ അടിമനുഖം തകർക്കുമെന്നുള്ള വചന പ്രകാരം அந்த அடிம நுகத்தை முறியடித்தார். ആ അടിമനുഖങ്ങളെ തകർപ്പ് நான் ஜெயாளியாய் இருக்கிறேன். ഞാനിപ്പോൾ ജയാളിയായി. இதே போல நீங்க யாரெல்லாம் ஜெயம் இல்லாமல் இருக்கிறீர்களோ, നിങ്ങൾ ആരെല്ലാം ഇതുപോലെ ജയമില്ലാതിരിക്കുന്നു, மாயமாலத்தில் ஜீவிக்கலாம், കപടഭക്തനായി ജീവിച്ചേക്കാം, ஜெயாளியை போல ஜீவிக்கலாம். ജയാളി പോലെ കാണിച്ചേക്കാം. எப்படி எனக்கு ஜெயம் இல்லை என்று நான் சொல்ல முடியும்? ജയമില്ലെന്ന് എങ്ങനെ തുറന്നു പറയും? என்றதான ஒரு வெக்கத்தில் நீ காணப்படலாம். എങ്ങനെ ഒരു ലജ്ജയോടുകൂടി കാണപ്പെട്ടേക്കാം. நீங்க பயப்படாதீர்கள், പേടിക്കണ്ട என்று சொல்லி அவருக்கு ஒரு நல்ல ஆலோசனையை சொல்லிக் கொடுத்தார். തനിക്ക് നല്ല ആലോചന പറഞ്ഞു കൊടുത്തു. அந்த ஆலோசனையை கேட்ட ஜனங்கள் ஜெயத்தை பெற்றுக் கொள்வார். ഈ ആലോചനകൾ കേൾക്കുമ്പോൾ ജനങ്ങൾ ജയം പ്രാപിക്കും. இதே நிலைமையில் நீங்களும் பலரும் இங்கே வந்திருக்கலாம். നിങ്ങളിൽ പലരും ഇവിടെ ഈ അവസ്ഥയിൽ വന്നിരിക്കാം. நல்ல கை தட்டுகிறீர்கள், നന്നായി കൈയടിക്കുന്നു, ஆவியில் நிரம்புகிறீர்கள், ആത്മാവിൽ നിറയുന്നു, அந்நிய பேசுகிறீர்கள், അന്യഭാഷ പറയുന്നു. எல்லா விதத்திலும் நல்ல ஒரு விசுவாசியை போல, பரிசுத்தவானை போல, பரிசுத்தவாட்டியை போல കാണപ്പെടുകയും എല്ലാവിധത്തിലും നല്ലൊരു വിശ്വാസിയായ, ഒരു വിശുദ്ധനായി, വിശുദ്ധമതിയായി പുറമേ കാണപ്പെടും. ஆனா உண்ட உள்ளம் பேசுது, ஐயோ நான் மாயமாலത്തിൽ ജീവിக்கிறேன். എന്നാൽ നിന്റെ ഹൃദയം പറയുകയാണ്, ഞാൻ കപടമായല്ലേ ജീവിക്കുന്നത്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് ജയമില്ല, എനിക്ക് ജയമില്ലല്ലോ, ഇതൊരു മായമാലമല്ലവാ, ഇതൊരു കാപട്യമല്ലേ, இப்படி போனால் ഇങ്ങനെ പോയാൽ എന്റെ നിലമ என்ன, എന്റെ അവസ്ഥ എന്താകും? இப்படிப்பட்ட ஒரு கேள்வி சின்னத்தோட நீ காணப்படலாம். ഇങ്ങനെ ഒരു ചോദ്യചിഹ്നത്തോടു കൂടി നീ ഇവിടെ കാണപ്പെടും. അപ്പോ ജയമില്ലാത്തതിന് കാരണം என்ன? എന്താണ് ഈ ജയമില്ലായ്മയുടെ കാരണം? അഭിഷേകമുണ്ട്, ജപമുണ്ട്, പ്രാർത്ഥനയുണ്ട്, വേദവാസിപ്പുണ്ട്, വേദവായനയുണ്ട്, കൂട്ടത്തുക്കെല്ലാം ഒളുങ്ക പോറീങ്ക, മുടങ്ങാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, സാക്ഷിയാക ജീവിக்கிறீங்க, നല്ല സാക്ഷ്യമുള്ള ജീവിതമുണ്ട്. ஆனால் തനിപ്പെട്ട മുറയിൽ ജയജീവിയം ഇല്ല. എന്നാൽ വ്യക്തി ജീവിതത്തിൽ വിജയമില്ല. നീ ജയിക്കാവിട്ടാൽ, നീ ജയിച്ചില്ല എങ്കിൽ, ജയിக்கிறവൻ എവനോ അവൻ എന്നോട് കൂടെ എന്നുடைய സിംഹാസനത്തിൽ അരുൾ ചെയ്യുവൻ. ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പൊ ജയമിരാവിട്ടാൽ, ജയമില്ല എങ്കിൽ നീ എന്നോട് സിംഹാസനത്തിൽ ഇരിക്ക മുടിയാ, എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാനാവില്ല. നിനക്ക് ജയം തേവ, ആകയാൽ നിനക്ക് ജയം വേണം. അപ്പൊ എല്ലാം ഉണ്ട്, ജയമില്ല, പക്ഷേ ജയമില്ല. ഇതൊക്കെ കാരണം എന്നെ, എന്താണ് ഇതിന്റെ കാരണം? വേദത്തിൽ പാർപ്പോ, ബൈബിളിൽ നോക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 1 യോവാൻ 5-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ, 1 യോഹന്നാൻ 5:4 വായിച്ചാൽ എന്നെ വാസിக்கிறோം. അവിടെ എന്ത് വായിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഉലകത്തെ ജയിക്കും ജയം നമ്മത് വിശ്വാസം. അത് മട്ടും പഠിക്കും. நம்முடைய விசுவாசமே உலகத்தை ജയിക്കും ജയം. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ നമുക്ക് വിശ്വാസം, നമുക്ക് ആ വിശ്വാസം,
இப்ப நீங்க சொல்ல பாஸ்டர் எனக்கு விசுவாசம் உண்டு பாஸ்டர். നിങ്ങൾ പറഞ്ഞേക്കാം പാസ്റ്റർ എനിക്ക് വിശ്വാസമുണ്ട്. கர்த்தராയ இயேசு கிறிஸ்துவை நான் விசுவாசிக்கிறேன். ഞാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു. அவரை விசுவாசித்து தான் ஞானஸ்நானம் எடுத்தேன். തന്നിൽ വിശ്വസിച്ചാണ് സ്നാനപ്പെട്ടത്. அவரை விசுவாசித்து தான் தெய்வீக சுகத்தில் நிற்கிறேன். തന്നെ വിശ്വസിച്ചാണ് രോഗശാന്തിയിൽ നിൽക്കുന്നത്. தேவனில் விசுவாசம் உண்டு. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ മണ്ണിൽ മരത്തെയും കല്ലേയും കുമ്പിടുകയില്ല. ഞാൻ മണ്ണിനെ മരത്തെ കല്ലിനെ ഒന്നും അല്ലല്ലോ ആരാധിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. ആന ജയമില്ല. പക്ഷേ ജയമില്ല. ഉലകത്തെ ജയിക്കും ജയം ഉങ്ങൾ വിശ്വാസമേ. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോ എന്ത് വിശ്വാസം എന്റെ ഒരു കേൾവി അങ്ങ് കാണപ്പെടും. അപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഇത് ഏത് വിശ്വാസം? എന്ത് വിശ്വാസം ഇരുന്നാൽ നീ ജയിക്ക മുടിയും. ഏത് വിശ്വാസമുണ്ടെങ്കിലാണ് ജയിക്കുവാൻ കഴിയും. വിശ്വാസം ഇരാവിട്ടാൽ ജയിക്ക മുടിയാതെ. ഏത് വിശ്വാസമില്ല എങ്കിൽ ജയിക്കാനാവില്ല. വിശ്വാസം എന്ന് ചൊല്ലുമ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ രണ്ട് വിധമായ വിശ്വാസത്തെ കുറിച്ച് വേദം വാസിക്കും. ബൈബിൾ രണ്ട് വിധമായ വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് മനതിലെ വിശ്വാസം, മനസ്സിലെ വിശ്വാസം. എന്താകെ ഗവനിങ്, നന്നായി ശ്രദ്ധിക്കണം. മനതിലെ വിശ്വാസം, മനസ്സിലെ വിശ്വാസം. മനതിലെ വിശ്വാസം എന്ന് சொன்னால் അർത്ഥം എന്നെ എന്താണ് ഈ മനസ്സിലെ വിശ്വാസം എന്നാൽ? ഒത്തുകൊള്ളുന്നത്, അംഗീകരിക്കുക, ഒത്തുകൊള്ളുക, അത് സമ്മതിച്ചു കൊടുക്കുക. കർത്തർ മേയ്പരായിരിക്കാർ ഞാൻ താഴ്ച അടയൻ, ഒത്തുകൊള്ളുക. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകയില്ല, സമ്മതിച്ചു. ദേവൻ എന്റെ മേയ്പർ, ദൈവം എന്റെ ഇടയൻ, ഞാൻ സാക്ഷി അടയും, എനിക്ക് മുട്ടുണ്ടാകില്ല. ആനാ പണപ്രശ്നം വരുമ്പോ അത് കടം വാങ്ങുവീങ്ക. സാമ്പത്തിക പ്രശ്നം വന്നാൽ പക്ഷെ പോയി കടം വാങ്ങും. അപ്പൊ മേയ്പ്പൻ എങ്ക പോച്ചു? അപ്പോൾ ഈ ഇടയനോട് പോയി. തഴമ്പുകളാൽ ഗുണമാനീയர்கள், അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നു, പാട്ട് പാടുന്നു. വ്യാധി വരുമ്പോൾ, പക്ഷേ രോഗം വരുമ്പോൾ ഉടനെ മരുന്നിന്റെ പിന്നാലെ പോയി, ഉടനെ മരുന്നിന്റെ പിന്നാലെ പോകുന്നു. അപ്പൊ നീ ചൊല്ലി എന്നെ പ്രയോജനം? ഇപ്പോൾ പറഞ്ഞത് കൊണ്ടെന്ന് പ്രയോജനം. അപ്പൊ നിന്റെ വിശ്വാസം എന്നെ? നിന്റെ വിശ്വാസം എന്തി? തഴമ്പുകളാൽ ഗുണമാനീയர்கள், അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതല്ലവാ വിശ്വാസം? അതല്ലേ വിശ്വാസം. അല്ല, ഉനക്ക് വ്യാധി വന്നപ്പോൾ, എന്നാൽ നിനക്ക് രോഗം വന്നപ്പോൾ, ഉനക്ക് പ്രശ്നം വന്നപ്പോൾ, നിനക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ നീ പരിഹാരിയെ തേടിപ്പോനീர்கள், നീ വൈദ്യനെ തേടിപ്പോയി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ എന്റെ വിശ്വാസം എന്ന വിശ്വാസം? അപ്പോൾ നിന്റെ വിശ്വാസം എങ്ങനെയുള്ളത്? ഒത്തുകൊള്ളുക വിശ്വാസം, അത് സമ്മതിച്ചു കൊടുക്കുന്ന വിശ്വാസം. അതാണ് മനതിലെ വിശ്വാസം, അതാണ് മനസ്സിലെ വിശ്വാസം. അടുത്ത വിശ്വാസം, അടുത്തത് ഹൃദയ വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസം. ഹൃദയ വിശ്വാസം എന്നത്, ഹൃദയ വിശ്വാസം എന്നത് ഒത്തുകൊള്ളുന്നത് മറ്റുമല്ല, സമ്മതിക്കുക മാത്രമല്ല, ഒത്തുകൊള്ളുക കാര്യത്തെ നടമുറയിൽ കൊണ്ടുവരുമ്പോഴേക്ക് പ്രയാസപ്പെടുന്നത് താൻ ഹൃദയ വിശ്വാസം. അംഗീകരിച്ചതിനെ പ്രാവർത്തികമാക്കുവാനുള്ള പരിശ്രമമാണ് ഹൃദയത്തിലെ വിശ്വാസം. തഴമ്പുകളാൽ ഗുണമാനീയர்கள், അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ നാം എന്ത് ചെയ്യുന്നു? നാം എന്ത് ചെയ്യുന്നു? ഒത്തുകൊള്ളുക, അത് അംഗീകരിക്കുന്നു. ഒത്തുകൊള്ളുന്നത് മറ്റുമല്ല, അത് അംഗീകരിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പടി നാം പ്രയാസപ്പെടുകയും, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ നമ്മൾ പ്രയത്നിക്കുന്നു. അതാ ഹൃദയ വിശ്വാസം, അതാണ് ഹൃദയത്തിലെ വിശ്വാസം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലത്തെ റോമർ 2-ാം 13-14 വസനങ്ങളെ വാസിക്കുമ്പോൾ, അതുകൊണ്ടാണ് റോമർ 12-13 ദേവവസനത്തെ കേൾക്കുന്നവர்கள் നീതിമാൻകളല്ല, ദൈവവചനം കേൾക്കുന്നവരല്ല നീതിമാന്മാർ, ഒത്തുകൊള്ളുവതല്ല, അത് അംഗീകരിക്കുക മാത്രമല്ല. അന്ത വസനം എനിക്ക് തെരിയും, എനിക്ക് ആ വചനം അറിയാം, അന്ത പാട്ട് എനിക്ക് തെരിയും, ആ പാട്ട് എനിക്കറിയാം, ഒത്തുകൊള്ളുകീങ്ക, നിങ്ങളത് സമ്മതിക്കുന്നു. ഒത്തുകൊണ്ട് മറ്റൊന്ന് ജീവിച്ചാൽ, അതിങ്ങനെ സമ്മതിച്ചു കൊടുത്ത് മാത്രം ജീവിച്ചാൽ ഇരുമാപ്പുണ്ടാകും, നിനക്ക് നീ ചേർത്തു പോകും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 8-ാം 1-2 വസനത്തെ വാസിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അറിവാനത് ഇരുമാപ്പെ ഉണ്ടാക്കും, അറിവ് ചീർപ്പിക്കുന്നു, ദേവ അൻപ് ഭക്തിവിരുത്തിയെ ഉണ്ടാക്കും, ദൈവസ്നേഹം ആത്മീക വർധന വരുത്തുന്നു. നീ ഒത്തുകൊള്ളുക, നിങ്ങൾ അത് സമ്മതിക്കുന്നു. കടം വാങ്ങക്കൂടാ, കടം വാങ്ങരുത്, മരുന്നെടുക്കൂടാ, മരുന്നെടുക്കരുത്. യേശുവെ വിശ്വാസിക്ക വേണ്ടും, യേശുവിൽ വിശ്വസിക്കണം. ഒത്തുകൊള്ളുക, എല്ലാം സമ്മതിക്കും. വെറും അറിവ് മറ്റും, ഇതെല്ലാം അറിവിൽ മാത്രമേ ഉള്ളൂ. അറിവ് ഇരുമാപ്പെ ഉണ്ടാക്കും, അറിവ് ചീർപ്പിക്കും. അന്ത അറിവ്, ആ അറിവ്, അന്ത ഒത്തുകൊള്ളുക പകുതി, ആ സമ്മതിച്ചു കൊടുക്കുന്ന നടമുറയിൽ കൊണ്ടുവരുമ്പോഴേക്ക് നീ എന്നെ ചെയ്യ വേണ്ടും,
ഒപ്പുകൊടുക്ക വേണ്ടും. പ്രാവർത്തികമാക്കേണ്ടതിനായി നിന്നെ തന്നെ സമർപ്പിക്കണം. അതാ നമ്മത് സഭയാനത്. നമ്മുടെ സഭ, പരിശുദ്ധവാൻകൾ ചൊല്ലുവാർ, വിശുദ്ധന്മാർ പറയും, നമ്മുടെ സഭ തിയറിറ്റിക്കൽ സഭയല്ല. ഇതൊരു താത്വിക സഭയല്ല, വെറും തിയറി മറ്റുമല്ല, വെറും തത്വങ്ങൾ മാത്രമല്ല, ഇത് പ്രാക്ടിക്കൽ സഭ, ഇതൊരു പ്രായോഗിക സഭയാണ്. അടിക്കടി പാസ്റ്റർ എ.സി. തോമസ് അവர்கள் சொல்லுவார், യേശുപ്പച്ചൻ കൂടെ പറയും, ഇത് തിയറിറ്റിക്കൽ സഭയല്ല, ഇതൊരു തിയററ്റിക്കൽ സഭയല്ല, വെറും തിയറിയെ പേശി പോവത്, വെറും തത്വം പറയുകയില്ല. എല്ലാ സഭയാരും തിയറി പേശുവാங்க, എല്ലാ സഭകളും തത്വം പറയും. ചിലർ சொல்லுவாங்க, ചിലർ പറയും, ഞങ്ങളുടെ സഭയിലും ദൈവിക സുഖത്തെ കുറിച്ച് ഞങ്ങളുടെ പാസ്റ്റർ പേசுறாரு, ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററും രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കും. അല്ല, വ്യാധി വരുമ്പോ തന്നെ ചെയ്യുക, പക്ഷെ രോഗം വരുമ്പോൾ ചെയ്യുന്നതെന്ത്? ആ പണ്ണിന് പ്രസംഗത്ത് കേട്ടപടി ഉന്റെ ജീവിതത്തെ നീ പക്വപ്പെടുത്തുകീർകളാ. ആ നടത്തിയ പ്രസംഗത്തിനൊത്ത വിധത്തിലാണോ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇത് തിയററ്റിക്കൽ സഭ, അതൊരു താത്വിക സഭയല്ല, ഇത് പ്രാക്ടിക്കൽ സഭ, പ്രയോഗവൽക്കരണം നടത്തുന്ന സഭ, അനുഭവമുള്ള സഭ, അനുഭവമുള്ള സഭ. അതാ നമുക്ക് വേണ്ടിയത്. നമുക്ക് വേണ്ടത് വെറും തിയറി മറ്റുമല്ല, വെറും തിയറി മാത്രമല്ല. നീ 10 വസനം 100 വസനം 1000 വസനം വേണ്ടുമെന്നാൽ சொல்லலாம். 10 വചനമോ 100 1000 വചനമോ കാണാതെ പറഞ്ഞേക്കാം, ഒന്നും പ്രയോജനമില്ല. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അന്ത വസനത്തെ ഉന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴേക്ക് നീ ഒപ്പുകൊടുത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ആ വചനത്തെ നിന്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ പ്രയത്നിക്കണം, പ്രായോഗികമാക്കണം. നടമുറയിൽ കൊണ്ടുവരാൻ വേണ്ടും, അതാ നീ പ്രയോഗമാക്കണം. നടമുറയിൽ കൊണ്ടുവരുന്നത് താൻ ഹൃദയ വിശ്വാസം, നീ അത് നടപ്പിൽ വരുത്തുന്നതാണ് ഹൃദയത്തിലെ വിശ്വാസം. അന്ത ഹൃദയ വിശ്വാസത്തിനാല് താൻ നീ ജയാളിയാക മാറ മുടിയും. ആ ഹൃദയ വിശ്വാസം കൊണ്ട് മാത്രമേ ജയാളിയാകുവാൻ കഴിയൂ. ഉങ്ങൾ വിശ്വാസം എപ്പടിപ്പെട്ട വിശ്വാസം എന്ന് ആരാய்ந்து നിങ്ങൾ നിങ്ങളെ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ ഒത്തുകൊള്ളുകീர்களா? നിങ്ങളൊന്ന് അംഗീകരിച്ചു കൊടുക്കുന്നു. ജയാളിയാകണം, ജയാളിയാകണം, ജയജീവിയം ചെയ്യണം, ജയജീവിതം നയിക്കണം, ഒത്തുകൊള്ളുകീர்கள், സമ്മതിക്കുന്നു. വീട്ടിൽ പോയി മനവി ഏതാവത് പേശനാ, വീട്ടിൽ പോയി ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഉടനെ എന്നെ ചെയ്യും? ഉടനെ എന്ത് ചെയ്യും? ഉടനെ കോപം, പെട്ടെന്ന് ഉടനെ എരിച്ചൽ, കോപം. കാരണം എന്താണ് കാരണം? നീ ഒത്തുകൊണ്ടത് ഉണ്മ, സമ്മതിച്ചതൊക്കെ ഇനി ശരി, കോപിക്ക മാട്ടേൻ, കോപിക്കില്ല. അല്ല ഇപ്പോഴും നടന്നു തന്നെ, എന്നാൽ ഇപ്പോൾ നടക്കുന്നു. കോപിക്ക മാട്ടേൻ சொன்னதான സത്യത്തെ നിന്നുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴേക്ക് നീ ഒപ്പുകൊടുക്കവില്ലേ? കോപിക്കുകയില്ല എന്ന് പറഞ്ഞ സത്യത്തെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ ഏൽപ്പിച്ചില്ല. ഏൽപ്പിച്ച് നടമുറയിൽ കൊണ്ടുവന്നത് താൻ ഹൃദയ വിശ്വാസം, സമർപ്പിച്ച നടപ്പിൽ വരുത്തുന്നതാണ് ഹൃദയത്തിലെ വിശ്വാസം. അതാണ് നമ്മുടെ സഭ, ഇതാണ് നമ്മുടെ സഭ. ഞാൻ ദൈവിക സുഖത്തെക്കുറിച്ച് പേസുന്നത് മറ്റുമല്ല, ഞാൻ രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നടമുറയിൽ കൊണ്ടുവരും. നമ്മൾ അതിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം, അതിനെ നാം നടപ്പിൽ വരുത്തണം. അവിടെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ നാം അതിനെ പ്രായോഗികമാക്കണം? നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വരക്കൂടും, എല്ലാ കഷ്ടനഷ്ടങ്ങളും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ. എന്നാൽ ഉനക്കൊരു അനുഭവം ഇരുന്നാൽ, എന്നാൽ നിന്നിൽ അനുഭവമുണ്ടെങ്കിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും നീ സോർന്നു പോകാം, എത്ര പ്രശ്നങ്ങൾ വന്നാലും തളരുകയില്ല. റോമർ 5-ാം അധികാരം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ, റോമർ 5:3 വായിച്ചാൽ, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുമാത്രമല്ല ഉപദ്രവം പൊറുമയെയും പൊറുമൈ അനുഭവത്തെയും. അവർ സിസ്റ്റർ തിരുത്തി വാസിച്ച, അത് ഇരുമ്പലിയൂർ സിസ്റ്റർ അതിനാട്ട തിരുത്തി വാസിച്ചത്. എന്നെ വാസിച്ചോ വരുത്തിയാണ് സഹോദരി വായിച്ചത്. ഇരുമ്പലിയൂരിൽ നിന്ന് ആംഗലത്തിൽ അപ്പടിതാ. പൊറുമെ ഉപദ്രവത്തെയും ഉപദ്രവം അനുഭവത്തെയും അനുഭവം நம்பிக்கையையும் உருவாக்குறதென்று அறிந்த நாங்கள் உபദ്രവങ്ങളിൽ മേന്മ പാരാട്ടുகிறோം. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത അനുഭവത്തെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് നമുക്ക് അനുഭവം, നമ്മുടെ അനുഭവമാണ്. അത് അനുഭവ സാക്ഷി വന്ന് ചൊല്ലുക. അതുകൊണ്ടാണ് അനുഭവ സാക്ഷ്യം പറയാൻ പറയുന്നത്. അനുഭവ സാക്ഷി തന്നെ ഏതൊക്കെയോ ചരിത്രങ്ങൾ വീട്ടിലെ ചരിത്രം താൻ ചൊല്ലുறாங்க. എന്നാൽ അനുഭവ സാക്ഷ്യത്തിന് പകരം പല പല ചരിത്രങ്ങൾ എഴുന്നള്ളിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഉന്റെ കുടുംബം ചരിത്രമല്ല ഇങ്ങ തേവ. ഇവിടെ കുടുംബ ചരിത്രമൊന്നും വേണ്ട. അനുഭവം, അനുഭവം.
യേശുവിനാൽ നീ എന്ന അനുഭവത്തെ പറ്റി നീ പ്രാപിച്ച അനുഭവങ്ങൾ എന്തൊക്കെ? വസനത്തിൻ മൂലമാണ്, വചനത്തിൽ കൂടെ, അഭിഷേകത്തിൻ മൂലമാണ്, അഭിഷേകത്തിൽ കൂടെ എന്റെ ജീവിതത്തിൽ വന്ന അനുഭവം, ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ. அந்த അനുഭവം சொல்ல ആ അനുഭവങ്ങൾ പറയുന്തോറും എത്ര പ്രശ്നങ്ങൾ വന്നാലും മേற்கொள்ள முடியும். എത്ര പ്രതിസന്ധികൾ വന്നാലും മറികടക്കാൻ ഹൃദയ വിശ്വാസം നമുക്ക് തേവ. ആകയാൽ ഹൃദയവിശ്വാസമാണ് വേണ്ടത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് ഹൃദയ വിശ്വാസത്തിനാൽ ജയാളിയാക നാം മാറലാം. ആകയാൽ ഹൃദയത്തിലെ വിശ്വാസത്താൽ ജയാളികളായി തീരാം. ഇതുതാൻ പാസ്റ്റർ പോൾ அந்த பிரதருக்கு சொல்லிக் கொடுத்த சத்தியம். അപ്പോൾ ആ ബ്രദറിന് പറഞ്ഞു കൊടുത്തത് ഹൃദയ വിശ്വാസം തേവ. ഹൃദയവിശ്വാസം വേണം. ഹൃദയ വിശ്വാസമുള്ളവരാക നാമും മാറ്റപ്പെടുவோம். നാമും ഹൃദയവിശ്വാസമുള്ളവരായി മാറണം. അടുത്ത ജയജീവിയം ചെയ്യ വേണ്ടുമാനാൽ, അടുത്തതായി ജയജീവിതം നയിക്കണമെങ്കിൽ ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. எந்த அளவுக்கு நீங்கள் மதிக்கிறீர்களோ அந்த அளவுக்கு தான் நீ ஜெயத்தை பெற்றுக்கொள்ள முடியும். എത്രത്തോളമാണ് നിങ്ങൾ മരിക്കുന്നത് അത്രത്തോളം ജയം പ്രാപിക്കാം. 30% നീ മരിത്താൽ 30% മരിക്കുന്നത്, പാപத்துக்கு മരിത്താൽ പാപത്തിന് മരിക്കുന്നത് 30% നീ ജയാളിയാക മാറും. അപ്പോൾ 30% ജയാളിയാകും. 30% നീ മരിത്ത് 100% ജയാളിയാക വേണ്ടുമെന്ന് നിனைத்தாൽ അത് മുടിയാതെ. 30% മരിച്ചിട്ട് 100% ജയം വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. 30% ജയം. ജയം 30%. 60% നീ മരിത്താൽ, മരിച്ചത് 60%ആണെങ്കിൽ 60% ജയം. 60% ജയം. 100% നീ മരിത്താൽ, 100% മരിച്ചാൽ 100% നീ ജയാളിയാക മാറില്ല. 100% ജയമെടുക്കാം. ഒരു മുறை പാസ്റ്റർ എ.സി. തോമസ് അവர்கள் ഒരിക്കൽ യേശുപ്പച്ചൻ സിലോണിലെ ഊഴിയം ചെയ്യുന്ന ആൾക്കളിൽ ശ്രീലങ്കയിൽ വേല ചെയ്യുമ്പോൾ വാഹനത്തില് പുറപ്പെട്ടു പോന്ന വാഹനത്തിൽ പുറപ്പെട്ടു പോയി. അപ്പൊ പെട്രോൾ അടിക്കുന്നതുക്കാக പെട്രോൾ ബങ്കിൽ ഏറിന. പെട്രോൾ അടിക്കാൻ ഒരു പമ്പിൽ നിർത്തി. அந்த പെട്രോൾ ബങ്കും റോഡും സമനിലന്താണ്. അത് രണ്ടിങ്ങനെ സമമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർ കാറിൽ ഉட்கார்ந்து കൊണ്ടിരുന്ന താൻ കാറിലിരുന്നു. திடீர்னு அந்த வழியாக ஒரு சன்னியாசி போனார். ആ വഴിയായി ഒരു സന്യാസി പോയി. ഒരു ഹിന്ദു സന്യാസി, ഒരു ഹൈന്ദവ സന്യാസി. കാലിൽ ചെരുപ്പില്ല, കാലിൽ ചെരുപ്പില്ല, തിക്കാന വസ്ത്രത്തെ ധരിത്ത്, എല്ലാ കടുത്ത വസ്ത്രം, കാഷായ വസ്ത്രം. പിന്നെ അവർ അതിൽ നടന്നു പോന്നു. താൻ നടന്നു. திடீர்னு കാർ പകുതിയിൽ വന്നപ്പോൾ കാറിനടുത്തെത്തിയപ്പോൾ അവർ ഇവരെ ഇപ്പടി ഉറ്റു പാർത്ത. താൻ നമ്മുടെ പാസ്റ്ററെ ഉറ്റുനോക്കി. പാസ്റ്റർ കൊഞ്ചം ഭയந்தார். പാസ്റ്റർക്ക് ഒരല്പം പേടി തോന്നി. ഇനി എന്നെ ചെയ്യ പോറാറ്, ഇവനെന്ത് ചെയ്യും? പാസ്റ്റർ എന്നെ ഭയപ്പെടവില്ല. പാസ്റ്റർ ഇരിക്കുന്ന ആളല്ല, താൻ നോക്കിയിരുന്നു. திடீரென்று அவர் சத்தமாக, പെട്ടെന്ന് താൻ നല്ല ഉച്ചത്തിൽ, ഭയങ്കര സത്തமாக, നല്ല ഉച്ചത്തിൽ, ഇവർ ദേവനുடைய മനുഷ്യൻ, ഇദ്ദേഹം ഒരു ദൈവപുരുഷൻ, ഇവർ ഒരു പരിശുദ്ധവാൻ, ഇദ്ദേഹം ഒരു വിശുദ്ധൻ, ഇവർ ഒരു ജയാളി, ഇദ്ദേഹം ഒരു ജയാളി. 3 വാർത്തയെ சொன்ன. ഈ 3 വാക്ക് പറഞ്ഞു. സത്തமாக, നല്ല ഉച്ചത്തിൽ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് ഇവർ ദേവനുടെ മനുഷ്യൻ, ഇദ്ദേഹം ഒരു ദൈവപുരുഷൻ, പരിശുദ്ധവാൻ, വിശുദ്ധൻ, ജയാളി, ജയശാലി എന്ന് ചൊല്ലി അവർ അങ്ങേ നിന്റാർ. താൻ പറഞ്ഞിട്ട് അവിടെ നിന്നു. അപ്പൊ വണ്ടിയെ മുന്നോട്ട് എടുക്ക சொன்னா, ആ വാഹനം മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. അവരെ കൂപ്പിട്ട, തന്നെ വിളിച്ചു. പാസ്റ്റർ യേശു തോമസ് വെളിയെ വന്ന. യേശുപ്പച്ചൻ പുറത്തു വന്നു. എന്നെ പാർത്ത് ഒരു ദേവനുടെ മനുഷ്യനെ എപ്പി சொல்ல முடியும்? എന്നെ കണ്ടിട്ട് എങ്ങനെ ഒരു ദൈവപുരുഷന്? നിങ്ങളെ പാർത്താ ഒരു സന്യാസി എന്ന് சொல்லല. തങ്ങളെ ഒറ്റ നോട്ടത്തിൽ ഒരു സന്യാസിയാണെന്ന് പറയാം. സന്യാസിയുടെ ഡ്രസ്, അത് സന്യാസിയുടെ വസ്ത്രമാണ്. இந்த ഡ്രസ്സിനാൽ എന്നെ ഒരു പരിശുദ്ധവാൻ എന്ന് എപ്പി சொல்ல முடியும்? ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടിട്ട് ഒരു വിശുദ്ധൻ എന്ന് പറയാം. സിലോണിലെ നാഷണൽ ഡ്രസ്, സിലോണിലെ ദേശീയ വസ്ത്രമാണിത്. മന്ത്രിമാരും മറ്റുള്ള ഉദ്യോഗസ്ഥരും പോടുകിற വസ്ത്രം. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ധരിക്കും. ഇപ്പെല്ലാം മാറിവിട്ടത്, പുഴക്ക് മാറി അന്ത കാലത്തിൽ, അന്നത്തെ കാലം. അപ്പൊ എന്നെ പാത്ത് എപ്പടി ഒരു മന്ത്രിന്ന് சொல்லலாம், എന്നെ കണ്ടിട്ട് എങ്ങനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ சொல்லலாம், ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. പരിശുദ്ധവാൻ എന്ന് എപ്പടി சொல்ல முடியும்? പക്ഷേ വിശുദ്ധൻ എന്ന് എങ്ങനെ പറയാൻ കഴിയും? അടുത്ത് നീ ജയാളി എന്ന് சொன்னீங்களே, ഒരു ജയശാലി എന്ന് പറഞ്ഞല്ലോ, അത് എപ്പടി சொல்ல முடியும்? അതൊക്കെ എങ്ങനെ പറഞ്ഞു? അപ്പൊ യേശുപ്പച്ചൻ சொன்ன, യേശുപ്പച്ചൻ പറഞ്ഞു, ഞാൻ ജയാളിதான், ഞാൻ ജയാളി തന്നെ, ഞാൻ പരിശുദ്ധവാൻ, ഞാൻ വിശുദ്ധൻ തന്നെ, ഞാൻ ദേവനുടെ മനുഷ്യൻ, ഞാൻ ദൈവപുരുഷൻ തന്നെ രണ്ട് സത്യങ്ങളെ சொல்ல சொன்ன. സത്യങ്ങൾ പറഞ്ഞു.
റോമർ 6-ാം അധികാരത്തെ എടുത്ത് വാസിத்து കേൾപ്പി. റോമാലേഖനം 6-ാം അധ്യായം എടുത്ത് വായിപ്പിച്ചു. எந்த அளவுக்கு நாம் பாபத்துக்கு மரிக்கிறோமோ എത്രത്തോളം പാപത്തിന് മരിക്കുന്നു அந்த அளவுக்கு தான் ஜெயஜீவியம் செய்ய முடியும். അതിനനുസരിച്ചാണ് ജയജീവിതം സാധ്യമാവുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாபத்துக்கு நாம் மரிக்க வேண்டும். നമ്മൾ പാപസംബന്ധമായി മരിക്കണം. அதான் ஞான ஸ்நானம். അതാണ് ജലസ്നാനം. தண்ணீரில் மூழ்கி வருகிறதல்ல, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വരികയല്ല. ஞான ஸ்நானம் கொடுக்க வேண்டிய விதம். അത് സ്നാനപ്പെടുന്ന വിധം മാത്രം. விதம் தான் அது. ആ വിധം എങ്ങനെയാണ്? ஞானஸ்நானம் என்பது സ്നാനമെന്നതോ മരണവും അടക്കവും എന്ന് റോമർ 6-ാം അധികാരം 4-ാം വചനത്തിൽ വാസിക്കും. റോമർ 6-4 നിന്ന് മനസ്സിലാക്കാം. മരണവും അടക്കം ചെയ്യപ്പെടുന്നു. 4 വിഷയத்துக்கு നാം മരിக்கிறோം. 4 കാര്യങ്ങൾക്ക് നമ്മൾ മരിക്കുന്നു. ഒന്റെ ന്യായപ്രമാണத்துக்கு മരിக்கிறோம். ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു. റോമർ 7-ാം അധികാരം 4-ാം വചനത്തിൽ. റോമർ 7:4. രണ്ടാമത് പാപத்துக்கு മരിக்கிறோം. രണ്ടാമത് പാപത്തിന് മരിക്കുന്നു. റോമർ 6:2. റോമർ 6:2. 1 പേതുരു 2:24. 1 പത്രോസ് 2:24. ഉലകத்துக்கு മരിக்கிறோം. നാം ലോക സംബന്ധമായി മരിക്കുന്നു. ഗലാത്യർ 6-ാം അധികാരം. ഗലാത്യർ 6-ൽ ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഉലക വഴിപാടുകൾക്ക് മരിக்கிறோം. ഈ ലോകത്തിന്റെ ആചാരങ്ങൾക്ക് നമ്മൾ മരിക്കുന്നു. കൊലോസിയർ 2:20. കൊലോസ്യർ 2:20. 4 വിഷയத்துக்கு നാം മരിക്കുന്നു. 4 കാര്യങ്ങൾക്ക് മരിക്കുന്നു. ഒന്ന് ന്യായപ്രമാണം, ന്യായപ്രമാണം. രണ്ടാമത് പാപം, അടുത്തത് പാപം. മൂന്നാമത് ഉലക വഴിപാട്, മൂന്നാമതായി ലോകത്തിന്റെ ആചാരങ്ങൾ, നാലാമത് ഉലകം. ലോകത്തിന് നാലാമത്. ഉലകം എന്ന് சொன்னால் അർത്ഥം എന്നെ എന്താണ് ലോകം എന്നതിന്റെ അർത്ഥം? യേശു சொன்னார். യേശു പറഞ്ഞു, യോവാൻ 17-ാം അധികാരം 16-ാം വചനത്തിൻപടി, യോഹന്നാൻ 17:16 പ്രകാരം, ഞാൻ ഉലകത്താൻ അല്ലാത്തതുപോലെ ഇവர்களுം ഉലകത്താരല്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. അപ്പൊ ഉലകം എന്നെ. അപ്പോൾ ലോകം എന്നാൽ എന്താ? അത് നിങ്ങൾക്ക് തെരിയും. 1 യോവാൻ 2-ാം അധികാരം 16-ാം വചനത്തിൽ, 1 യോഹന്നാൻ 2:16 കൺകളിൻ ഇച്ഛ, ജീവനത്തിൻ പെരുമ, മാംസത്തിൻ ഇച്ഛ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, എല്ലാം ഉലകത്തിനാൽ ഉണ്ടാനത്. ഇതെല്ലാം ലോകത്തിൽ നിന്നുണ്ടാകും. ഇതൊക്കെ നാം മരിക്കണം. നാം ഇതിന് മരിക്കണം. കൺകളിൻ ഇച്ഛകൾക്ക് മരിക്കണം, കൺമോഹങ്ങൾക്ക് മരിക്കണം, ജീവനത്തിൻ പെരുമയ്ക്ക് മരിക്കണം, ജീവനത്തിന്റെ പ്രതാപത്തിന് മരിക്കണം, മാംസ ഇച്ഛകൾക്ക് മരിക്കണം, ജഡമോഹങ്ങൾക്ക് മരിക്കണം. അതാ ജ്ഞാനസ്നാനം. ഇതാണ് ജലസ്നാനം. തണ്ണീരിൽ മുങ്ങി വരുகிறது മറ്റുമല്ല, ചുമ്മാ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുകയല്ല. இந்த അനുഭവം தேவை. ഈ അനുഭവം വേണം. അനുഭവം தேவை. അനുഭവം ആവശ്യം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കൺകളിൻ ഇച്ഛകൾക്ക് മരിക്കണം, കൺമോഹങ്ങൾക്ക് മരിക്കണം. ചിലരൊരു കപ്പ് പാത്ത ഉടനെ ചിലർക്ക് ഒരു കപ്പ് കണ്ടാൽ പോലും അതിന്മേലൊരു ഇച്ഛയുണ്ടാകും, അതിനെ മോഹിക്കും, ഉടനെ വാങ്ങും. ഉടനെ വാങ്ങും. അത് തേവയില്ല, ആവശ്യമില്ല, ഉടനെ വാങ്ങും. എന്തായാലും മേടിക്കും. പണമിരാവിട്ടാലും കടൻ കൊടുത്ത് വാങ്ങും. ഇനി പണമില്ലെങ്കിൽ കടം മേടിച്ചായാലും വാങ്ങും. നമുക്ക് കടൻ പെരുകി 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 വരികയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ കടമൊക്കെ കൂടുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കടനുള്ള ഒരുവനും കർത്താവിന്റെ വരികയിൽ പോക മുടിയാ. കടമുള്ള ആരും കർത്താവിന്റെ വരവിൽ പോവുകയില്ല. കടനില്ലാത്ത ഒരു ജീവിതമുണ്ട്, കടമില്ലാത്ത ഒരു ജീവിതമുണ്ട്. വീട് കെട്ടലാം, വീട് പണിയാം, പിള്ളകളെ പഠിക്ക മക്കളെ വയ്ക്കാം, പഠിപ്പിക്കാം, നല്ല സ്റ്റാൻഡേർഡിൽ പഠിക്ക വയ്ക്കലാം, നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാം, എംകോം എംകോം അല്ലെങ്കിൽ എംടെക് ഒക്കെ പഠിക്ക വയ്ക്കലാം, എംടെക് ഒക്കെ പഠിപ്പിക്കാം, നല്ല കല്യാണം പണി കൊടുക്കണം, നല്ല വിവാഹം നടത്താം, നല്ല റിസപ്ഷൻ നടത്തലാം, നല്ല സൽക്കാരം നടത്താം, 5 ലക്ഷം രൂപ ചെലവിൽ റിസപ്ഷൻ നടത്തലാം, 5 ലക്ഷം ചെലവഴിച്ച വിവാഹ സൽക്കാരവും നടത്താം, വീട് വെക്കലാം, വീട് പണിയാം. ஆனால் എല്ലാം ചെയ്ത പിറகு നിനക്ക് ഒരു പൈസ കടം നിൽക്കാം. ഇതൊക്കെ ചെയ്താലും ഒരു പൈസയുടെ കടം ശേഷിക്കില്ല. പലരും ഇന്ത്യക്ക് ജീവിക്கிறார்கள். എങ്ങനെ ജീവിക്കുന്ന പലരും ഇന്നുണ്ട്. ബിസിനസ് പണ്ടുகிறார்கள், എല്ലാ ബിസിനസ് ചെയ്യുന്നു, കടനില്ല, കടമില്ല. പിള്ളകളെ പഠിക്ക വയ്க்கிறார்கள், മക്കളെ പഠിപ്പിക്കുന്നു, കടനില്ല, കടമില്ല. വീട് വയ്க்கிறார்கள், വീട് പണിയുന്നു, കടനില്ല, കടമില്ല. കല്യാണം പണി കൊടുக்கிறார்கள், വിവാഹം നടത്തി കൊടുക്കുന്നു, കല്യാണമില്ല, കടമില്ല. പണത്തെ ചെലവ് പണ്ടുகிறார்கள், പണം ചെലവിടുന്നുണ്ട്, കടനില്ല, കടമില്ല. ഒരു പൈസ കടനില്ല. ഒരൊറ്റ പൈസയുടെയും കടം ബാക്കിയില്ല. അതുതാ നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. അതാ ഹൃദയ വിശ്വാസ ജീവിതം. ഇതാണ് ഹൃദയത്തിലെ വിശ്വാസമെന്ന ജീവിതം, കടമില്ലാത്ത ജീവിതം. കടമില്ലാത്ത ജീവിതം.
അപ്പൊ കൺകളിന് ഇച്ഛയ്ക്ക് നീ മരിത്താത്താൻ കടന്നില്ലാமல் ജീവിക്ക മുടിയും. കൺമോഹത്തിന് മരിച്ചാലേ കടമില്ലാതെ ജീവിക്കാൻ കഴിയൂ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതേക്കുറിച്ച് യേശു എന്നെ சொன்னார். യേശു എന്ത് പറഞ്ഞതിനെ കുറിച്ച് മത്തേയു 5-ാം അധികാരം 27-28 വചനങ്ങളെ വാസിക്കുമ്പോൾ മത്തായി 5:27-28 വചനങ്ങളിൽ വ്യഭിചാര പാപം ചെയ്യാതിരിപ്പായാക എന്റെ പൂർവ്വത്താർക്ക് ഉറൈത്തത് നിങ്ങൾ കേൾവിപ്പെട്ടിരിக்கிறீர்கள். പരസംഗം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ലയോ? ആനാ ഞാൻ നിങ്ങൾക്ക് சொல்லுகிறேன், ഞാനോ നിങ്ങളോട് പറയുന്നത്, ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർക്കിற യവനം, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിനാ നോക്കുന്നവനെല്ലാം, ഒരു പുരുഷനെ ഇച്ഛയോടെ പാർക്കിற യവളും, ഒരു പുരുഷനെ മോഹത്തോടുകൂടെ നോക്കുന്ന സ്ത്രീ ഏതായാലും, ഒരു പൊരുളെ ഇച്ഛയോടെ പാർക്കിற യവനും, ഒരു വസ്തുവിനെ മോഹിച്ചു നോക്കുന്നവനെല്ലാം ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. ഹൃദയത്തിൽ പരസംഗം ചെയ്തു കഴിഞ്ഞു. നീ ഒരു വേള അവളെ തൊട്ടിരിക്കാതെ, ഒരുപക്ഷെ കരസ്പർശമുണ്ടായിരിക്കില്ല, നീ പേശിയിരിക്കാതെ, സംസാരിച്ചിരിക്കില്ല, അങ്ങനെ ഇച്ഛയോടെ പാർത്തീர்களா? പക്ഷേ നോട്ടമോഹത്തോടെയാണോ? ബസ്സിലെല്ലാം പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഇച്ഛയും നിമിത്തം, ചിലർ മോഹം നിമിത്തം സിസ്റ്റേഴ്സിട്ട് സഹോദരി കിട്ട പോയിട്ട് പെൺകൾ കിട്ട പോയിട്ട് ഉറച്ചിട്ടേ കിടക്കും. സ്ത്രീകളെ ചെന്നിങ്ങനെ മുട്ടി ഉരുമിക്കൊണ്ടിരിക്കും. ചില വിശ്വാസികൾക്കും ഉണ്ട് ദാവി, ചില വിശ്വാസികൾക്കും ഈ ആത്മാവുണ്ട്, ഉറച്ചിട്ടേ ഇരിക്കും. പിന്നെ മുട്ടി ഉരുവും. കാരണം എന്നെ? കാരണം നിന്റെ ഇച്ഛ, മോഹം. നീ വ്യഭിചാര പാപം ചെയ്യുകറായി. ഇത് ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർക്കിற യവനും, മോഹത്തോടെ നോക്കുന്നവരെല്ലാം, ഒരു പുരുഷനെ ഇച്ഛയോടെ പാർക്കിற യവളും, ഒരു പുരുഷനെ മോഹത്തോടെ നോക്കുന്ന സ്ത്രീകളൊക്കെ ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി, ഹൃദയത്തിൽ പരസംഗം ചെയ്തു കഴിഞ്ഞു. അതിനകത്ത് യാക്കോബ് അപ്പോസ്തലൻ എന്നെ சொல்லுகிறார். അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, 4-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ യാക്കോബ് 4:4 വ്യഭിചാരികളെ വ്യഭിചാരിണികളെ, വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ, ഉലക സ്നേഹം ദേവനുക്ക് വിരോധമാണ് പക എന്ന് അറിയാമൽ ഇരിக்கிறீர்கள். ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം എന്ന് അറിയുന്നില്ലയോ? അവർ എന്നെ കൂപ്പിടുகிறாർ, താൻ അവരെ വിളിക്കുന്ന പേര് വ്യഭിചാരികളെ വ്യഭിചാരിണികളെ. വ്യഭിചാരികളും വ്യഭിചാരിണികളുമേ, ശരീരത്തിൻ പ്രകാരം അവർ വ്യഭിചാര പാപം ചെയ്യവില്ല, ശരീരപ്രകാരം വ്യഭിചാരം ചെയ്തിട്ടില്ല, ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. പക്ഷേ ഹൃദയത്തിൽ വ്യഭിചാര പാപമുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത പാപമുണ്ട് ഹൃദയത്തുക്കുൾ ഇരിக்கிறபடியினால், ആ പാപം ഹൃദയത്തിനുള്ളിലുള്ളത് കൊണ്ട് നിനക്ക് ജയജീവിയം ചെയ്യ മുടിகிறதில்ல, നിനക്ക് ജയജീവിതം നയിക്കുവാൻ പറ്റുന്നില്ല. ഇനി ഉങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആരായിന്ന് പാരുங்க. നിങ്ങളുടെ ജീവിതം ഒന്ന് വിശകലനം ചെയ്യൂ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വെളിയരംഗமாக നീ നല്ല ഡീസന്റായി ഇരിக்கலாம், പുറമേ നല്ല മാന്യ വ്യക്തി, പേസവേ മാട്ടാർ ചിലർ, ചിലർ മിണ്ടുക പോലുമില്ല, തലയേ കീഴേ ഇരുന്ന് മേലെ തൂക്ക മാട്ടാർ, തല കുനിഞ്ഞേ നടക്കുന്ന പൊക്കുക പോലുമില്ല. ആനാ അവൻ ചെയ്യാത്ത പാപം ഒന്നുമില്ല, കാട്ടിക്കൂട്ടാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. യേശുവിനെ നോക്കി പാർக்கிறார், യേശു നിന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു. നീ ജയാളിയാകുമ്പടിക്ക് അഴക്കപ്പെട്ടവൻ അഴക്കപ്പെട്ടവൻ, നീ വിളിക്കപ്പെട്ടത് ജയാളിയാകുവാൻ. എന്നാൽ നീ എന്ത നിലമയിൽ എന്ത നിലവരത്തിൽ പാപത്തുക്ക് മരിച്ചിരിக்கிறீர்கள். എന്നാൽ എത്രത്തോളം, എത്ര ശതമാനം പാപത്തിന് മരിച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനം എടുത്തേൻ എന്ന് சொல்லலாம், സ്നാനപ്പെട്ടെന്ന് അവകാശപ്പെട്ടേക്കാം. മലേഷ്യയിൽ ഒരു ബ്രദർ ഉണ്ട്, മലേഷ്യയിലെ സഹോദരൻ ഉണ്ടായിരുന്നു. അവന്റെ പെരിയ പെരുമ, വലിയ പൊങ്ങച്ചം. ഞാൻ പാസ്റ്റർ പോളാൽ ജ്ഞാനസ്നാനം എടുത്ത്, പാസ്റ്റർ പോളിന്റെ കയ്യിൽ സ്നാനപ്പെട്ടതാണ്. ജ്ഞാനസ്നാനം എടുത്തത് മറ്റുമല്ല, സ്നാനപ്പെട്ടത് മാത്രമല്ല, അങ്ങ് ഒരു പെരിയ നദിയുണ്ട്, അവിടെ വലിയൊരു ആറുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിൽ മുതല ഏകപ്പെട്ട മുതലേ ഇരിക്കും, ഒരുപാട് മുതലകളുള്ള ആറ്. ഒരു രാത്രി ഈവനിങ് താൻ പാസ്റ്റർ പോൾ ജ്ഞാനസ്നാനത്തിക്കാക പോണ, ഒരു സന്ധ്യാസമയത്താണ് പാസ്റ്റർ പോൾ സ്നാനത്തിനായി പോയത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കാരണം എന്റെ ബ്രദർക്ക് കൊഞ്ചം എതിർപ്പുണ്ട്, അവർക്കത്ത് എതിർപ്പുള്ള വ്യക്തിയാണ്. ആർക്കും തെരിയാമ ജ്ഞാനസ്നാനം കൊടുക്ക വേണ്ടുമെന്ന്, രഹസ്യമായിട്ട് സ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി കൊടുക്കലാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താ നദിയിൽ പോന, ഈ മുതലയുള്ള ആറ്റിൽ പോയി. മുതല കടന്ന് തുടിക്കുതങ്ക, അവിടെ മുതലകൾ ഇങ്ങനെ ചാടി മറിയുന്നു. ആദ്യം അവനോട് சொன்ன നീ ഇറങ്ങും சொன்ன, നീ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങത്തില്ല. പാസ്റ്റർ പോൾ ഇറങ്ങന. പാസ്റ്റർ പോൾ പിന്നെ ആദ്യം ഇറങ്ങി. മുതലേ യേശുവിൻ നാമത്തിൽ കട്ടളിടുക, പോ വെളിയെ.
മുതലേ യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, നീ പുറത്തോട്ട് പോകും. ഞാൻ ജ്ഞാനസ്നാന ആരാധന നടത്താൻ വേണ്ടി ഞാനിവിടെ സ്നാന ശുശ്രൂഷ നടത്തണം. അതൊക്കെ പിറகு നീ വരലാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. എല്ലാം മുതലേ പട്ട അടിച്ച് അങ്ങേ പോയി നിൽക്കും. മുതലുകളെല്ലാം കൈകാലടിച്ച് ദൂരെ മാറിപ്പോയി. അങ്ങ ഇരുന്ന് തല തൂക്കി പാക്കത് അവിടെ നിന്ന് ആ തല ഉയർത്തി നോക്കും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പശപ്പോൾ ഇറങ്ങിനാൽ പശപ്പോൾ വെള്ളത്തിലിറങ്ങി, അവരും ഇറങ്ങിന, താനും കൂടെ ഇറങ്ങി ജ്ഞാനസ്നാനം കൊടുത്ത് സ്നാനം കൊടുത്തു വെളിയെ വന്നു. അവർക്ക് ഇത് അവർക്ക് പെരിയ പെരുമ. ഇത് വലിയ പൊങ്ങച്ചമാണ്. മുതലെയുള്ള ആറ്റിൽ ഞാൻ ജ്ഞാനസ്നാനം എടുത്ത്, മുതലെയുള്ള ആറ്റിലാണ് സ്നാനപ്പെട്ടത്. പശപ്പോൾ എനിക്ക് ജ്ഞാനസ്നാനം തന്താർ. പശപ്പോളാണ് എനിക്ക് സ്നാനം തന്നത്. അതൊരു അത്ഭുതം താ. അത്ഭുതമാണത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ല. ജീവിതത്തിൽ ഒരു മാറ്റമൊന്നുമില്ല. വീട്ടിലും വ്യത്യാസമില്ല, വീട്ടിലും മാറ്റമില്ല, എങ്കും ഒരു വ്യത്യാസമില്ല, എവിടെയും ഒരു മാറ്റമില്ല. അപ്പൊ ജ്ഞാനസ്നാനം എടുത്തേനെന്ന് ചൊല്ലി എന്ന പ്രയോജനം? ഇതേ ഈ സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞ എന്ത് കാര്യം? മുതലെ കാട്ടിൽ എടുത്തേന്ന് ചൊല്ലി എന്ന പ്രയോജനം? മുതലക്കാട്ടിലാണ് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ കാര്യം? ജ്ഞാനസ്നാനത്തിൽ നീ മരിക്ക വേണ്ടും. സ്നാനത്തിൽ നീ മരിക്കണം. ന്യായപ്രമാണത്തിൽ, ന്യായപ്രമാണ വഴിപാടുകൾ, ലോകാചാരങ്ങൾ, പാപത്തിൽ, എല്ലാ രഹസ്യ പാപങ്ങൾ, എല്ലാ രഹസ്യ പാപങ്ങൾക്ക് നീ മരിക്ക വേണ്ടി. നീ മരിക്കണം. മരിത്തവനാക ഉന്നെ എണ്ണിക്കൊള്ള വേണ്ടി. മരിച്ചവനായി നിന്നെ എണ്ണിക്കൊള്ളുക. റോമർ 6:11 വാസിക്കുമ്പോൾ, റോമർ 6:11 വായിക്കുമ്പോൾ, പാപത്തുക്ക് മരിത്തേനെന്നും പാപസംബന്ധമായി നീതിക്കാക പിഴത്തിറക്കുന്നതിനും എണ്ണിക്കൊള്ളുക. നീതിക്കായി ജീവിച്ചിരിക്കുന്നതിന് നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളു. പാപത്തുക്ക് ഞാൻ മരിത്തേ, പാപസംബന്ധമായി മരിച്ചു, നീതിക്കാക പിഴത്ത്, നീതിക്കായി ജീവിക്കുന്നു, എണ്ണിക്കൊള്ളുക. ഇങ്ങനെ എണ്ണിക്കൊള്ളി. അന്ത എണ്ണത്തെ നിപ്പാട്ടും പോത്, ആ വിചാരം അവസാനിപ്പിക്കുമ്പോൾ നിനക്കുള്ള പാപം വന്നു, നിന്നിൽ പാപം വരുന്നു. അതിനായിട്ട് റോമർ 6:6 വാസിക്കുമ്പോൾ, അതുകൊണ്ടാണ് റോമർ 6:6 വായിക്കുമ്പോൾ, ഇനി നാം പാപത്തുക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക പാപമനുഷ്യൻ അവനോട് കൂടെ സിലുവയിൽ അറൈന്താർ എന്റെ അറിഞ്ഞിരിக்கிறோம். നീ പാപത്തിന് ദാസനായിരിക്കാതെ വേണം, പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് നീ പാപത്തുക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക, പാപത്തിന് ദാസനായിരിക്കാതെ വണ്ണം പഴയ മനുഷ്യൻ അവരോടുകൂടെ സിലുവയിൽ അറൈന്ത, പഴയ മനുഷ്യൻ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതാ ഉലകത്തുക്ക് ഞാൻ മരിത്തേ, ഇതാണ് ഞാൻ ലോകത്തിന് മരിച്ചു, പാപത്തുക്ക് മരിത്തേ, പാപത്തിന് മരിച്ചു. ഇനി പാപം ചെയ്യ മുടിയാ, ഇനി പാപം ചെയ്യുകയില്ല. ഒരു ഡെഡ് ബോഡിയെ പോലെ, ഒരു മൃതദേഹം പോലെ. ആ ഡെഡ് ബോഡിക്ക് പാരുങ്ക, ആ മൃതദേഹത്തെ നോക്കൂ. വായുണ്ട്, വായുണ്ട്, കൈയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ അവയവങ്ങളുമുണ്ട്. ആന ഏതാവൊരു കെട്ട വാർത്തയെ നാം പേസിനാൽ, എന്നാൽ നമ്മൾ എന്തെങ്കിലും മോശവാക്ക് പറഞ്ഞാൽ തിരുപ്പി പേസ പ്രതികരിക്കില്ല. അത് എന്നെ ചൊല്ലും, എന്ത് പറയും? എനിക്ക് വായുണ്ട്, വായുണ്ട്, അന പേസ ജീവനില്ല, സംസാരിക്കാൻ ജീവനില്ല. കൈയുണ്ട്, കൈയുണ്ട്, അന പ്രയോഗിക്കാൻ എനിക്ക് ജീവനില്ല. ഞാനത് ഉപയോഗിക്കാൻ ജീവനില്ല. മരിത്തേൻ, ഞാൻ മരിച്ചു. ഇതേ നിലമയിൽ നാം കാണപ്പെട വേണ്ടി, നാം ഈ അവസ്ഥയിൽ കാണപ്പെടണം. അപ്പോൾ താൻ പൂർണ്ണ ജയാളിയാക മാറല. അപ്പോഴാണ് സമ്പൂർണ്ണ ജയം പ്രാപിക്കുക. എந்த அளவுக்கு നാം പാപത്തുക്ക് മരിக்கிறோமோ, എത്രത്തോളം പാപത്തിന് മരിക്കുന്നു, அந்த அளவுக்கு നാം ജയാളിയാക മാറല. അത്രത്തോളം ജയാളികളായി മാറാം. ദേവനക്ക് ദൈവത്തിന് മഹത്വം. പാപത്തുക്ക് മരിച്ചവർകളാക നാം ജീവിപ്പാം, പാപത്തിന് മരിച്ചവരായി ജീവിക്കാം. അടുത്തപടിയാക അടുത്തതായി ജയജീവിയം ചെയ്യ വേണ്ടുമാനാൽ, ജയജീവിതം നയിക്കണമെങ്കിൽ മോശയുടെ നടത്തിപ്പിൻപടി, മോശയുടെ നടത്തിപ്പ് പ്രകാരം, ജോഷുവാവിൻ നടത്തിപ്പിൻപടി, യോശുവയുടെ നടത്തിപ്പ് പ്രകാരം അവർ യോർദാനെ കടക്ക വേണ്ടും. അവർ യോർദാൻ കടക്കണം. യോർദാൻ കടന്ന് അവർ കനാൻ ദേശത്തിൽ വന്നതാക നാം വേദത്തിൽ വാസിക്കുന്നു. അവർ യോർദാനെ മറികടന്ന് കനാനിലെത്തിയതായി കാണുന്നു. കനാൻ ദേശം എന്നത് ജയജീവിയத்துக்கு നിഴലാക കാണപ്പെടുகிறது. ഇവിടെ പറയുന്ന കനാൻ എന്നത് ജയജീവിതത്തിന് ഒരു പ്രതീകം. അവർ യോശുവാവിൻ നടത്തിപ്പിൻപടി അന്ത യോർദാനെ കടந்தார்கள். അവർ യോശുവയുടെ നടത്തിപ്പിൻ കീഴിൽ യോർദാനെ കടന്നു. ഇങ്ങ രണ്ട് നടത്തിപ്പുകാരെ നാം പാർക്കും. നമുക്കിവിടെ രണ്ട് നടത്തിപ്പുകാരെ കാണാം. ഒന്ന് എഗിപ്ത് ദേശത്തിൽ ഇരുന്ന് കൊണ്ടുവന്ന മോശെ, ഒന്ന് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മോശെ. മോശ വന്ന് പിസ്ക മലമുകളിൽ ഇറந்து വിട്ടാർ. ആ പിസ്ക കൊടുമുടിയിൽ കയറി താൻ മരിച്ചു. അതുവരയ്ക്കും താൻ മോശ ജനങ്ങളെ നടത്ത മുടിയുന്നത്. മോശയ്ക്ക് ജനത്തെ അതുവരെ മാത്രമേ നടത്തുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ യോർദാനെ കടക്ക വയ്ക്ക മുടിയവില്ല. എന്നാൽ യോർദാനെ കടത്തുവാൻ കഴിഞ്ഞില്ല. കനാൻ ദേശത്തുക്കുൾ പ്രവേശിക്കവില്ല. കനാനിൽ പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കനാൻ ദേശം എന്നത് ജയജീവിയத்துக்கு നിഴൽ. കനാൻ എന്നത് ജയജീവിതത്തിന് നിഴൽ.
അപ്പോ രണ്ടു വിധமான സുവിശേഷമുണ്ട്. ആകയാൽ സുവിശേഷവും രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് മോശെ. ഒന്ന് മോശെ. മോശെ എന്നത് വിടുതലയിൻ സുവിശേഷം. മോശെ എന്നതാ വിടുതലിന്റെ സുവിശേഷം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. യോശുവ എന്നത് യോശുവ എന്നാൽ മഹിമയിൻ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം. മഹിമയിൻ സുവിശേഷത്തിനാല് താൻ ഒരു ജയജീവിയം ചെയ്യ മുടിയും. തേജസ്സിന്റെ സുവിശേഷത്താൽ മാത്രമേ ഒരു ജയജീവിതം സാധിക്കൂ. വിടുതലയിൻ സുവിശേഷത്തിനാൽ, വിടുതലിന്റെ സുവിശേഷത്താൽ പൂർണ്ണ ജയജീവിയം ചെയ്യ മുടിയും. സമ്പൂർണ്ണ ജയജീവിതം സാധിക്കില്ല. അതിനാ യോശുവാവിൻ നടത്തിപ്പ് തേവ. ആകയാൽ യോശുവയുടെ നടത്തിപ്പ് വേണം. മഹിമയിൻ സുവിശേഷത്തിൽ നാം ഐക്യപ്പെട്ട് ജീവിക്കവേ. നാം തേജസ്സിന്റെ സുവിശേഷത്തിൽ ഐക്യത പുലർത്തി ജീവിക്കണം. ഉപദേശത്തിൽ ഐക്യപ്പെട്ട് ജീവിക്ക വേണ്ടും. ഉപദേശത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം. 2 തിമോത്തിയും 3:16-17 വസനങ്ങളെ വാസിക്കുമ്പോൾ, 2 തിമോത്തിയോസ് 3:16-17 വചനങ്ങളിൽ അങ്ങ് എന്നെ വാസിക്കണം വായിക്കുന്നതെന്ത്? എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. വേദവാക്യങ്ങളെല്ലാം ദേവാവിയിനാൽ എഴുതപ്പെട്ടത്. തിരുവഴുത്തുകളെല്ലാം ദൈവാത്മാവിനാൽ രചിക്കപ്പെട്ടത്. ദേവനുடைய മനുഷ്യൻ തേറിന മനുഷ്യനാക മാറ്റം, തികഞ്ഞ പുരുഷനായി മാറ്റപ്പെടണം. പൂർണ്ണ മനുഷ്യനാക സമ്പൂർണനായി മാറണം. எந்த நற்கிரியையும் செய்ய தகுதியுள்ளவனாகவும் இருக்கும்படியாக அவைகள் உபதேசத்துக்கும், அந்த வசனங்கள் உபதேசத்துக்கும், വചനങ്ങൾ ഉപദേശത്തിനും கடிந்து கொள்ளுதலுக்கும், ശാസനത്തിനും, தீர்த்திருத்தலுக்கும், ഗുണീകരണത്തിനും, നീതിയെ പഠിപ്പിക്കുന്നതിനും, നീതിയെ അഭ്യസിക്കുന്നതിനും. അപ്പൊ പൂർണ്ണ മനുഷ്യനാക നാം മാറ്റപ്പെട വേണ്ടുമാണ്. നാം തികഞ്ഞ പുരുഷരാകണമെങ്കിൽ, ജയാളിയാക മാറ വേണ്ടുമാണ്, ജയാളികളാകണമെങ്കിൽ ഉപദേശം തേവ. ഉപദേശം ആവശ്യം. വെറും വസനങ്ങൾ തെരിന്താൽ പോരാ, വചനങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഉപദേശങ്ങൾ തേവ. ഉപദേശങ്ങൾ അത്യാവശ്യം. പല പല വസനങ്ങൾ ചേർത്ത് താൻ ഉപദേശത്തെ ഉരുവാക്കുന്നു. പല വചനഭാഗങ്ങൾ കോർത്തിണക്കിയാണ് ഉപദേശമുണ്ടാക്കുന്നത്. അതാ ഉപദേശം. ഇതാണ് ഉപദേശം. ഉപദേശത്തിനാൽ പൂർണ്ണ ജയാളിയാക മാറലാം. ഉപദേശത്താൽ പൂർണ്ണ ജയാളിയായി മാറാം. വസനത്തിനാൽ വിശ്വാസത്തെ പെരുക ചെയ്യലാം. വചനത്താൽ വിശ്വാസം സമാധാനത്തിൽ ജീവിക്കലാം, സമാധാനത്തോടെ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം, ആശ്വാസം പ്രാപിക്കാം. ഉപദേശത്തിനാൽ, ഉപദേശത്താൽ നാം പൂർണ്ണ മനുഷ്യനാക മാറ്റപ്പെടാം. മാത്രമേ പൂർണ്ണ മനുഷ്യരായി മാറുവാൻ കഴിയൂ. പൂർണ്ണ ജയാളിയാക മാറലാം, പൂർണ്ണ ജയാളികളായി മാറും. ഉലകത്തെ, മാംസത്തെ, സാത്താനെ, മരണത്തെ, പാതാളത്തെ ജയിച്ച് ജീവിക്കലാം. ലോകത്തെ, ജഡത്തെ, സാത്താനെ, പാതാളത്തെ, മരണത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും. അതിനാലെ താൻ യോശുവാവിൻ നടത്തിപ്പ് തേവ. യോശുവയുടെ നടത്തിപ്പ് വേണം. മോശയുടെ നടത്തിപ്പ് മറ്റും പോതാ. മോശയുടെ നടത്തിപ്പ് മാത്രം. വിടുതലയിൻ സുവിശേഷത്തിനാൽ മറ്റും പോതാ. വിടുതലിന്റെ സുവിശേഷം മാത്രം. ആഴമായ സത്യങ്ങൾ തേവ. ആഴമായ സത്യങ്ങൾ വേണം. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. ആഴമായ സത്യങ്ങൾക്ക് കീഴ്പ്പെടുത്തി നാം ജീവിച്ചാൽ, ആഴമായ സത്യങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ ജയാളിയാക മാറ മുടിയും, ജയാളികളായി മാറാം. ഇനി എന്താ യോർദാനെ നാം പാർക്കുമ്പോൾ, നാം ഇനി യോർദാനെ നോക്കിയാൽ അങ്ങ് ലേവിയർ സുമന്ത് വന്നതാണ് ഉടൻപടിക്ക പറ്റിയെ നാം പാർக்கிறோம். അവിടെ ലേവിയർ ചുമന്നുകൊണ്ടുവരുന്ന നിയമപെട്ടകം കാണാം. ഉടൻപടിക്കപ്പെട്ടി എല്ലാവരും സുമക്കലാകാതെ ഈ നിയമപെട്ടകം ചുമക്കുവാൻ എല്ലാവർക്കും കഴിയും. വേർതിരിക്കപ്പെട്ട ലേവിയർ മറ്റുംതാൻ ഉടൻപടിക്കപ്പെട്ടി വേർതിരിക്കപ്പെടുന്ന ലേവിയർക്ക് മാത്രമേ അത് ചുമക്കുവാനോ. ലേവിയർക്ക് 3 പിള്ളകൾ. ലേവിക്ക് 3 മക്കൾ. ഒന്ന് കഹാത്യർ, ഗർസോന്യർ, മെരാരി. இந்த 3 പിള്ളകൾക്ക് താൻ അന്ത ഉദ്യോഗം. ഈ 3 മക്കളിൽപ്പെട്ടവർക്കാണ് ഈ ചുമതല. അതിലൊരുവൻ താൻ മോശയും ആരോനും. അതിൽപ്പെട്ടവരാണ് മോശയും അഹരോനും. അന്ത ലേവിയർ ഉടൻപടിക്കപ്പെട്ടിയെ സുമന്ത് അവർ ഈ നിയമപെട്ടകം ചുമന്ന് യോർദാനിൽ വന്നാർ. യോർദാനിൽ കാലുകൾ വെച്ച ഉടൻ, യോർദാനിൽ ഉള്ളങ്കാൽ ചവിട്ടിയപ്പോൾ അന്ത തണ്ണീർ ഒരു പകുതിയാക മതിലെ പോലെ നിന്നത്. വെള്ളം ഒരു ഭാഗത്ത് മതിൽ പോലെ ചിറ പോലെ നിന്നു. അടുത്ത തണ്ണീർ ഒഴുകി വിട്ടത്, മറുഭാഗത്തുള്ള വെള്ളം ഒഴുകിപ്പോയി. തറ വട്ടാന്തരയാക കാണപ്പെട്ടു. അവിടെ ഉണങ്ങിയ നിലമായി. ദേവനക്ക് ദൈവത്തിന് മഹത്വം. അതിലൂടെ അവർ കടന്നു പോന്നാർ. ആ ഉണങ്ങിയ നിലത്തിൽ കൂടെ അവർ യോർദാനെ ജയിച്ചാർ. യോർദാനെ ജയിച്ചു. യോർദാൻ എന്ന യോർദാൻ എന്ത്?
ஆத்மாவுக்கு விரோதமாக போராடுகிற மாம்ச இச்சை என்று நாம் வேதத்தில் வாசிக்கிறோம். ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് ബൈബിളിൽ വായിക്കുന്നു. 1 പേതുരു 2-ാം അധികാരം 11-12 വചനങ്ങളെ വാസിക്കുമ്പോൾ 1 പത്രോസ് 2:11-12 വചനങ്ങളിൽ ആത്മാവുക്ക് വിരോധமாக പോരാടുகிறதான മാംസ ഇച്ഛയെ വിട്ട് നാം വിലക வேண்டும். ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നുകൊള്ളുവീൻ. ഇപ്പൊ നാം ആരും കുടിക്ക മാട്ടോം, നമ്മൾ ആരും മദ്യപിക്കില്ല, സിഗരറ്റ് പിടിക്ക മാട്ടോം, പുകവലിക്കില്ല. സിഗരറ്റ് കടയിൽ പോകുറോം, നാം സിഗരറ്റ് കടയിൽ പോകും, മിഠായി വാങ്ങുറോം, മിഠായി മേടിക്കും. ആനാ അന്ത സിഗരറ്റ് വാങ്ങ മാട്ടോം, പക്ഷെ സിഗരറ്റ് വാങ്ങുകയില്ല, അതെ പാക്കവും മാട്ടോം. നമ്മളത് ശ്രദ്ധിക്കുക പോലുമില്ല. കാരണം അതിന്മേൽ 100% ജയം. നമുക്ക് ആ 100% അതിൽ ജയമാണ്. കള്ള് ഷാപ്പ് വഴിയാക പോകുക, നാം കള്ള് ഷാപ്പ് വഴി പോകും, അന്ത പക്കം തിരുമ്പിയെ പാർക്ക മാട്ടോം, നമ്മളങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. 100% ജയം, 100% ജയം. ஆனால் പക്ഷി മാംസ ഇച്ഛയിൽ ജയമില്ല, ജഡമോഹത്തിന് മേൽ ജയമില്ല. അത് ആത്മാവുക്ക് വിരോധமாக പോർ ചെയ്യുന്നതാണ് മാംസ ഇച്ഛയെ വിട്ട് നീ വിലക വേണ്ടും. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നുകൊള്ളണം. ഉങ്ങൾക്കുള്ള യുദ്ധങ്ങളും സണ്ടകളും വരുന്നത് എതിനാല്? നിങ്ങളിൽ ശഠയും കലഹവും എവിടെ നിന്ന്? യാക്കോബ് 4-ാം അധികാരം മുതൽ 2 വചനങ്ങൾ വാസിക്കുമ്പോൾ യാക്കോബ് 4:1-2 വചനങ്ങൾ ഉങ്ങൾക്കുള്ള സണ്ടകളും കലഹങ്ങളും യുദ്ധങ്ങളും വരുന്നത് എതിനാല്? നിങ്ങളിൽ ശഠയും കലഹവും എവിടെ നിന്ന്? നമ്മുടെ വീടുകൾ പാരുങ്ക, നമ്മുടെ ഭവനങ്ങളെ നോക്കൂ. വിശ്വാസ വീട്ടിലും ഉണ്ട്, വിശ്വാസ വീട്ടിലും സണ്ട, വഴക്കുണ്ട്. ഞാനൊരു സഹോദരിയുടെ കേട്ടെ, ഞാനൊരു സഹോദരി, ഞാൻ ഇറക്കുന്ന ഫൈത്താണ് എനക്കേ വെക്കം, എനിക്ക് തന്നെ നാണക്കേട് തോന്നി. അമ്മ നീ സണ്ട പോട്ടെ, എന്തിനാ സഹോദരി ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? ഉനക്ക് എന്നാ വേണം ഞാൻ വാങ്ങിത്തരാം, നിനക്ക് എന്ത് വേണേലും ഞാൻ മേടിച്ചു തരാം. ഇറച്ചി വേണമോ? ഇറച്ചി വേണോ? മീൻ വേണമോ? മീൻ വേണോ? എന്നാ വേണം? എന്ത് വേണം? വാങ്ങിത്തരാം. എന്ത് വേണേലും എനിക്ക് സണ്ട. അത് சொல்லுது எனக்கு தெரியாது. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. சண்டை எதுக்காக நான் போடுகிறேன் எனக்கே தெரியாது. ഞാനെന്തിനാ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഉനക്ക് தெரியாத ഒരു പാപം ഉനക്കുള്ള இருக்கிறதுന്റെ റോമർ 7-ാം അധികാരം 20-ാം വചനത്തിൽ വാസിக்கிறோம். റോമർ 7:20 കാണുന്നു, നീ അറിയാതെ നിന്നിൽ വസിക്കുന്ന പാപം നന്മ ചെയ്യ വേണ്ടുമെന്ന് ഞാൻ വിരുമ്പുகிறேன், നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു, ஆனால் எனக்கு വിരുപ്പമില്ലാത്ത ചില തീന്മകൾ எனக்குள் വാസമായിരിക്കുന്നു. എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ ഉണ്ട്. அந்த தீன்மையானால்தான் இவ்விதமான பாவங்கள் செய்கிறது. ആ തിന്മ നിമിത്തമാണ് ഞാൻ ഈ പാപങ്ങൾ ചെയ്യുന്നത്. யாக்கோபு அப்போஸ்தலன் கேட்கிறார், യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ഉങ്ങൾക്കുള്ള സണ്ടകളും യുദ്ധങ്ങളും വരുന്നത് എതിനാൽ? നിങ്ങളിൽ ശഠയും കലഹവും എവിടെ നിന്ന്? ഇன்றைக்கு നമ്മുടെ മധ്യ കല്യാണം മുടിച്ച ഉടനെ പിരിഞ്ഞ് പോറാണ്. കല്യാണം കഴിഞ്ഞാലും അധികം താമസമില്ലാതെ വേർപിരിഞ്ഞു പോകുന്നല്ലോ. അവരെ ചേർത്ത് വെക്ക മുടിகிறதிല്ല, അവരെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കുടുംബത്തെ ചേർത്ത് വെക്ക പോണ, ഒരു കുടുംബത്തെ ഒന്ന് യോജിപ്പിക്കാൻ ഞാൻ പോയി. എനിക്ക് അറിയാവുന്ന പയ്യനും പെണ്ണും താ, വളരെ പരിചയമുള്ള ചെറുക്കനും പെണ്ണുമാണ്. ചിന്ന വയസ്സിലിരുന്നേ തെരിയും, കൊച്ചുപ്രായം മുതലേ അറിയാം. ആനാ ഞാൻ നിനച്ച ഞാൻ சொன்ன കേൾക്കുമെന്ന്, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ചിന്തിച്ചു. ഞാൻ പോണ ചെന്നു. സഹോദരി താൻ പ്രശ്നം, ആ പെൺകുട്ടിയാണ് പ്രശ്നം. അവൻ എപ്പടിയും അഡ്ജസ്റ്റ് പண்றதுக்கு ആയിത്തം, അവനെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുക്കമാണ്. ആ പെണ്ണിട്ട കേട്ടെ, ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നീ കല്യാണം പണിയാച്ചു? കല്യാണം കഴിച്ചു. പിതാകുമാര പരിശുദ്ധാവിൻ നാമത്തിൽ ഉടൻപടിക്ക പണിയാച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നീ. ദേവൻ ഇണൈത്തത് മനുഷ്യൻ പിരിക്കാതിരിക്കണം. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇതെല്ലാം ഉനക്ക് തെരിയും, ഇതൊക്കെ അറിഞ്ഞുകൂടെ? തെരിയും ബസ് അറിയാം. അപ്പൊ ഇതാണ് ഉന്റെ പുരുഷൻ, ഇത് നിന്റെ ഭർത്താവല്ലേ? നീ എന്തൊക്കെ ഡിക്ലെയർ പണിയാച്ചു? അന്ന് അത് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ചതല്ലേ? അപ്പൊ നീ കുടുംബ വാഴ്ക്ക നടത്തലാമേ, പോകലാമേ? അപ്പോ പിന്നെ കുടുംബജീവിതം പാസ്റ്റർ എനിക്ക് അവരെ പിടിക്കാതെ, എനിക്കിഷ്ടമല്ല. ഏൻ പിടിക്കാതെ? എന്താണ്? അവർ ഉന്നെ പോലെ സോപ്പ് താ, നിന്നെ പോലെ വെളുത്ത ആളാണ്, നല്ല ശമ്പളമുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല കാറുണ്ട്, നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്. ഇനി എന്നെ പിടിക്കാതെ ഇനി എന്താണ് ഇഷ്ടക്കേട്? പറഞ്ഞ സത്യമാ പാസ്റ്റർ, എനിക്ക് പിടിക്കാൻ சொன்னா പിടിക്കാതെ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അപ്പോഴും ഞാൻ കേട്ട എന്നാ പിടിക്കാ സൊല്ല് മോളെ, നിന്റെ ഇഷ്ടക്കേട് എന്താണെന്ന് പറ. ഇനി എന്നെ അവനോട് പോക സൊല്ലാൻ പോവൻ, പോകാൻ കൂടെ പോകണമെന്ന് ഭാഷ നിർബന്ധിച്ചാ പോകും. ഞാൻ പോകും.
പക്ഷെ നാളേക്ക് എന്റെ അടക്കാരാധനയ്ക്ക് പാസ്റ്റർ വരേണ്ടി വരും. എന്നാൽ നാളെ എന്റെ അടക്കാരാധന പാസ്റ്റർ വന്ന് നടത്തേണ്ടി വരും. ഞാൻ ഭയന്നിട്ട് ഞാനും പേടിച്ചു. ആ വീട്ടുകാരെ பார்த்து சொன்னேன், பாருங்க நாளைக்கு அடக்காராதனை சொல்றாங்க, தயவு செய்து மன்னிச்சுட்டுங்க, நான் போறேன். എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്, എനിക്കാടെ അടക്കമൊന്നും നടത്താൻ പറ്റും. എഴുതി വെച്ച് മരിത്താ എന്നെ ചെയ്യ മുടിയും? എന്റെ പേര് എഴുതി വെച്ച് മരിച്ചാൽ പിന്നെ എന്റെ മരണത്തിക്ക് പാസ്റ്റർ എം ടി തോമസ് താൻ കാരണം. പാസ്റ്റർ എം ടി തോമസിനും ഇതിൽ ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യ മുടിയും? ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഇപ്പടിതാൻ നമ്മുടെ ചില വിശ്വാസികളുടെ നിലവരം. വിശ്വാസികളുടെ ചിലരുടെ അവസ്ഥ ഒക്കെ ലക്ഷക്കണക്ക് പണത്തെ ചെലവ് പണി, ലക്ഷങ്ങൾ ചിലവിട്ട് നല്ല വാഞ്ചയില് നല്ല അനേക ആയിരക്കണക്ക് മക്കളെ കൂപ്പി, ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിച്ച് കല്യാണം നടത്തണം, വിവാഹമൊക്കെ നടത്തും. 2 വാരം 3 വാരം 2 വർഷം 1 വർഷം 2 വർഷത്തേക്കുള്ള പിരിഞ്ഞു പോറാൻ. 2 ആഴ്ച 3 ആഴ്ച 2-3 കൊല്ലം കഴിയുമ്പോൾ വേർപെടുന്നു. കാരണമെന്ന് എല്ലാം മാംസിക ഇച്ഛതാൻ കാരണം. എല്ലാം ജഡമുഖങ്ങളാണ് കാരണം. ഉങ്ങൾക്കുള്ള യുദ്ധങ്ങളും ചണ്ടകളും വരുന്നത് എതിനാൽ? നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? എന്നെ വാസിക്കണം. അവിടെ തുടർന്ന് വായിക്കും. ഉങ്ങൾ അവയവങ്ങളിൽ പോർ ചെയ്യുക മാംസ ഇച്ഛകളാൽ അല്ലവാ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളാലല്ലയോ? അത് താൻ യോർദാൻ. അതാണ് ഈ യോർദാൻ. இந்த யோர்தானை நீ கடக்க வேண்டும். ഈ യോർദാനെ മറികടക്കണം. അതൊക്കെ ഒന്റെ അപ്പോസ്തലിക ഉപദേശത്തിന് ഐക്യപ്പെട്ട് ജീവിക്കും. അപ്പോസ്തലിക ഉപദേശത്തിന് ഐക്യപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കണം. യോശുവാവോടെ ഐക്യപ്പെട്ട് യോശുവാവുടെ നടത്തിപ്പിൻപടി ജീവിക്കണം. യോശുവായോട് ഐക്യപ്പെട്ട് തന്റെ നടത്തിപ്പിന് കീഴ്പ്പെട്ട് ജീവിക്കണം. രണ്ടാമത് ഉടൻപടിക്ക പെട്ടിയോടും ഐക്യപ്പെട വേണ്ടും. നിയമപ്പെട്ടകത്തോട് ഐക്യപ്പെടണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഉടൻപടിക്ക പെട്ടി എന്ന് ചൊല്ലുമ്പോൾ ഈ നിയമപ്പെട്ടകം എന്ന അതിലൊരു കൃപാസനത്തെ പാർക്കും. അതിൽ കൃപാസനമുണ്ട്. അടിപ്പ് വേലയാക ചെയ്യപ്പെട്ട 2 കെരൂബുകളെ പാർക്കും. അടിപ്പ് പണിയായി നിർമ്മിക്കപ്പെട്ട 2 കെരൂബുകളുണ്ട്. അന്ത പെട്ടിക്കുള്ള 3 പൊരുക്കളെ പാർക്കും. ആ പെട്ടികളിൽ 3 വസ്തുക്കൾ. ആരോനിൻ തളിർത്ത കോൽ, അഹരോന്റെ തളിർത്ത വടി, മന്നായിട്ട് വെച്ച പൊൻപാത്രം, മന്നായിട്ട് വെച്ച പൊൻപാത്രം, കൽപ്പലകൾ, അതിൽ കൽപ്പലകകൾ. ദേവനക്ക് 3 പൊരുക്കൾ. ഈ 3 വസ്തുക്കൾ. ഇതോടെല്ലാം നാം ഐക്യപ്പെട്ട് ജീവിക്കണം. നാം ഇതിനോടെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കണം. ഇതിനോടെല്ലാം ആവിക്കൊരു അർത്ഥം തന്നെ. ഇതിന്റെ എല്ലാം ആത്മീക എല്ലാം എടുക്കാൻ നമുക്ക് നേരമില്ല, എല്ലാം പറയാൻ സമയമില്ല. കൃപാസനവും കൃപാസനത്തോടെ അടിപ്പ് വേലയാക ചെയ്യപ്പെട്ട കെരൂബുകളും, കൃപാസനവും അടിപ്പുപടിയായി ചേർത്ത് പണിഞ്ഞതായ കെരൂബുകളും, അതിൻ മധ്യയിൽ ദേവാദിദേവൻ മഹിമയും ദേവൻ വന്ന് വാസം പണിന, അതിന്റെ നടുവിലാണ് തേജോമയനായ ദൈവമെന്ന് താമസിക്കുന്നത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த 2 കെരൂബുകൾ പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയറുകളെ വെളിപ്പെടുത്തി. 2 കെരൂബുകൾ പ്രതിഷ്ഠിതരായ ശുശ്രൂഷകരെ കാണിക്കുന്നു. ഉയർത്തെഴുന്ന യേശുദാൻ അന്ത കൃപാസനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അടിപ്പ് വേലയാക ചെയ്യപ്പെട്ടത്, അടിപ്പുപടിയായി നിർമ്മിക്കപ്പെട്ടു. പിരിക്ക മുടിയാത്ത ഒരു ഐക്യം, അഭേദ്യമായ ഐക്യത. അപ്പൊ ഇത് ഐക്യത്തെ വെളിപ്പെടുത്തുക, അത് ഐക്യതയെ കാണിക്കുന്നു. നമുക്കൊരു ഐക്യം തേവ, നമുക്കൊരു ഐക്യത വേണം. നമ്മുടെ ഐക്യത്തിൽ ഒരു പിരിവിനെ കാണപ്പെടലാകാം. നമ്മുടെ ഐക്യതയിൽ ഭിന്നത കാണപ്പെടരുത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഐക്യം തേവ, ഐക്യത ആവശ്യം. ഐക്യം ഇരുന്നാൽ ഐക്യതയുണ്ടെങ്കിൽ ഈ മാംസിക ഇച്ഛകളെ മേற்കൊള്ളലാം, ജഡമോഹങ്ങളെ ജയിക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാലെത്താൻ അന്ത ലേവ്യരോടും ഉടൻപടിക്ക പെട്ടിയോടും ഐക്യപ്പെട്ട് നാം ജീവിക്കവേ. ആകയാൽ ഈ ലേവ്യരോട് നാം നിയമപ്പെട്ടകത്തോടെല്ലാം ഐക്യതയുള്ളവരായി ജീവിക്കണം. അപ്പോ ഈ മാംസത്തെ ജയിക്കണം. അപ്പോൾ ജഡത്തെ ജയിക്കാം. അപ്പടി ജയിച്ചാലും കൂടെ, പിന്നെ ജയിച്ചാലും കനാൻ ദേശത്തുക്കുൾ പ്രവേശിച്ച്, കനാനിൽ പ്രവേശിച്ച്, ഉപാഗമം 7-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 7:2 വായിക്കുമ്പോൾ അങ്ങ് നാം എന്നെ വാസിക്കണം. അവിടെ എന്ത് വായിക്കുന്നു? ദേവനക്ക് മഹിമ. അങ്ങ് 7 ജാതികളെയും 31 രാജാക്കളെയും പാർക്കുന്നുണ്ടോ? 7 ജാതികളെയും 31 രാജാക്കന്മാരെയും കാണാം. 7 ജാതികൾ, 31 രാജാക്കൾ, 31 രാജാക്കന്മാർ. അതേയും നാം മേற்കൊള്ള വേണ്ടും. ഇവയെയും നമ്മൾ തോൽപ്പിക്കണം. 7 ജാതികൾ യാരെ വെളിപ്പെടുത്തുക? 7 ജാതികൾ ഇതിനെ കാണിക്കുന്നു. മുതലാമത് എത്തിയർ, ഒന്നാമത് ഹിത്യർ, രണ്ടാമത് ഗിർഗാസിയർ, അടുത്തത് ഗിർഗശ്യർ, മൂന്നാമത് എമോരിയർ, മൂന്നാമത് അമോര്യർ, നാലാമത് കനാന്യർ, നാലാമത് കനാന്യർ, അഞ്ചാമത് പെർസിയർ, അഞ്ചാമതായി പെരിസ്യർ, ആറാമത് ഏവിയർ, ആറാമത് ഹിവ്യർ, ഏഴാമത് എബൂസിയർ, ഏഴാമത് യബൂസ്യർ. இந்த 7 ജാതികളെ നാം ജയിക്ക വേണം. നാം ഈ 7 ജാതികളെ ജയിക്കണം. ഇത് 7 വിധமான സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. 7 വിധ സ്വഭാവങ്ങളെ കാണിക്കുന്നു.
എത്യർ ആരെ വെളിപ്പെടുത്തുகிறது? ഹിത്യർ എന്തിനെ കാണിക്കുന്നു? ഭയത്തിനാവിയെ വെളിപ്പെടുത്തുന്നു. ഭയത്തിന്റെ ആത്മാവ്. എല്ലാ ഭയത്തെയും നാം മേற்കൊള്ളണം. സകല ഭയങ്ങളെയും ജയിക്കണം. രണ്ടാമത് ഗിർഗാസ്യർ. അടുത്തത് ഗിർഗശ്യം. അതാരെ പിന്മാറ്റത്തെ വെളിപ്പെടുത്തുന്നു. ഇത് പിന്മാറ്റത്തെ കാണിക്കണം. പിന്മാറ്റം. ദേവസഭയിൽ പിന്മാറ്റമില്ല. ദൈവസഭയിൽ പിന്മാറ്റമില്ല. പിന്മാറ്റം വരുമ്പോൾ താൻ ദുഃഖങ്ങൾ, കവലകൾ, ഭാരങ്ങൾ വരികരുത്. പിന്മാറ്റം വരുമ്പോഴാണ് സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളും വരുന്നത്. 4 ജീവനുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 4 ജീവികളെ കുറിച്ച് പഠിക്കുന്നല്ലോ. എസെക്കിയേൽ 1-ാം അധികാരം, എസ്കേൽ 1-ാം അധ്യായം 9-ാം വചനം, 9-ാം വാക്യം, 12-ാം വചനം, 12-ാം വാക്യം, 17-ാം വചനം, 17-ാം വാക്യം. இந்த 3 വചനങ്ങളെ பார்க்குമ്പോൾ ഈ 3 വചനങ്ങൾ அந்த കാണുമ്പോൾ ജീവനുകൾ പോകയിൽ പിന്നിട്ട് പാർക്കരുതില്ല. ആ ജീവികൾ പോകുമ്പോൾ പുറകോട്ട് തിരിയുന്നില്ല. അതിനിടെ ഒവ്വൊരു പകുതിയിലും ഒവ്വൊരു ഫ്രണ്ടാക തലയാക കാണപ്പെടുക. അതിന്റെ ഓരോ ദിശയും തന്നെ അതിന്റെ തലയായി കാണപ്പെടും. സിംഹത്തല, ഒന്നാ സിംഹത്തിൻ മുഖം, സിംഹമുഖം, പിന്നാലെ മനുഷ്യമുഖം, പുറകിൽ മനുഷ്യമുഖം, കഴുകുമുഖം, അടുത്ത എരുത് മുഖം, എതിർവശത്ത് കാളമുഖം. ദേവനുക്ക് ദൈവത്തിന് മുഖം. ഇത് 4 മുഖങ്ങൾ 4 വിധ സ്വഭാവത്തെ വെളിപ്പെടുത്തി. ഈ 4 മുഖങ്ങളും 4 വിധ സ്വഭാവം. സിംഹം എന്നത് വിശ്വാസ സ്വഭാവം. സിംഹം എന്നത് വിശ്വാസം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മുഖം. നീ വിശ്വാസത്തിൽ ജീവിക്കവേ. വിശ്വാസത്തിൽ ജീവിക്കണം. മഹാപരിശുദ്ധ വിശ്വാസത്തിന്മേൽ ഉറുതിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാവികൾ ജപമണ്ണി ദേവാൻപിനാലെ ഉന്നെ കാത്തുകൊള്ള വേണ്ടും എന്ന് നാം വേദത്തിൽ നാം ബൈബിളിൽ വായിക്കുന്നു. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത മഹാപരിശുദ്ധ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ, ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് പിന്മാറ്റം വരാതെ, നിന്നിൽ പിന്മാറ്റം വരില്ല. അതേപോലെ ദേവ അൻപിലെ നിറമ്പി ജീവിക്കും. ദൈവസ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ അതിനകത്ത് 4 ജീവനുകൾ പിന്നിട്ട് പാർക്കരുത്. ആ 4 ജീവികൾ പുറകോട്ട് തിരിയുന്നില്ല. ദേവസഭയിൽ പിന്മാറ്റമില്ല. ദൈവസഭയിൽ പിന്മാറ്റമില്ല. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. അവർ ഓടിനാലും പറന്നാലും നടന്നാലും ഇളപ്പടയ മാട്ടാറ്. അവർ ഓടിയാലും നടന്നാലും പറന്നാലും ക്ഷീണിക്കയില്ല. യെശയ്യാ 40-ാം അധികാരം 30-ാം വചനത്തിൽ വാസിക്കും. യെശയ്യാ 40-30. പിന്മാറ്റം എന്നത് നമുക്കില്ല. നമ്മളിൽ പിന്മാറ്റമില്ല. നാം പിൻവാങ്ങി പോവാനാകിൽ, എന്നാൽ പിന്മാറുന്നു എങ്കിൽ എബ്രായർ 10-ാം അധികാരം 38-ാം വചനത്തിൽ എബ്രായർ 10:38 പിൻവാങ്ങി പോവാനാകിൽ ആത്മാവിൽ പ്രിയമായി. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ആകയാൽ പിന്മാറ്റത്തെ നാം മേற்കൊള്ള വേണ്ടി, പിന്മാറ്റത്തെ നമ്മൾ മറികടക്കണം. പിന്മാറ്റത്തെ ജയിക്ക വേണ്ടി, പിന്മാറ്റത്തെ ജയിക്കണം. പാസ്റ്റർ ബോബി ഒരു പാട്ട് കേട്ടിനാർ, ജയജീവിയത്തിൻ പാട്ട്. പാസ്റ്റർ ബോബി ജയജീവിതത്തെ കുറിച്ച്, ജയജീവിയമേ യേശുവിൽ കണ്ടേ ഞാൻ എന്റെ ഒരു പാട്ട്. ജയജീവിയമേ കണ്ടോം യേശുവിലെ. அந்த பாட்டில் என்ன பாடுகிறோம்? அதில் இந்த பாடுന്നു, தோல்வி என்பதே எமக்கு இல்லையே. தோல்வி என்பதே எமக்கு இல்லையே. தோல்வி நமக்கு இல்ல. നമുക്ക് ആ തോൽവിയില്ല. எப்போதுം ജയം ജയം ജയം, എപ്പോഴും ജയം ജയം ജയം. ആ ജയത്തെ പെറ്റുകൊള്ളുമ്പടി, ആ ജയം പ്രാപിക്കേണ്ടതിന് വിവിധമായ വിശ്വാസത്തിൽ ആവിയിലും, വിശ്വാസത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാവിനാൽ പെറ്റുകൊള്ളുകിற ദേവ അൻപിലും, പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും പാടുപെടുകിற ജീവിതത്തിലും നാം കാണപ്പെട വേണം. കഷ്ടാനുഭവങ്ങളിലും നമ്മൾ ജീവിക്കണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോൾ അത് പിന്മാറ്റത്തിൽ ഇരുന്ന് വിടുതല പെറും. അപ്പോൾ പിന്മാറ്റത്തിൽ വിടുവിക്കപ്പെടാം. അടുത്തപടിയാക എമോരിയർ. അടുത്തതായി അമോര്യർ. അത് വീൺ പേച്ചുകളെ വെളിപ്പെടുത്തും. വ്യർത്ഥ സംസാരം. വീൺ പേച്ചുകൾ. വീൺ പേച്ചിലിരുന്ന് നാം വിടുതലയെ പെറ്റുകൊള്ള വേണ്ടും. വ്യർത്ഥ സംസാരത്തിൽ വിടുവിക്കപ്പെടണം. കണ്ടോങ്ങിസുവിലേ വിശ്വാസത്താലെ പാറിമുറ്റും വെന്റിടുവുമേ. ജയ ജീവിയമേ കണ്ടോങ്ങിസുവിലേ വിശ്വാസത്താലെ പാറിമുറ്റും വെന്റിടുവുമേ. തോൽവി என்பதே எமக்கு இல்லை. என்னாலும் ஜெய கீதம் பாடி பாடி சென்றிடுவோம். தோல்வி என்பதே எமக்கு இல்லை. என்னாலும் ஜெய கீதம் பாடி பாடி சென்றிடுவோம். പിന്മാറ്റത്തിൽ ഇരുന്ന് വിടുതലയെ, പിന്മാറ്റത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം.
துக்கத்திலிருந்து விடுதலை பெற എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം. பின்மாற்றமில்லாமல் துக்கமில்லாமல் ஜீவிக்கலாம். പിന്മാറ്റമില്ലാതെ ദുഃഖങ്ങളില്ലാതെ ജീവിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்கு தான் தேவன் நமக்கு கிருபையும் അപ്പോസ്തലിക ഉപദേശത്തെയും തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് കൃപയും അപ്പോസ്തലിക ഉപദേശവും തന്നിരിക്കുന്നത്. 2 പേതുരു 3-ാം അധികാരം 18-ാം വചനത്തെ വായിക്കുമ്പോൾ 2 പത്രോസ് 3:18 വായിക്കുമ്പോൾ എന്നാ വായിக்கிறோம்? എന്ത് വായിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയിലും അറിവിലും വളരുക, തന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിൽ വളര വേണം, കൃപയിൽ വളരണം, അറിവിൽ വളര വേണം, തന്റെ പരിജ്ഞാനത്തിൽ വളരണം. അടുത്ത എമോരിയർ, അടുത്തതായിട്ട് അത് വീൺപേച്ച്, അത് അമോര്യർ വ്യർത്ഥ സംസാരം, കനാന്യർ താഴ്വാന ജീവിതം, തരംതാണ ജീവിതം. ദൈവത്തിന് മഹത്വം. അടുത്ത പെരിസിയർ, അടുത്തതായി പെരിസ്യർ. പെരിസ്യർ ആരെ വെളിപ്പെടുത്തുന്നത്? ഈ പെരിസ്യർ എന്തിനെ? പാതുകാപ്പില്ലാത്ത ജീവിതം, സുരക്ഷിതത്വമില്ലാത്ത ജീവിതം, വേർപാടില്ലാത്ത ജീവിതം. നാം വേർപെട്ട് ജീവിക്കണം, നമ്മൾ വേർപെട്ട് ജീവിക്കണം. വേർപാട് ജീവിതം ജയജീവിതത്തിന് മുഖ്യം. ജയജീവിതത്തിന് വേർപാട് ജീവിതം അനിവാര്യമാണ്. സഭയിലും ഒരു വേർപാട് ജീവിതം തേവ, സഭയിലും ഒരു വേർപാട് ജീവിതം വേണം, ജീവിതത്തിലും വേർപാട് തേവ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും വേർപാട് വേണം. ഉലകത്താരോട് മറ്റും വേർപെട്ട് ജീവിത്താൽ പോതാ, ലോകമനുഷ്യരിൽ നിന്ന് മാത്രം വേർപെട്ടാൽ പോരാ, സഭയിലും വേർപെട്ട് സഭയിലും വേർപെട്ട് ജീവിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 5-ാം അധികാരം 11-ാം വചനത്തെ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 5:11 വായിക്കുമ്പോൾ, കൊരിന്ത്യ സഭയിൽ വേർപാട് ജീവിതമില്ലാത്ത ഒരാളെ കുറിച്ച് വായിக்கிறோம். കൊരിന്ത്യ സഭയിൽ വേർപാട് ജീവിതമില്ലാത്ത ഒരാളെ കാണുന്നു. ആ തമിഴിൽ மட்டும் വാസിക്കുക. 11-ാം വചനം. நான் உங்களுக்கு எழுதினது என்னவென்றால், சகோதரன் எண்ணப்பட்டவன் விபசாரக்காரனாயாவது, பொருளாசைக்காரனாயாவது, விக்கிரகாராதனைக்காரனாயாவது, உதாசீனாயாவது, வெறியனாயாவது, கொள்ளைக்காரனாயாவது இருந்தால் அவனோட கூட கலந்திருக்கவும் கூடாது. അവനോട് സംസർഗമരുത്. അവനെ വേർപെട്ട് ജീവിക്കണം. അങ്ങനെയുള്ളവനെ വിട്ട് വേർപെട്ട് ജീവിക്കണം. സഭയിലും കൂടെ നമുക്ക് വേർപാട് തേവ, സഭയിലും വേർപാട് ആവശ്യം. സഭയിൽ ചിലർ കലക്കമുണ്ടാക്കുവാർ, ചിലർ സഭയിൽ കലക്കമുണ്ടാക്കും, ഉപദേശത്തിന് വിരോധமாக പേസുവാർ, ഉപദേശത്തിനെതിരായി സംസാരിക്കും. അവരെ വിട്ട് നിങ്ങൾ വേർപെട്ട് ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ അവരെ വിട്ട് വേർപെട്ട് ജീവിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത ഒളുങ്കില്ലാത്തവരെ വിട്ട് വേർപെട്ട് ജീവിക്കും. ക്രമം കെട്ട് നടക്കുന്നവരെ വിട്ട് വേർപെടണം. 2 തെസ്സലോനിക്കർ 3-ാം അധികാരം 6-ാം വചനത്തെ വായിക്കുമ്പോൾ, 2 തെസ്സലോനിക്കർ 3:6 വായിക്കുമ്പോൾ, ഒളുങ്കറ്റ് നടക്കുന്ന എന്ത സഹോദരനെയും വിട്ട് വേർപെട്ട് ജീവിക്ക വേണ്ടും എന്ന് പരിശുദ്ധ പൗൽ சொன்னார். വിശുദ്ധ പൗലോസ് അവിടെ പറയുന്നു, ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനെയും വിട്ട് അകന്നുകൊള്ളി. ഒളുങ്കറ്റ് നടക്കുന്നതാണ് സഹോദരൻ, ക്രമം കെട്ട് നടക്കുന്ന സഹോദരൻ. കാലയില് 9 മണിക്ക് ആരാധന, ഇപ്പോൾ രാവിലെ ആരാധന 9 മണി. നല്ല വിശ്വാസികൾ 8:50 45 വരുവാറുണ്ട്. നല്ല വിശ്വാസികൾ 8:45 തന്നെ വരും. വന്ന് கொஞ்சம் தண்ணி எல்லாம் கொடுத்து வந்து முழங்கால் படிയിട്ട് മുഴങ്കാലിൽ നിന്ന് സ്തോത്രം പണിക്കൊണ്ടിരിപ്പാർ. അന്ന് അവരൽപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് മുഴങ്കാലിൽ ഇരുന്ന് അവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അങ്ങനെ ചിലരുണ്ട്, എന്നാൽ ചിലരുണ്ട് 10:45 താൻ വരുവാ, 10:45 ഇവിടെ എത്തും. എന്നിട്ട് മറ്റുള്ളവരെ കലക്കുവാர்கள். മറ്റുള്ളവരെ കലക്കും. ഏതൊക്കെ കാലയിലെ പോറീങ്ക, എന്തിനാ ഇത്ര നേരത്തെ ഇപ്പടിയെല്ലാം ജീവിക്കറി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെ കലക്കിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും. ഒളുങ്കറ്റ് നടക്കുന്ന എന്ത സഹോദരനെയും സഹോദരിയെയും വിട്ട് നീ വിലകി ജീവിക്ക വേണം. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനെ സഹോദരിയെ വിട്ട് അകന്ന് ജീവിക്കണം. ഇനി സ്വഭാവത്തിൽ ചിലരുടെ സ്വഭാവം ദേവനക്കേറ്റ സ്വഭാവമായി, ചിലരുടെ സ്വഭാവം അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാകുകയില്ല. 2 തിമോത്തി 3-ാം അധികാരം മുതൽ 5 വചനങ്ങളെ വാസിക്കുമ്പോൾ, 2 തിമോത്തിയോസ് 3-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ, ഇത് കൊടിയ കാലമാനപടിയിനാൽ അന്ത്യകാല ദുർഘട സമയങ്ങൾ, ചില സ്വഭാവങ്ങളെ കുറിച്ച് വാസിക്കുന്നു. അവിടെ ചില സ്വഭാവങ്ങൾ കാണാം. അവരുടെ 5-ാം വചനത്തെ പഠിയുക. 5-ാം വാക്യം, தேவபக்தியின் வேஷத்தை தரித்து அதன் பலனை மறுதலிக்கிறவர்களாயும் இருப்பார்கள். இப்படிப்பட்டவர்களே நீ விட்டு விலகு.
ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയിൽ അവർ ത്യജിക്കുന്നവരാണ്. വിശ്വാസികളായിരിക്കണം, ഊഴിയர்களായിരിക്കണം. അവർ വിശ്വാസികളോ വേലക്കാരോ ആകാം. അവരുടെ സ്വഭാവം ശരിയില്ല ആ സ്വഭാവം ശരിയല്ല എന്ന് ചൊല്ലി നീ അവരോട് ഐക്യപ്പെട്ട് ജീവിക്കലാകാം. എന്ന് വെച്ച് അവരോട് ഐക്യപ്പെട്ട് ജീവിക്കരുത്. ദേവന് വേർപെട്ട് ജീവിക്ക വേണം. വേർപെട്ട് ജീവിക്കണം. അപ്പോ അതുതാൻ നീ ജയാളിയാക ജീവിക്കല. അപ്പോൾ മാത്രമേ നിനക്ക് ജീവിച്ചാൽ അവരോട് ജീവിച്ചാൽ നീ കറപ്പെട്ടു പോയി വിടും. നീയും മലിനപ്പെടും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കടസിയാക ഒടുവിലായി ഉപദേശത്തിൽ വേർപെട്ട് നാം ജീവിക്ക വേണം. നാം ഉപദേശത്തിലും വേർപാട് പാലിക്കണം. റോമർ 16-ാം അധികാരം 17-ാം വചനത്തെ വാസിക്കുമ്പോൾ റോമർ 16:17 റോമർ 16:17 റോമർ 16:17 அன்றியும் சகோதரரே അന്റിയും സഹോദരരെ நீங்கள் கற்றுக்கொண்ட കറ്റുകൊണ്ട உபதேசத்திற்கு விரோதமாய் பிரிவினைகளையும் പിരിവിനകൾ இடரல்களையும் ഇടറലുകളെ உண்டாக்குகிறவர்களை குறித்து எச்சரிக்கையாய் இருங்கள். அவர்களை விட்டு விலக வேண்டும் என்று உங்களுக்கு புத்தி சொல்லுகிறேன். ഉപദേശത്തെ വിട്ട് അവരെ വിട്ടകന്നു കൊള്ളണമെന്ന് ഒരു പ്രബോധിപ്പിക്കുന്നു. വിശ്വാസിയെ തിരിയും. ഒരു വിശ്വാസിയെ അറിയാം. അവർ ദൈവീക സുഖത്തിൽ മിക്കവും വൈരാഗ്യമാക നിന്റാറുകൾ. ദൈവീക രോഗശാന്തിയിൽ വളരെ തീക്ഷ്ണതയോട് പല 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 വ്യാധികൾ വന്നത്. പല പല രോഗങ്ങൾ വന്നു. അപ്പൊ ഞാൻ റായ്പെട്ടാവിൽ ഇരുന്ന് ഞാനന്ന് റായ്പേട്ടയിലാണ്. വിശ്വാസത്തിൽ അത് സഹോദരനും സഹോദരിയും ധൈര്യമാക നിന്റാറുകൾ. ആ സഹോദരനും സഹോദരി വിശ്വാസത്തിൽ ധൈര്യത്തോടെ അവർക്കും വ്യാധി വന്നത്, പിള്ളകൾക്കും വ്യാധി വന്നു, തനിക്കും രോഗം വന്നു, മക്കൾക്കും രോഗം വന്നു. അസയ്ക്കപ്പെടവില്ല, എന്നാലും കുലുങ്ങിയില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ஆனா ஒரு விசுவாசி வந்து ഒരു വിശ്വാസി ദൈവീക സുഖத்துக்கு വിരോധமாக பேசினார். ദൈവീക രോഗശാന്തിക്കെതിരായി സംസാരിച്ചു. ആ പേച്ച് അവർ കേട്ട് ആ വാക്ക് കേട്ടിട്ട് അവർ இந்த വിശ്വാസത്തെ വിട്ട് വഴുകി വിട്ടാർ. ആ വിശ്വാസം വിട്ടുമാറി. പിന്നെ വ്യാധി വരുമ്പോൾ മരുന്നെടുക്ക പോനാർ. രോഗം വന്നപ്പോൾ മരുന്നെടുക്കാൻ ഇതെല്ലാം തേവയില്ല, ഇതൊന്നും വേണ്ടതില്ല. ഇതെല്ലാം മനുഷ്യ ഉപദേശം, എല്ലാ മാനുഷിക ഉപദേശം. മരുന്ന് ആർക്കാക കണ്ടുപിടിച്ചിരിക്കുന്നത്? മരുന്നൊക്കെ കണ്ടുപിടിച്ചതാണ് നമുക്ക് തന്നെ, നമുക്ക് വേണ്ടിയല്ലേ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്തെല്ലാം ചൊല്ലിക്കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. മഹാപരിശുദ്ധ വിശ്വാസത്തെ വിട്ട് അവരെ വിലക്കിനാർ. ആ അതിവിശുദ്ധ വിശ്വാസം വിട്ട് തന്നെ തെറ്റിച്ചു. അപ്പടിപ്പെട്ട ഉപദേശത്തിൽ ഇടറുണ്ടാക്കുന്നവരെ വിട്ട് നിങ്ങൾ വേർപെട്ട് ജീവിക്കണം. ഉപദേശത്തിൽ നിങ്ങളെ ഇടറുമാറാക്കുന്നവരെ വിട്ടകന്ന് ജീവിക്കണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മുൻകാലം നമ്മുടെ പരിശുദ്ധവാന്കൾ വിശ്വാസികളും കൂടെ, നമ്മുടെ മുൻകാല വിശുദ്ധന്മാർ വിശ്വാസികൾ ഉൾപ്പെടെ പേസുക ഇതാണ് സത്യം. അവർ തറപ്പിച്ചു പറയും ഇതാണ് സത്യം. ദൈവിക സുഖം സത്യം, ദൈവിക രോഗശാന്തി സത്യം. അതെല്ലാം തേവയിലെന്ന് சொன்னாங்க കേൾക്ക മാട്ടാറുകൾ. ഇതൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കില്ല. ഞങ്ങളുടെ വീട്ടിലും കൂടെ പലവിധமான വ്യാധികൾ വന്നതുണ്ട്. ഞങ്ങളുടെ വീട്ടിലും പല രോഗങ്ങൾ വന്നു. 2015 ആണ്ട് ജൂൺ 1-ാം തീയതി എനിക്ക് നേരിട്ടതാണ് ആപത്ത് നിങ്ങൾക്കെല്ലാം തിരിയും. 2015 ജൂൺ 1 എനിക്ക് നേരിട്ടതായ അപകടം നിങ്ങൾക്കറിയാം. തല പിടിച്ചത്, തല നെടുകെ പിളർന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്റെ വിരൽ പോയി വിടും, ആ വിരലകത്ത് കടക്കും. അന്ത അളവുക്ക് വിടർക്കും. അത്രത്തോളം അത് വിള്ളലുണ്ടായി. ഒരു നിമിഷം മയങ്ങി വിട്ട് ഒരു നിമിഷം ഞാൻ ബോധരഹിതനായി. അപ്പുറം തെളിവ് ബോധം. പിന്നീട് എനിക്ക് സുബോധം വന്നു. അപ്പൊ ഡോക്ടർമാർ വന്ന് சொன்னா, എങ്ങളുടെ വിശ്വാസികൾ, നമ്മുടെ വിശ്വാസികളായ ഡോക്ടർമാർ വന്ന് പോയി തയ്യൽ പോട വേണ്ടും, പാസ്റ്റർ സ്റ്റിച്ച് ചെയ്യണം. അവർ ബ്ലഡ് എല്ലാം പോയി വിട്ടത് ബ്ലഡ് ഏറ്റണം. ആ രക്തമൊക്കെ വാർന്നുപോയി, ചോര കൊടുക്കണം. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. കൈയെല്ലാം ഒടിഞ്ഞിറക്കം, എല്ലാം ഭയങ്കര നീര്. കൈയൊക്കെ ഒടിഞ്ഞു കാണും, നല്ല നീരുണ്ടല്ലോ. എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കണം. ഞാൻ ചെന്ന് ആശുപത്രിക്ക് വരതില്ല, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രിയൊന്നും വരത്തില്ല, എനിക്കിതൊന്നും വേണ്ട. അപ്പൊ അവർ சொன்ன ആപത്തായിട്ട് എന്നെ ആപത്ത് കടച്ച് എന്നെ ചത്തുപോകും, അവളെ തന്നെ പോട്ടും. വലിയ അപകടമുണ്ടാകും, എന്താ കൂടിപ്പോയാൽ മരിക്കും, അത്രയല്ലേ. എനിക്ക് മരിക്കുന്നതൊക്കെ ഭയമില്ല, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല. മരിക്കുന്നതുക്കാക വന്നതേ മരിക്കാൻ. ഇനി ഏൻ മരിക്കരുതില്ല എன்ற എന്റെ കേൾവി. ഇനി എന്താ ഇതുവരെ മരിക്കാത്തതെന്നാണ് എന്റെ ചോദ്യം. ദേവനക്ക് മഹിമ. பாருங்க, ஸ்டிச்சும் போடவில்லை, ஸ்டிச் செய்தில்ல. அருமையாக தேவனே நீங்க வந்து பாருங்க. வந்து നോക്കിയാൽ ஸ்டிச் போட்டா அவங்க ஒரு பெரிய தழம்பு இருந்திருக்கும். ആ സ്റ്റിച്ച് ചെയ്താൽ അതിന്റേതായ ഒരു വലിയ പാടവിടെ കാണും, തഴമ്പ് കാണും. ഒന്നുമേ ഇല്ല. എന്നാൽ അതൊന്നുമില്ല. ദേവൻ സുഖത്തെ തന്ന ദൈവം
ആശുപത്രി പോകവില്ല, ആശുപത്രിയിൽ പോയില്ല, സ്റ്റിച്ചും പോടവില്ല, സ്റ്റിച്ച് ചെയ്തില്ല, ഒന്നും ചെയ്യവില്ല, ഒന്നും ചെയ്തില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കവില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ല. அந்த டாக்டர் எவ்வளவு பிரயாசப்பட்ட நல்ல அருமையான விசுவாசி தான். നിങ്ങളുടെ നല്ല വിശ്വാസി തന്നെയാണ്. അവരുടെ അൻപിനാൽ അവർ சொன்னார், സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, ഒന്നും ചെയ്യവില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പൊ 10 വർഷമായി വിട്ടു. എന്നാൽ ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു. ഉൻ വിശ്വാസത്തെ നീ കാത്തുകൊൾ. നീ നിന്റെ വിശ്വാസം, പലരും പല വിധത്തിൽ പേസുവാர்கள், പലരും പല രീതിയിൽ പറയും, அந்த பேச்சுக்கெல்லாம் நாம் இடம் கொடுக்க. ആ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. വിശ്വാസത്തിൽ നല്ല പോരാട്ടത്തെ പോരാട്, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, ജയത്തെ പെറ്റുകൊള്ളുക, ജയജീവിതം പ്രാപിക്കണം. 1 തിമോത്തിയോസ് 6-ാം അധികാരം 12-ാം വചനത്തിൽ എന്നെ വാസിக்கிறோம். 1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിൽ നല്ല പോരാട്ടത്തെ പോരാട്, നിത്യ ജീവനെ പറ്റിക്കൊൾ, അതற்காக നീ അழைക്കപ്പെട്ടാൽ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ இந்த പെരിസരെ വിട്ട് നാം വിലക വേണ്ടും. ആകയാൽ ഈ പെരിസരെ വിട്ടകലണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത ഏവിയർ, അടുത്തത് ഹിവ്യർ. ഏവിയർ എന്ന് சொன்னால் ആശ ഇച്ഛയിൻ ജീവിതം. ഹിവ്യർ എന്ന് പറഞ്ഞാൽ രാഗമോഹങ്ങൾക്ക് വിധേയപ്പെട്ട ജീവിതം. ആശ ഇച്ഛകൾക്ക് നാം മരിക്ക വേണ്ടി, രാഗമോഹങ്ങൾക്ക് മരിക്കണം. ഗലാത്യർ 5-ാം അധികാരം 24-ാം വചനത്തെ പഠിക്കുമ്പോൾ, ഗലാത്യർ 5:24 വായിക്കുമ്പോൾ, എന്നവാൽ ക്രിസ്തുവിനുടയവர்கள் മാംസത്തെയും അതിനാശ ഇച്ഛകളെയും അവർ സിലുവയിൽ അറൈന്താர்கள். ക്രിസ്ത്യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അയാൾ സിലുവയിൽ മരിക്കും. ആകയാൽ ക്രൂശിൽ മരിക്കണം. അപ്പോ അത് ജയജീവിയത്തിൽ ജീവിക്കും, ജയജീവിതം നയിക്കാം. കടസിയാക എബ്യൂസിയർ, ഒടുവിലായി യബൂസ്യർ, കുറ്റം കണ്ടുപിടിക്കുന്ന ആവിയുടെ, കുറ്റം കണ്ടുപിടിക്കുന്ന ആത്മാവ്, കുറ്റം കണ്ടുപിടിക്കുന്നവർ, കുറ്റം കണ്ടുപിടിക്കുന്നവർ. അത് സി ഗ്രൂപ്പിനുടെ മുഖ്യமான ഒരു സ്വഭാവം. മുൻപേ പറഞ്ഞ സി ഗ്രൂപ്പിന്റെ ഒരു പ്രധാന സ്വഭാവമാണിത്. നീങ്ക 50-ാം സംഗീതം 20-ാം വചനത്തെ പഠിച്ചു പാരുങ്കൾ. 50-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവർ സഹോദരങ്ങൾക്ക് വിരോധமாக பேசுகிறார்கள். അവർ ഇരുന്ന് സഹോദരന്മാർക്ക് വിരോധമായി, തായ് മകനുക്ക് വിരോധமாக അവർ பேசுகிறார்கள். അമ്മയുടെ മകന് വിരോധമായി സംസാരിക്കുന്നു. വായിക്കാം. நீ உட்கார்ந்து உன் சகோதரனுக்கு விரோதமாய் பேசி, സഹോദരനുക്ക് വിരോധமாக പേசி, உன் தாயின் மகனுக்கு തായ് മകനുക്ക് വിരോധமாக அவதூறு உண்டாக்குகிறாய். ഉണ്ടാക്കുകയായി. തായ് മകനാർ ആരാണ് ഈ അമ്മയുടെ മകൻ? അതാ ഊഴിയர்கள், അത് ശുശ്രൂഷകർ. ഊഴിയർക്ക് വിരോധமாக பேசுகிறார்கள். ശുശ്രൂഷകർക്ക് വിരോധമായി സംസാരിക്കും. സഹോദരങ്ങൾ சொன்ன വിശ്വാസികൾ, സഹോദരങ്ങൾ എന്നാൽ വിശ്വാസികൾ, വിശ്വാസികൾക്ക് വിരോധமாக பேசுகிறார்கள். വിശ്വാസികൾക്കെതിരായി സംസാരിക്കും. കോളുമൂട്ടുகிறார்கள். അവര് രേഷണി പറയും. അവരെ വിട്ട് നാം വിലക വേണ്ടും, അവരെ വിട്ടകലണം. അതാ എബ്യൂസിയർ, അതാണ് യബൂസ്യർ. ഇവர்கள் കനാൻ ദേശത്തിലുള്ള ആവികൾ, ഇത് കനാനിലുള്ള ആത്മാക്കൾ. ജയജീവിതത്തിൽ നാം വളരെ വളരെ നാം ജയജീവിതത്തിൽ വളരുന്നു. വിവിധமான ആവികൾ നമുക്ക് വിരോധமாக ക്രിയ ചെയ്യും. ഇങ്ങനെയുള്ള ആത്മാക്കൾ നമുക്ക് വിരോധമായി പ്രവർത്തിക്കും. മറ്റു വിധமான പാപങ്ങൾ നമുക്ക് വിരോധமாக ക്രിയ ചെയ്യാതെ, ഏറ്റവും വലിയ പാപങ്ങൾ നമുക്കെതിരായി പ്രവർത്തിക്കും. മുന്നേ சொன்னതുപോലെ, മുമ്പേ പറഞ്ഞതുപോലെ, ഒരു കുടിപ്പഴക്കമോ മദ്യപാനമോ ഇല്ലെങ്കിൽ പുക പിടിക്കുന്നതോ അല്ലെങ്കിൽ പുകവലിയോ അതൊന്നും നമുക്ക് വിരോധமாக ക്രിയ ചെയ്യാതെ, ഇതൊന്നും നമുക്കെതിരായി പ്രവർത്തിക്കില്ല. അതെല്ലാം 100ക്ക് 100 നാം ജയിച്ചു വിട്ടു. നമ്മൾ അതിനെല്ലാം 100% ജയിച്ചു. വിവിധமான ആവികൾ നമുക്ക് വിരോധமாக ക്രിയ ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള ആത്മാക്കൾ നമുക്കെതിരായി പ്രവർത്തിക്കും. അയാൾ இந்த ആവികൾക്ക് വിരോധமாக നാം പോരാടി ജപിക്കും. ഇങ്ങനെയുള്ള ആത്മാക്കൾക്കെതിരായി പോരാടി ജയാളികളാக ജീവിക്കും, ജയാളികളായി ജീവിക്കണം. അതുക്കാக നാം ചെയ്യ വേണ്ടിയത്, അതിനായി നമ്മൾ ചെയ്യേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുന്നതാണ് അറിവിലും വളരെ നമ്മെ ഒപ്പുകൊടുക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയിലും തന്റെ പരിജ്ഞാനത്തിലും വളരുവാൻ സമർപ്പിക്കണം. അപ്പോൾ ദേവാദി ദേവൻ നമുക്ക് ഉദവി ചെയ്യും. ദൈവാദി ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ മൂടുവാൻ, കണ്ണുകളെ അടയ്ക്കാം. ജയത്തുക്കാക ദേവൻ നമ്മെ അழைത്തു. ദൈവം നമ്മെ ജയത്തിനായി വിളിച്ചു. ഞാൻ ജയിത്ത എൻ പിതാവിനോട് സിംഹാസനത്തിൽ ഇരുന്നതുപോലെ, ഞാൻ ജയിച്ച എന്റെ പിതാവിനോടുകൂടെ സിംഹാസനം ജയിക്കുന്നവൻ യവനോ, ജയിക്കുന്നവൻ അവൻ എന്നോട് കൂടെ എന്നോടുകൂടെ എന്നോട് സിംഹാസനത്തിற்கு അരുൾ ചെയ്യുവൻ. എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ജയാളിയാകുമ്പടിക്ക് ദേവൻ നമ്മെ അழைത്ത, ജയാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചു. അയാൾ ജയത്തിന് ആവിയെ പെറ്റുകൊള്ളും, ജയത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാം. ജയാളികളാക മാറ്റപ്പെടുവോ, ജയാളികളായി മാറാം. യേശു മഹിമയിൽ വെളിപ്പെടുമ്പോൾ, യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ആയുധപ്പെടുവോ, അവനെതിരേൽക്കുവാൻ ഒരുങ്ങാം.